السلام عليكم ورحمة الله وبركاته. سورة الأنبياء مكية وهي 111 آية. 101 അല്ലെങ്കിൽ 111 112 ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقترب للناس حسابهم وهم في غفلة معرضون. ഇഖ്തറബ ഖറബ അടുത്തിട്ടുണ്ട് ലിന്നാസ് ജനങ്ങൾക്ക്, അഹ്ലി മക്ക നിവാസികൾക്ക്, മുൻകിരിൽ ബാത്തി പുനർജീവിതത്തെ നിരാകരിക്കുന്ന, ഹിസാബുഹും അവരുടെ വിചാരണ, യൗമൽ ഖിയാമ അന്ത്യദിനത്തിലുള്ള, വഹും അവർ തന്നെ ഫീ ഗഫ്ലത്തിനു അതിനെ തൊട്ടുള്ള അശ്രദ്ധയിലായിരിക്കവേ, മുഅ്രിദൂന അനിത്ത അഹുബി ലഹു അതിനു വേണ്ടി തയ്യാറെടുക്കലിനെ അവഗണിക്കുന്നവരാണ്, ആ അശ്രദ്ധയിലായിട്ട് അവഗണിക്കുന്നവരാണ്. ഈമാനി അതിനുള്ള തയ്യാറെടുപ്പ്, വിചാരണക്കുള്ള തയ്യാറെടുപ്പ് എന്തുകൊണ്ടാണ്? വിശ്വാസം സ്വീകരിക്കൽ കൊണ്ടാണ്, വിശ്വാസിയാവൽ കൊണ്ടാണ്. തീഹിം അവർക്ക് വരുന്നില്ല, മിന്ദിക്കരിൻ ഒരു ഉപദേശവും, മിൻ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന്, മുഹദസിൻ ഒരു പുതുക്കപ്പെട്ട, അതായത് പുതിയൊരു ഉപദേശം എത്തുന്നില്ല. ഷെയ്അൻ ഫഷിയ അല്പാൽപമായിട്ട്, അതായത് ലഫ്ലി ഖുർആനാണ് ഉദ്ദേശിക്കുന്നത്, ഖുർആനിൻ്റെ ലഫ്ലുകൾ, വചനങ്ങൾ. ഇല്ലസ്തമഊഹു അവർ അതിനെ ശരിക്കും കേട്ടിട്ടല്ലാതെ, അപ്പം ശരിക്കും കേട്ടിട്ട് തന്നെയാണ്, പക്ഷേ വഹും യൽഅബൂൻ അവർ തന്നെ കളിക്കുന്നവരായ നിലക്ക്, യസ്തഹ്സിഊൻ പരിഹരിക്കുന്നവരായ നിലക്കാണ് അവരിതിനെ ശ്രദ്ധിച്ച് കേൾക്കുന്നത്. എല്ലാം ശ്രദ്ധിച്ച് കേൾക്കും, പക്ഷെ പരിഹസിച്ചു കൊണ്ടിട്ടാണ്. ലാഹിയത്തും കുലൂബ് എന്ന് വെച്ചാൽ ഗാഫിലത്തുൻ കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ തന്നെ അശ്രദ്ധയിലായിരിക്കവേ, അൻമാനാഹു അതിൻ്റെ ആശയത്തെ സംബന്ധിച്ച്. വാസറു നജ്വ അവർ രഹസ്യത്തെ രഹസ്യമാക്കുന്നു, അയൽ കലാമ സംസാരത്തെ, അഥവാ ആര്? അല്ലദീന ളലമു ളാലിമീങ്ങളായ അക്രമികളായ ആളുകൾ. ഇത് ബദലും മിൻ വാവി അസറു നജ്വ എന്നതിലുള്ള വാവുണ്ടല്ലോ, ആ വാവിൽ നിന്നുള്ള ബദലായിട്ടാണ്. അപ്പം അവർ രഹസ്യത്തെ വളരെ സൂക്ഷിച്ചാണ് പറയുന്നത്, സംസാരത്തെ, അതായത് സംസാരം വളരെ രഹസ്യമാക്കിയാണ് പറയുന്നത്, അഥവാ ആര്? അല്ലദീന ളലമു ളാലിമീങ്ങളായ ആളുകൾ എന്നർത്ഥം. ഹൽ ഹാദ ഐ മുഹമ്മദ് അവരിങ്ങനെ പറയുന്നത്, ഈ മുഹമ്മദ് ഇല്ല ബശറും മിസ്ലുക്കും നിങ്ങളെപ്പോലത്തെ മനുഷ്യനല്ലാതെ അല്ലല്ലോ, മനുഷ്യൻ തന്നെയല്ലേ. ഫമായത്തി ബിഹി സിഹിർ അപ്പം അങ്ങനെയെങ്കിൽ ഫമായത്തി ബിഹി അവൻ കൊണ്ടുവരുന്ന ഒന്ന് സിഹിർ മാരണമാണ്. അപ്പം തൂന സിഹറ നിങ്ങൾ സിഹിറിനെ കൊണ്ടുവരുമോ? തത്തബിഊനഹു നിങ്ങൾ സിഹിറിനെ കൊണ്ടുവരാണോ? നിങ്ങൾ മുഹമ്മദിനെ പിൻപറ്റുകയാണോ? വാന്തും തുബുസിറൂന് നിങ്ങൾ തന്നെ കാണുന്നവരായ നിലക്ക്, താലമൂന് അന്നഹു സിഹർ അത് സിഹറാണ് എന്ന് അറിഞ്ഞുകൊണ്ട്, അതാണ് തുബുസിറൂൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് സിഹറാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ സിഹറിനെ പിൻപറ്റുകയാണോ? നിങ്ങൾ ആ സിഹറിന് ചെയ്യുകയാണോ? അല്ല, അഫത്തൂന നിങ്ങൾ ചെല്ലുകയാണോ എന്നാണ്. അഫത്തൂന നിങ്ങൾ ചെല്ലുകയാണോ സിഹറിൻ്റെ അടുക്കൽ, അഥവാ ആ മുഹമ്മദിനെ പിൻപറ്റുകയാണ്, അല്ലെങ്കിൽ ആ മാരണത്തെ പിൻപറ്റുകയാണ്. നിങ്ങൾക്കറിയല്ലോ അത് മാരണമാണെന്ന്. ഉല്ലഹു നബി അങ്ങ് അവരോട് പറയണം, റബ്ബി എൻ്റെ റബ്ബി യഅലമുൽ ഖൗല കാഇനം ഫിസ്സമായി ആകാശത്തിലുണ്ടായ സംസാരത്തെ അവൻ അറിയുന്നുണ്ട്, വല്ലർദി ഭൂമിയിലുണ്ടായ സംസാരത്തെ അറിയുന്നുണ്ട്, വഹു സമീഉ ലിമാ അസറൂഹു അവര് ഗോപ്യമാക്കി വെച്ച, രഹസ്യമാക്കി വെച്ചതിന് കേൾക്കുന്നവനാണ്, രഹസ്യമായി സംസാരിക്കുക. അൽ അലിയും അതിനെപ്പറ്റി അറിയുന്നവനാണ് വിശാലമായിട്ട്. ബൽ അതിൽ ഇന്തിക്കാലിയാണ്, തന്നെയുമല്ല എന്നർത്ഥം. ഇന്ത്യക്കാൽ ഒരു കാര്യം പറഞ്ഞ് മറ്റൊന്നിലേക്ക് നീങ്ങാം. ഇൻ ഹൊറദിൻ ഇല ആഖർ ഒരു ലക്ഷ്യത്തിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള ബല്ലാണ്. ഫിൽ മവാദി സലാസ ഈ 3 സ്ഥലങ്ങളിൽ, ഇവിടെ ശേഷം വരുന്നുണ്ട് അവിടെയൊക്കെ. ബൽ തന്നെയുമല്ല, കാലു അവർ പറഞ്ഞു, ഫീമ അതാബിഹി നിബിധങ്ങൾ കൊണ്ടുവന്ന ഒന്നില്, മിനൽ ഖുർആൻ നിബിധങ്ങൾ കൊണ്ടുവന്ന എന്തിനാണ് ഖുർആനിൽ, അതിനെപ്പറ്റി അവരെന്താ പറഞ്ഞത്? ഹുവ അൽഗാസു അഹ്ലാം അത് അഹ്ലാത്താണ്, അഹ്ലാത്ത്. അൽഗാസു അഹ്ലാം എന്ന് വെച്ചാൽ പോയിക്കിനാവുകൾ എന്നർത്ഥം, വെറും പാഴ് സ്വപ്നങ്ങൾ. അഹ്ലാത്ത് എന്ന് വെച്ചാൽ ഹലീത്തിൻ്റെ ഇങ്ങനെ കലർന്ന് അതും ഇതെല്ലാം കൂടിയിട്ട് ഉള്ളതാണ്, അതാണ് അഹ്ലാത്ത്. നമ്മളെ കാലു അൽഗാസു അഹ്ലാം അല്ല, യൂസുഫ് നബിയുടെ കാലത്ത്
രാജാവുകളുടെ സ്വപ്നത്തെപ്പറ്റി അവരങ്ങനെയാണല്ലോ അത് വെറും പൊയ്ക്കിനാവുകൾ, അതുപോലെ ഇതൊക്കെ വെറും പൊയ്ക്കിനാവുകളാണ്. റാഹാഫിനോമി ഉറക്കത്തിൽ കാണുന്ന പൊയ്ക്കിനാവുകളാണ് മുഹമ്മദ്. വലിഫ്തറാഹു എന്നല്ല ഈ മുഹമ്മദിനെ മെനഞ്ഞെടുത്തതാണ്, ഇഖ്തറഖഹു അതിനെ പടച്ചുണ്ടാക്കിയതാണ്, ബൽഹുവ ഷായർ തന്നെയുമല്ല അവൻ എന്തുവാണ്, ഒരു കവിയുമാണ്. ഫമാ അതാ ബിഹി ഷിർ അവൻ കൊണ്ടുവന്ന എന്താണ്, അതൊരു ഷിറാണ്, കവിതയാണ്. അവൻ നമുക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവരട്ടെ, അവൻ പ്രവാചകനാണെങ്കിൽ. കമാ ഉർസിലൽ അവ്വലൂൻ ആദ്യത്തെ ആളുകൾക്ക് അയക്കപ്പെട്ടതുപോലെ, ആദ്യത്തെ ആളുകളെ അയക്കപ്പെട്ടതുപോലെ. കന്നാഖത്ത് അല്ലെ, ഉർസിലൽ അവ്വലൂൻ ആദ്യത്തെ ആളുകളെ അയക്കപ്പെട്ടതുപോലെ. ഉർസില കന്നാക്കത്തി നാക്കത്ത് പോലെ, ഒട്ടകം പോലെ, വല്ല സവടി പോലെ, മുസനബിയുടെ മറ്റേ മുസനബിയുടെ കൈ പോലെ. കാലത്താല അള്ളാഹു താല പറഞ്ഞു, മാ ആമനത്ത് ഖബലഹും നിനക്കറിയാം, മാ ആമനത്ത് വിശ്വസിച്ചിട്ടില്ല ഖബല പറഞ്ഞ മുമ്പ്, നിനക്കറിയത്തിന് ഒരു ഗ്രാമം അഥവാ യഹ്ലിഹ ഒരു ഗ്രാമത്തിൻ്റെ ആളുകളെ വിശ്വസിച്ചിട്ടില്ല. അഹ്ലക്നാഹ അവരെ നശിപ്പിച്ചു, ബിത്തക്ദീബി അവരെ കളവാക്കിയ കാരണത്താൽ. മാ അതാഹ ഈ ദൂതൻ അവരുടെ അടുക്കൽ എത്തി. അല്ല മാതാഹ അവർക്ക് എത്തിയ ഒന്നിനെ അവർ കളവാക്കിയ കാരണത്താൽ. മിനൽ ആയാത്തി ആയത്തുകളാൽ, ദൃഷ്ടാന്തങ്ങളാൽ അതുകൊണ്ട് അവരൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അഫഹും യുമിനൂൻ അവർ വിശ്വാസികളായിരുന്നു. അല്ല അതുപോലെ തന്നെ നിങ്ങളുടെ അവസ്ഥ. അമാർസില്ല മിങ്കബലിക്ക് അങ്ങയുടെ മുമ്പ് നാം അയച്ചിട്ടില്ല, ഇല്ല റിജാലൻ പുരുഷന്മാരെ അല്ലാതെ, യൂഹ വഹി നൽകപ്പെട്ടു. വഫീ ഖിറാഅത്ത് മറ്റൊരു ഖിറാഅത്തിലുണ്ട് ബിന്നൂനി വകസ്റിൽ ഹായ്, ഹായിന് കസ്ർ ചെയ്തിട്ട് നൂനായിട്ട്. അപ്പം നൂഹി നാം വഹി നൽകി, ഇലഹിം അവരിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് വഹി നൽകപ്പെട്ടു. അങ്ങനെയുള്ള ആണുങ്ങളെല്ലാം നാം അങ്ങേക്ക് മുമ്പ് അയച്ചിട്ടില്ല. ലാ മലായികത അതായത് മനുഷ്യരായിട്ടുള്ള ആളുകളെ അയച്ചിട്ടുള്ളൂ, മലക്കുകളെ അയച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഫസ്അലൂ അങ്ങ് ചോദിച്ചു നോക്കുക, അഹ്ല ദിക്രി അൽ ഉലമാ ദിക്റിൻ്റെ ആളുകൾ എന്ന് വെച്ചാൽ ഇൽമിൻ്റെ ആളുകൾ അഥവാ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കുക. ബി തൗറാത്തി വൽ ഇഞ്ചീൽ തൗറാത്തിലെ ഇഞ്ചീലിനെ പറ്റി ജ്ഞാനമുള്ള ആളുകൾ ചോദിക്കുക. ഇൻകുന്തുമില്ലാത്തായാലും എന്ന് അവരോട് പറയണം. നിങ്ങൾ ചോദിച്ചു നോക്ക്, താങ്കളല്ല നിങ്ങൾ ചോദിച്ചു നോക്ക് എന്ന് നബിയെ അങ്ങ് അവരോട് പറയണം. ഈ കാഫിറുകളോട് അവരാരോട് ചോദിക്കട്ടെ, തൗറാത്ത് ഇഞ്ചീലൊക്കെ അറിയാവുന്നവരോട്. ഇൻകുന്തുമില്ലാത്തായാലും നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുന്ന അവരോട് പറയാം. ദാലിക അത് ഫൈനഹും ദാലിക അതിനെപ്പറ്റി അറിയില്ല. ഫൈനഹും ഇയാലമുനോ കാരണം തൗറാത്ത് ഇഞ്ചീലൊക്കെ പഠിച്ചവർക്ക് അതറിയാലോ. വാന്തും നിങ്ങളോ ഇലാ തസ്ദീഖിഹിം അഖറബു മിൻ തസ്ദീഖിൽ മുഅ്മിനീന നിങ്ങൾ കൂടുതൽ നിങ്ങൾ ഇലാ തസ്ദീഖിഹിം അഖറബു അവരെ അംഗീകരിക്കുന്നതിലേക്കാണ് കൂടുതൽ അടുത്തത്. എന്തിനേക്കാൾ മിൻ തസ്ദീഖിൽ മുഅ്മിനീന ബി മുഹമ്മദിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച വിശ്വാസികളായ ആളുകളെ അംഗീകരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അടുപ്പം ആരെ അംഗീകരിക്കുന്നതിനോടാണ്, ജൂത ക്രിസ്ത്യാനികളുടെ പണ്ഡിതന്മാരിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, അറിയില്ലെങ്കിൽ അവരോട് ചോദിക്കും. അങ്ങനെയെങ്കിലും ആവാമല്ലോ. ജഅൽനാഹും ഐ റുസല ഈ മുമ്പായിപ്പെട്ട മുർസലീങ്ങളെ നാം ആക്കിയില്ല. ജസദൻ ബിമാന അജ്സാദൻ ശരീരങ്ങൾ ജഅൽനാഹും ജസദൻ നാം അവരെ ഒരു ജസദാക്കിയിട്ടില്ല, അഥവാ ജസദുകളാക്കിയിട്ടില്ല, ശരീരങ്ങളാക്കിയിട്ടില്ല. മുമ്പത്തെ മുർസലിങ്ങൾ നാം ശരീരങ്ങളാക്കിയിട്ടില്ല. ലാ യഅ്കുലൂന ത്വഅമ ഭക്ഷണമൊന്നും കഴിക്കാത്ത ശരീരങ്ങളൊന്നും ആക്കിയിട്ടില്ല. മറിച്ച് അവർ യഅ്കുലൂന ഭക്ഷണമൊക്കെ കഴിക്കുന്ന പ്രവാചകന്മാർ തന്നെ, അല്ലാതെ ഭക്ഷണം കഴിക്കാത്ത ടൈപ്പൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നബി നിങ്ങൾ ഭക്ഷണം കഴിക്കും, ചന്തയിൽ കൂടെ നടക്കും, പാനീയം കുടിക്കും, എല്ലാം ഉണ്ടാവും. കാനു ഖാലിദീന ഫി ദുനിയ അവർ ദുനിയാവിൽ ചിരഞ്ജീവികൾ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരായിരുന്നില്ല. സുമ്മ സദഖനാഹുമുൽ വഅദ പിന്നെ നാം അവരോട് സത്യം പാലിച്ചു, വാഗ്ദാനത്തിൽ ബിഇൻജായി അവരെ രക്ഷപ്പെടുത്തൽ കൊണ്ട്. അങ്ങനെ ഫഅൻജയ്നാഹും പ്രവാചകന്മാരെയൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തി. വമൻ നശാഉ നാം ഉദ്ദേശിച്ച ആളുകളെ അയൽ മുസദ്ദിഖീൻ ലഹും ഈ പ്രവാചകന്മാരെ അംഗീകരിച്ച ആളുകളെ രക്ഷപ്പെടുത്തി. എന്നിട്ട് വഹലക്കനൽ മുസ്രിഫീൻ ഓവറാക്കിയ ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, നശിപ്പിച്ചു കളഞ്ഞു. അഥവാ അൽ മുഖദ്ദിബീൻ ലഹു അവരെ കളവാക്കിയ ആളുകളെ. തീർച്ചയായും സത്യമായിട്ട് നാം താങ്കളിലേക്ക് അയച്ചിട്ടുണ്ട്, നിങ്ങളിലേക്ക്
യാ മാഷർ ഖുറൈശികളെ കിതാബിനെ ഫിഹിയത്തിലുണ്ട് ദിക്കർക്ക് നിങ്ങൾക്കുള്ള ഉപദേശം എന്നഹു ബിരുവത്തിക്കും കാരണം നിങ്ങൾക്കുള്ള ഉപദേശം പ്രത്യേകം പറയാൻ കാരണം നിങ്ങളുടെ ഭാഷയിലാണ്, അറബി ഭാഷയിലാണ്. അഫലാ തഅഖിലൂന നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഫതുഅ്മിനൂന ബിഹി എന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഖസംന എത്രയാണ് നമ്മൾ നശിപ്പിച്ചത് അല്ലേ? ഖസംന എന്ന് വെച്ചാൽ എത്രയാണ് നശിപ്പിച്ചത്, അഹ്ലക്ന എത്രയാണ് നശിപ്പിച്ചത്, നിങ്ങൾക്കറിയാത്ത ഗ്രാമത്തിനാൽ അഹ്ലക്നാഹ എത്ര ഗ്രാമത്തെ നശിപ്പിച്ച് കാനത്ത് ലാലിമത്തൻ അഥവാ ഗ്രാമത്തിലുള്ള ആളുകൾ കാനത്ത് ലാലിമത്തൻ എന്ന് വെച്ചാൽ അക്രമികളായിരുന്ന ഗ്രാമം, അക്രമികളായ ഗ്രാമവാസികൾ കാഫര്യങ്ങളായിരുന്ന അൻശഅനാ ബഅദ അതിനുശേഷം നാം ഉണ്ടാക്കി ഖൗമൻ ആഖരീൻ വേറെ ചില ആളുകളെ ഫലമ്മ അഹസ്സു ബഅസന അവർ നമ്മുടെ ശിക്ഷാ നടപടി കണ്ടപ്പോൾ അതായത് ശഅറ അഹ്ലുൽ ഖറിയ ഗ്രാമത്തിലെ ആളുകൾ അറിഞ്ഞപ്പോൾ ഇഹിലാക്ക് നശിപ്പിക്കാൻ പോവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇദാഹും മിൻഹ യർക്കുദൂൻ നശിപ്പിച്ചപ്പോൾ നശിപ്പിക്കാൻ പോവാന്ന് മനസ്സിലാക്കിയപ്പോൾ ഇദാഹും മിൻഹ അവർ ആ ഗ്രാമത്തിൽ നിന്നും യർക്കുദൂൻ അവർ ഓടുന്നു, യഹ്റബൂന അവർ ഓടുന്നു, മുസ്രീന വേഗത്തിലായിട്ട്. ഫഖാലത്ത് ലഹുൽ മലായികത്തു മലക്കുകളപ്പോൾ അവരോട് പറഞ്ഞു ഇസ്തിഹ്സാഅൻ പരിഹസിച്ചുകൊണ്ട് ലാ തഖ്ലൂ നിങ്ങളോടല്ലേ മറിച്ച് നിങ്ങൾ മടങ്ങി വരൂ ഇലാമാ ഉത്രിഫ്തും നിങ്ങൾക്ക് സുഗാഡംബരമായിട്ട് നൽകപ്പെട്ടതിൽ ഒന്നിലേക്ക് നിഅമതിഹിം ഫീഹി അവരുടെ അഥവാ അവർക്കുള്ള അതിലുള്ള നിയമത്തിലേക്ക് മടങ്ങി വാ അല്ലെ നിഅംതും ഫീഹി അല്ലേ നിഅംതും ഫീഹി നിങ്ങൾക്ക് ആ ഒന്നിൽ അനുഗ്രഹം നൽകപ്പെട്ടിരിക്കുന്ന ആ ഒന്നിലേക്ക് മടങ്ങി വരും. മസാക്കിരിക്കും നിങ്ങളുടെ പാർപ്പിടങ്ങളിലേക്ക് ലഅല്ലക്കും തസ്അലൂന ശൈഅൻ മിൻ ദുനിയാക്കും അലൽ ആദത്തി അങ്ങനെയല്ലേ എല്ലാ തർക്കും വർജിയില മൗത്രിഫ്തും ഫീ മസാക്കിനിക്കും ലഅല്ലക്കും തുസ്അലൂൻ നിങ്ങളോട് ചോദിക്കപ്പെട്ടേക്കും ഷൈൻ എന്തെങ്കിലുമൊക്കെ മിൻ ദുനിയാക്കും നിങ്ങളുടെ ദുനിയാവിനെ പറ്റി അലൽ ആദത്തി പതിവ് എന്നതുപോലെ, അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വരുമോ, തിരിച്ചു വരുമോ എന്ന് പറയും. കാലു അവർ പറയും യാ തമ്പീഹിനാണ്, യാ വൈലന ഹലാക്കന ഞങ്ങളുടെ നാശമേ ഇന്നാക്കുന്ന അള്ളാലിമീൻ ബിൽ കുഫ്ർ കൊണ്ട് ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചവരായിരുന്നല്ലോ എന്ന് പറയും. സമാധാനത്തിൽ കലിമാത്തു ഈ കലിമത്തുകളൊക്കെ ആയിക്കൊണ്ടേയിരിക്കും. ദഅവാഹും അവരുടെ പ്രാർത്ഥന ആയിക്കൊണ്ടേയിരിക്കും. യദ്ഊന ബിഹ അവർ അതുകൊണ്ട് പ്രാർത്ഥിക്കും. വ യുറദ്ദിദൂന അവരെങ്ങനെ മടക്കി മടക്കി പറയും. ഹത്താ ജഅൽനാഹും ഹസീദ അങ്ങനെ ശിക്ഷിക്കൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ നമ്മൾ അവരെ ആക്കി തീർക്കും. ഹസീദൻ വൈക്കോലാക്കും. അതായത് കസർ ഈ കൃഷി പോലെ, അൽ മഹ്സൂദ് അല്ലേ കൊയ്തെടുത്ത കൃഷി പോലെ അഥവാ വൈക്കോല് പോലെ ആക്കുന്നു. ബിൽ മിഞ്ചാൽ മനാജിൽ ജമ്മാണ് മനാജിൽ അഥവാ ഈ മറ്റെന്താ പറയുക അരിവാൾ കൊണ്ട്. ബി അൻ ഖുതിലൂ ബി സൈഫി ഒരു വാൾ കൊണ്ട് കൊല്ലപ്പെടൽ കൊണ്ട്. ഹാമിദീന എന്ന് വെച്ചാൽ മയ്യത്തീന ശവങ്ങളായിട്ട്. ഹുമൂദിന്നാർ എന്ന് വെച്ചാൽ തീക്കട്ടകൾ. ഇതാ തുഫിയത്ത് അത് അണക്കപ്പെട്ടാൽ, തീയുടെ കനൽ കെട്ടാൽ എക്കോല ഉണ്ടാവും അതുപോലെ. വമാ ഖലഖന സമാഅ വൽ അർള വാനഭുവനങ്ങൾ നാം സൃഷ്ടിച്ചില്ല, വാനത്തെയും ഭൂമിയും നാം സൃഷ്ടിച്ചില്ല. വമാ ബൈനഹുമാ അതിൻ്റെ ഇടയിൽ ഉള്ളതിനെയും ലായിബീന വെറുതെ കളിയായിട്ട്, ആബിസീന വെറും കളി അല്ലെ ഒരു അബസായിട്ട് നമ്മൾ വെറുതെ പാഴായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് ദാലീന നമ്മൾ തന്നെ അറിയിക്കുന്നവനായിട്ടാണ് സൃഷ്ടിച്ചത്. അലാ ഖുദ്റത്തിന നമ്മളുടെ ശക്തിയുടെ മേൽ. വനാഫീന ഇബാദന നമ്മുടെ അടിമകൾക്ക് ഉപകാരം ചെയ്യുന്നവനായ നിലക്കാണ് നാം അതിനെയൊക്കെ സൃഷ്ടിച്ചത്. ലോറദിനെ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അന്തത്തഹിദ ലഹുവൻ ഒരു ലഹുവിനെ ഉണ്ടാക്കാൻ, അല്ല അന്നത്തഹിദ ലഹുവൻ ഒരു ലഹുവിനെ സൃഷ്ടിക്കാൻ, ഒരു വിനോദത്തെ ഉണ്ടാക്കാൻ. മായുൽഹാബിഹിൻ അതുകൊണ്ട് നേരം പോക്കുണ്ടാവും. അങ്ങനത്തെ ഒന്ന് മീൻ സൗജത്തിൻ അതായത് എനിക്ക് നേരം ഉണ്ടാകുന്ന സൗജത്തിൻ വല്ല ഭാര്യയുമാണെന്ന് അതുപോലെ ചില കുട്ടിയെ ലത്തഹദിനാഹും ഇല്ലതുന്ന നാം നമ്മുടെ പക്കൽ നിന്ന് തന്നെ അതിനുണ്ടാക്കിയേനെ. ഇനി എന്ത് എൻ്റെ അടുക്കൽ നിന്ന് മേൽ ഹൂർലീനായ പെണ്ണുങ്ങളായാലും വൽമലായിക്ക് തലങ്ങും മലക്കുകൾ ഇന്നാ കുന്ന ഫായിലിൻ തീർച്ചയായും നമ്മൾ ചെയ്യുന്നതായുണ്ട് ദാലിക്ക് അതിനെ. ലാക്കിന്ന പക്ഷെ നമ്മൾ നഫ്അലുഹു അതിനെ ചെയ്തിട്ടില്ല. ഫലം നുരിദ് അതിന് നമ്മൾ ഉദ്ദേശിച്ചിട്ടും ഇല്ല. ബൽ നഖദിഫു പക്ഷേ നമ്മൾ നർമി ബിൽ ഹക്കി ഈമാനി അലൽ ബാത്തിൽ നമ്മൾ ഹക്ക് കൊണ്ട് എറിയുകയാണ് ചെയ്യുക, എറിഞ്ഞു കളയും. അലൽ ബാത്തിലിനെ എറിയും, അൽ കുഫറിനെ ഈമാൻ കൊണ്ട് കുഫറിനെ അങ്ങോട്ട് പാടെ എറിഞ്ഞു കളയും.
ഫയദ് മഹു, അപ്പം ഈ ഈമാൻ എന്ത് ചെയ്യും, കുഫറിനെ നീക്കിക്കളയും, യുദ്ഹിബു അതിനെ നീക്കിക്കളയും. ഫഇദാ ഹുവ സാഹിക്കുൻ, അപ്പം ഈ കുഫർ ബാത്തിൽ നിരർത്ഥകമായത് അഥവാ കുഫർ അത് സാഹിക്കുൻ നീങ്ങിപ്പോകുന്നതാണ്, സാഹിബുൻ പോകുന്നതാണ്. ദമഹു, ദമഹു എന്നുള്ളത് ഫിൽ അസ്ലി ഭാഷാപരമായിട്ട് അത് അസാബ ദിമാഗഹു എന്നാണ്, തലച്ചോറിന് ഏൽക്കുക എന്നാണ്, അഥവാ തലക്കേക്കുക എന്നൊക്കെ പറയില്ലേ. ബില്ലറുബി അടി കൊണ്ട്, അപ്പം അടിച്ചിട്ട് തലക്ക് ക്ഷതേക്കുക, തലച്ചോറിനെ ഏൽക്കുക. വഹുവ മക്കത്തൽ, അതെന്താണ്, മർമ്മമാണ്. അപ്പം മർമ്മത്ത് തട്ടിയിട്ട് നശിപ്പിക്കുക എന്നത്, അതായത് പറ്റിയില്ലാതാക്കി കളയും. അങ്ങനെയാണ് ഈ ദമഹ എന്നത് വന്നത്. തലക്കേറ്റു എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷയമല്ലേ. വലക്കും യാ കുഫാർ മക്ക, യാ കുഫാർ മക്ക, നിങ്ങൾക്കുണ്ട് ഓ മക്കയിലെ കാഫിരീങ്ങളെ, അൽവൈരു നാശം, അല്ല അതാബ് ശക്തി, ശക്തമായ ശിക്ഷ. മിമ്മാ തസിഫൂന അല്ലാഹ ബിഹി, നിങ്ങളായിരുന്നു കൊണ്ടാണ് അള്ളാഹുവിനെ പറ്റി പറഞ്ഞത്, അത് കാരണത്താൽ. പിന്നെ സൗജത്തി, അള്ളാഹുവിന് ഭാര്യയുണ്ട്, അവലതിലെ കുട്ടിയുണ്ടെന്ന്. വലഹു താല, അള്ളാഹു താല കൊണ്ട് മുഫിസമാവാത്തി പറഞ്ഞത്, വാനങ്ങളിലും ഭൂമിയിലുമുള്ള ആളുകളൊക്കെയും മുൽക്കൻ, അള്ളാഹുവിൻ്റെ രാജാധികാരത്തിലാണ് അവരൊക്കെയും. ഓമനിന്തഹു, അവൻ്റെ അടുക്കലുള്ള മലായിക, മലക്കുകളാണ് അതുകൊണ്ട് ഉദ്ദേശം. അവർ മുബത്തത്, അതിന് മുബത്തതാണ് ഏത് ഒമനിന്തഹു എന്നുള്ളത്. അതിൻ്റെ ഖബറാകുന്നില്ല. യസ്തക്ബിറൂന ഇബാദി, അള്ളാഹുവിനെ ആരാധിക്കുന്നതിനെ തൊട്ട് അവർ അഹങ്കരിച്ച് മാറി നിൽക്കുകയില്ല. വലാ യസ്തഹ്സിറൂൻ, ഈ എന്താണ്, അവരെന്താവില്ല, യസ്തഹ്സിറൂൻ, അയ്യ അയ്യ എന്നാണ്, അയ്യ അയ്യ. അപ്പം അയ്യ എന്നാണ് ക്ഷീണിക്കുക എന്നർത്ഥം. അവർ ക്ഷീണിക്കരുതെന്ന് ആരല്ല. ഇസബിയിലെ വന്നാറ്, രാത്രിയിലും പകലിലൊക്കെ ഈ മലക്കളല്ല അവന് തസ്ബീൽ എന്നാണ്. ലാഫ്റ്റ് പറഞ്ഞു അവരെ തൊട്ട് എന്താവില്ല, തളരുകയില്ല. ഫഹുമ മിൻഹും കന്നഫ്സി മിന്ന, അപ്പം ഫഹുവ, അപ്പം ഈ തസ്ബീഹ് എന്നുള്ളത് മിന്ന അവരെന്നുള്ള തസ്ബീഹ് കന്നഫസി, നഫ്സല്ല നഫസി മിന്ന, നമ്മളെന്നുള്ള ശ്വാസം പോലെയാണ് അല്ലേ. ലാ യഷ്ഗുലുന അൻഹു ഷാഗിൽ, നമ്മുടെ ശ്വാസത്തിന് ഒന്നും നമ്മുടെ പ്രയാസപ്പെടുന്നില്ലല്ലോ. എത്ര ശ്വാസം വലിക്കാനും നമുക്കൊരു പ്രശ്നമില്ല, ശ്വാസം വലിക്കാതിരിക്കുമ്പോൾ പ്രശ്നം. അതുപോലെ തന്നെയാണ് മലക്കുകളുടെ അവസ്ഥ, അവർക്ക് തസ്ബീഹ് ഒരു പ്രശ്നമില്ല, ശ്വാസം പോലെയാണ്. അളജൂല അംബിമാന ബൽ, ബല്ലിൻ്റെ അർത്ഥത്തിലാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഇന്തിക്കാലി, ഇന്തിക്കാലിനുള്ള തന്നെയുമല്ല എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ. ഹംസത്തിൽ ഇൻകാർ, ഇവിടുത്തെ ഹംസി അമ്മിലുള്ള അത് ഇൻകാറിനുള്ളതാണ്. തന്നെയല്ല എങ്ങനെയാണോ എന്ന്, അമിത്തഹദൂ, തന്നെയല്ല അവർ സ്വീകരിച്ചു, ആലിഹത്തൻ ആലിഹത്തൻ കാനത്തമിനെ ആർദ്, ഭൂമിയിലൊക്കെ ഉണ്ടായിരുന്ന ഇതിനെ ഇലാഹായിട്ട് സ്വീകരിച്ചോ. കാജിൻ കല്ല് പോലെ, ദഹബിൻ ഫർണും പോലെ, വഫില്ല വെള്ളി പോലെ. ഹും ആലിഹ, ഈ ആലിഹത്തുകളൊക്കെ എന്താണ്, യുൻഷിറൂന ഐ യുഹ്യൗനൽ മൗത്താന്ന്, എന്താ. അപ്പോൾ എന്താണ് യുൻഷിറു എന്ന് വെച്ചാൽ യുഹ്യൗനൽ മൗത്ത, മരിച്ച ആളുകളൊക്കെ എന്താണ് പുനരുജ്ജീവിപ്പിക്കുന്ന ആളുകളാണോ ഈ ഇവർ സ്വീകരിച്ചേക്കുന്ന ഇലാഹുകൾ. വലായക്കൂന് ഇലാൻ ഇല്ലാമ യുഹ്യൽ മൗത്ത, മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്ന ആളല്ലാതെ എന്താവാൻ പറ്റൂല, ഇലാഹാൻ പറ്റൂല. ലൗകാന ഫീഹിമ, ആകാശം അല്ലെ, ഈ സമാധികൾ ആകാശങ്ങളിൽ ഭൂമിയിലും ഉണ്ടായിരുന്നെങ്കിൽ, ആലിഹത്തുൻ ഇലാഹുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ലല്ല അള്ളാഹിനെ കൂടാതെ അള്ളാഹു അല്ലാതെ വേറെ ഇലാഹുകൾ ഉണ്ടായിരുന്നില്ല. ഫസദത്ത്, രണ്ട് ആകെ ഫാസിദായി പോയതിനെ, അതായത് ഖറജത്താനിഹിമ, അതിന് രണ്ടിനെ കോർവ, അതിൻ്റെ രൂപത്തിൽ നിന്ന് പുറത്തു പോയതിനെ, അൽ മുഷാഹദി, ഇന്നിപ്പം ദർശിക്കപ്പെടുന്ന ഒരു രൂപം ഉണ്ടല്ലോ, അതല്ലാതെ വേറൊരു രൂപത്തിലായി പോയതിനെ, ആകെ പ്രശ്നമാവും, ഇലാഹുകൾ അടിയാവൂലേ. ഈ വുജൂദി തമാനു ഈ ബൈനഹും, അവരുടെ ഇടയിൽ പരസ്പര വിലങ്ങുകൾ ഉണ്ടാവുന്നത് കാരണത്താൽ, അല്ല വിഫ്കിലാദത്ത്, ഈ സാധാരണ എന്ന പോലെ. കാരണം ഒരു വിഷയത്തിൽ ഒരേ അധികാരമുള്ള ആളുകളാണ്, അടി ഉണ്ടാവൂലേ. ഇതിൻ്റെ അതുദിൽ ഹാക്കിമി, വിധികർത്താവ് പലതാവുമ്പോൾ, മിനത്തമാനി ഈ പരസ്പര തടസ്സങ്ങളും കാര്യങ്ങളും വിഷയമൊന്നിൽ അതിമിൽ ഇത്തിഫാഖ്, അല്ലെങ്കിൽ അതിൽ യോജിപ്പിലെത്താൻ കഴിയാതിരിക്കുക, അതൊക്കെ ഇവിടെ വരും, ആകെ പ്രശ്നമാകും. ഓ സുബ്ഹാന, തൻസീഹുല്ലാഹി അല്ലേ, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ്. അള്ളാഹു ഉത്ര പരിശുദ്ധനാണ്. റബ്ബി ഖാലിഖൽ അർശി, കുർസി, കുർസിയായ അർഷിൻ്റെ, കുർസി എന്ന അർഷിൻ്റെ ഖാലിക്കായ സൃഷ്ടാവായ
അമ്മ യസിഫൂൻ അവൻ പരിശുദ്ധനാണ് എന്തിനെ തൊട്ട് അവർ പറഞ്ഞുണ്ടാക്കുന്നതിനെ തൊട്ട്. അൽ കുഫാറു കാഫിര്യങ്ങൾ അള്ളാഹിനെ പറയുന്നുണ്ട്. ബി എന്നുകൊണ്ടാണ് പറയുന്നത് മിനി ശരീക്ക് അള്ളാഹ്ക്ക് പങ്കുകാരനെ കണ്ടെന്ന്, ലഹു അവനുണ്ടെന്ന്. പങ്കുകാരും അതല്ലാത്തതും മറ്റുമൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി പറയുന്നുണ്ടല്ലോ, അത് ശരീക്ക് എന്നുള്ളത് അമ്മ യസിഫുവിൻ്റെ മായെന്ന് ബയാനാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു അവനോട് ചോദിക്കപ്പെടുന്നതല്ല അവൻ ചെയ്യുന്നതിനെ സംബന്ധിച്ച്. എന്നാൽ വഹും യുസ്അലൂൻ ഈ ഇലാഹുകളോടൊക്കെ ചോദിക്കപ്പെടുന്നതാണ് അനഫാലി അവരുടെ പ്രവർത്തനത്തെ പറ്റി. അമിത്തഹദ് ഇവിടെയും അമ്മ ആർത്ഥത്തിൽ അമിത്തഹദു തന്നെയല്ല ഇവർ സ്വീകരിച്ചു മിന്ദൂനിഹി തആല അല്ലാഹു തആലയുടെ കൂടാതെ, അതായത് സിവാഹു അല്ലാഹുവിനല്ലാതെ ആലയത്തെ ഇലാഹുകളെ സ്വീകരിക്കുകയാണോ എന്നുമല്ല, അവരങ്ങനെ സ്വീകരിക്കുകയാണ്. അതിലുണ്ട് ഇസ്തിഫാമു തൗബീഹ് ഒരു പേടിപ്പിക്കലിൻ്റെ ചോദ്യമുണ്ട്. കുൽനബി പറയുക ഹാത്തു ബുർഹാനക്കും നിങ്ങൾ നിങ്ങളുടെ പ്രമാണങ്ങൾ കൊണ്ടു അല്ല അതാലിക്ക് അതിനുള്ള അല്ല സബീലേരി അതിലേക്ക് യാതൊരു മാർഗ്ഗം ഉണ്ടാവില്ല. ഹാദാ ഇത് ദിക്റു ഈ എന്താണ് ദിക്റു ഈ എന്നോടൊപ്പമുള്ള ആളുകൾക്കുള്ള ദിക്റാണ്, ഉപദേശമാണ്. ഏതാത് ഉമ്മത്തി എൻ്റെ ഉമ്മത്തിലുള്ള ഉപദേശമാണ്. വഹുൽ ഖുർആൻ അത് ഖുർആനാണ്. ദിക്റു മിൻ ഖബലി എൻ്റെ ഒപ്പമുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ അയക്കപ്പെട്ട ഉമ്മത്തു ദാവയാണ്, അല്ലാതെ ഉമ്മത്തിൽ ഇജാബ എന്നല്ല. മൊത്തത്തിൽ ക്രിസ്ത്യാനികൾ ആർക്കാണ്. പിന്നെ ദിക്റു മിൻ ഖബലി എൻ്റെ മുമ്പുള്ളവർക്കും ഉമ്മമി കഴിഞ്ഞ സമൂഹങ്ങൾ. തൗറാത്ത് അതേതാണ് തൗറാത്ത് ഇഞ്ചീലാണ്. അപ്പോൾ സംഗതി ഒരേ സംഗതികളാണല്ലോ, എല്ലാം അള്ളാഹുവിൻ്റെ കലാമാണല്ലോ. അപ്പോൾ അതല്ലാത്ത തൗറാത്ത് ഇഞ്ചീൽ അതല്ലാത്ത മിൻ കുതുബില്ലാഹി അള്ളാഹുവിനും മറ്റു കിതാബുകളുടെ സുഹുഫ് ഇബ്രാഹിം മൂസ എന്നൊക്കെ പറഞ്ഞ് ലൈസ ഫീ വാഹിദി മിൻ അതിൽ നിന്ന് ഒന്നിലുമില്ല അന്നമ അല്ലാഹു ഇലാഹൻ അള്ളാഹുവിനോടൊപ്പം വേറെ ഇലാഹുണ്ട്. ഇമ്മാക്കാലു അവർ പറഞ്ഞു ഒന്നിനടുത്ത് അലാ അൻദാലിക അള്ളാഹു അതിനെ തൊട്ട് ഉന്നതനായിരിക്കുന്നു. എന്നല്ല അക്സറും അവരിലേറിയ ആളുകളും ആയാലും അൽഹഖ സത്യത്തെ മനസ്സിലാക്കുന്നില്ല. ഈ തൗഹീദ് അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസം മനസ്സിലാക്കുന്നില്ല. ഫഹും മൗരിദൂൻ അനിന്നദരി അൽ മൂസലിലേഹി അതിലേക്ക് എത്തിച്ചേർക്കുന്ന ആ ചിന്തയെ തൊട്ട് അവരെ അവഗണിച്ച് നടക്കുകയാണ്. ആ ചിന്തയെ ചിന്തിക്കുന്നില്ല, ആ ചിന്തയെ തൊട്ട് അവരെ അവഗണന കാണിക്കുന്ന ആളാണ്, അവഗണിച്ച് തള്ളുന്നവരാണ്. ഒമാർസലിനെ മിങ്കബിലിക്ക് അങ്ങയുടെ മുമ്പ് നാം അയച്ചിട്ടില്ല മിൻ റസൂലിനെ ഇല്ല യുഹാ വാഹി അദ്ദേഹത്തെ നൽകപ്പെട്ടിട്ടില്ല. വഫീഖിറാത്ത് നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ഖിറാഅത്തിലുണ്ട് ബിന്നൂനി വകസരി ഹായിന് കസറ ചെയ്തിട്ട് നൂനോട് കൂടി നൂഹി നാം വഹി നൽകിയിട്ടില്ലാതെ ഒരു റസൂലും അങ്ങയുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല. ഇലഹി ആ റസൂലിലേക്ക് നാം വഹി നൽകിയിട്ടില്ലാതെ. അന്നഹു ലാ ഇലാഹ ഇല്ലാന്ന് ഞാനല്ലാതെ വേറെ ഇലാഹില്ലാന്നും ഫഅബ്ദൂനി അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന്, അതായത് വഹിദൂനി എന്നെ ഏകദൈവമായി സ്വീകരിക്കണമെന്ന്. കാലം ഒരു പറഞ്ഞു റഹ്മാൻ സ്വീകരിച്ചിരിക്കുന്നു, റഹ്മാനായ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. വെറുതെ ഒരു കുട്ടിയെ മലായികത്തെ മലക്കുകളിൽ നിന്ന് ഒരാളെ കുട്ടിയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. സുബ്ഹാനഹു അവനത്ര പരിശുദ്ധനാണ്. ബൽ എന്നല്ലാഹും അവർ ഇബാദും മുക്രമൂൻ ഈ മലക്കുകളൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ ആദരിക്കപ്പെടുന്ന ആദരണീയരായ അടിമകളാണ്. ഇന്തോ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയരായ സ്ഥാനമുള്ള ഒരു ഉബൂദിയത്ത് അടിമയാവുക എന്നുള്ളത് തുനാഫിൽ വിലാദത്ത മകനാവുക എന്നതിനോട് എതിരാവുന്നതാണ്. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ അല്ലേ. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി ഖൗല് കൊണ്ട് അള്ളാഹുവിനെ അവരെന്തിയില്ല മുൻകടക്കുകയില്ല. ലാ യഅ്തൂന ബിഖൗലിഹിം അവരുടെ കൗലിനെ അവർ കൊണ്ടുവരികയില്ല. ബാദ കൗലി അള്ളാഹുവിൻ്റെ കൗലിൻ്റെ ശേഷമല്ലാതെ. അപ്പോൾ അള്ളാഹ് പറഞ്ഞിട്ടേ അവർ എന്തെങ്കിലും ആവുള്ളൂ. വഹും ബിഅംരിഹി യഅമലൂൻ അവരോ അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ട് യഅമലൂൻ അമല് ചെയ്യുന്നവരാണ്. ഇബാദഹു അള്ളാഹു എന്താണ് പറഞ്ഞത് അതിന് ശേഷം അവർ അമല് ചെയ്യും. യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും മലക്കുകളുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നുണ്ട്. അതായത് മാമിലൂ അവർ ചെയ്തതും വമാഹും ആമിലൂന അവരെന്തിനെയാണ് ചെയ്യാൻ പോകുന്നത് അതിനെയും. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർത്തദാ ശുപാർശ ചെയ്യുകയില്ല ഇല്ല ലിമൻ ഇർത്തദാ തആല അല്ലാഹു തആല തൃപ്തിപ്പെട്ട ഒരാൾക്ക് അല്ലാതെ അല്ലേ. അയ്യുഷഫി അലഹു അവന് ശുപാർശ അവൻ്റെ ശുപാർശ സ്വീകരിക്കലിന് അല്ലെ. ഷഫ എന്ന് വെച്ചാൽ ശുപാർശ സ്വീകരിക്കുക. ഷഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുപാർശ ചെയ്യുക. ഷഫ യഷ്ഫ അത് ശുപാർശ ചെയ്യുക, സ്വീകരിക്കുന്നതിന് ഷഫ. അപ്പോൾ അയ്യു ഷഫി ലഹു ആരുടെ ശുപാർശ സ്വീകരിക്കണമെന്നാണ് അള്ളാഹു തൃപ്തിപ്പെടുന്നത് അവരല്ലാതെ എന്ത് ചെയ്യില്ല, ശുപാർശ ചെയ്യുകയില്ല. വഹുമിൻ ഖശ്യതിഹി തആല അള്ളാഹു തആലയോടുള്ള ഭയം കാരണത്താൽ അവരാകെ മുഷ്ഫിഖൂന പേടിച്ചേരേണ്ടവരായിരിക്കും. ഖായിഫൂന പേടിക്കുന്നവരായിരിക്കും. വമൻ യഖുൽ മിൻഹും ഇന്നി അവരിൽ നിന്നും ആരാണോ പറയുന്നത് ഇന്നി ഇലാഹും മിൻ ദൂനിഹി ഇല്ലാഹി അള്ളാഹുവിനെ കൂടാതെ ഞാനാണ് ഇലാഹ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വഹുവ ഇബ്ലീസ് ആരാണോ പറഞ്ഞത് അവരുടെ കൂട്ടത്തിൽ ആരാ അങ്ങനെ പറയുമോ? അത് ഇബ്ലീസ് പറഞ്ഞു അല്ലേ. മലക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നല്ലോ ഇബ്ലീസ്. ദാഇല ഇബാദത്തി നഫ്സിഹി തന്നെ ഇബാദത്ത് ചെയ്യുന്നതിലേക്ക് അവൻ ക്ഷണിച്ചു. അമറ ബിതാഅതിഹി തന്നെ വഴിപ്പെടാൻ അവൻ കൽപ്പിച്ചു. ഫദാലിക നജ്സിഹി ജഹന്നം അവൻ നജ്സിയാണ് നാം നൽകും ജഹന്നമിനെ. കദാലിക അപ്രകാരം തന്നെ കമാ നജ്സിഹി നാം അവൻ ജഹന്നം നൽകുന്നത് പോലെ തന്നെ നജ്സിൽ ളാലിമീന മുശ്രിക്കീങ്ങൾക്ക് നാം നൽകുന്നതാണ് ജഹന്നമിനെ. അവലം
അല്ലെ ബിവാവിൻ വതർക്കിഹ, അലം എന്നും കറാത്തുണ്ട്, അവലം എന്നും കറാത്തുണ്ട്. യറ എന്ന് വെച്ചാൽ ഈ അലമില്ലദീന കഫറു, കാഫര്യങ്ങളായ ആളുകൾ മനസ്സിലാക്കിയിട്ടില്ലേ, കണ്ടില്ലേ. അന്നസമാവാത്തിയറുള്ള, ആകാശം ഭൂമിയൊക്കെ കാനത്ത അതുണ്ടായിരുന്നു എന്ന്, അതായിരുന്നു എന്ന്, റത്തക്കനായിരുന്നു എന്ന്, അതായത് സദ്ദെന്ന് വെച്ചാൽ വിമാന മസ്തൂത അടക്കപ്പെട്ടതായിരുന്നു എന്ന് അവർ കണ്ടില്ലേ. ഫതഖ്നാഹമാ, എന്നിട്ട് നാം അവരെ അതിനെ പിളർത്തി, അതായത് ജഅൽന സമാ സബഅൻ, ആകാശത്തെ ഏഴാക്കി, വളർന്ന ഭൂമിയെയും ഏഴുതട്ടാക്കി. എന്നിട്ട് അല്ലെങ്കിൽ ഫതഖസ്സമാ, അല്ലെങ്കിൽ ആകാശത്തെ മാത്രം എന്തായി, നാം പിളർത്തി. ഇൻ കാനത്ത് ലാ തുംതിറു ഫഉംതിറത്ത്. അല്ലെങ്കിൽ എന്താണ്, ഔ അല്ലേ, ഫതഖസ്സമാ, ആകാശത്തെ പിളർത്തി. അൻകാനത്ത് ലാ തുംതിർ, അൻകാനത്ത് ലാ തുംതിർ എന്ന് വെച്ചാൽ മഴ വർഷിപ്പിക്കാതിരിക്കുന്നതിന് ഇരുന്നത് കാരണത്താൽ, മഴ വർഷിപ്പിക്കാതിരിക്കുന്നത് കാരണത്താൽ ആകാശത്തെ പിളർത്തി പലതാക്കി തിരിച്ചു. അംതറത്ത്, അങ്ങനെ അത് മഴ വർഷിപ്പിച്ചു. ഫതഖലർള, ഭൂമിയെ പിളർത്തി പലതട്ടായിട്ട് തിരിച്ചു. ഇൻകാനത്ത് അല്ല അൻകാലത്ത് ലാ തുമ്പിത്തു, അത് തുമ്പിത്ത, അത് മുളപ്പിക്കാതിരിക്കുന്നത് കാരണത്താൽ, അപ്പം മുളപ്പിക്കാതിരിക്കും തട്ടാവാതിരിക്കുമ്പോൾ, അങ്ങനെ ഫാമ്പത്തത്ത്, അത് മുളച്ചു. അതായത് അള്ളാഹുവിനെ പിളർത്തിയപ്പോൾ അതെന്തായി, മുളച്ചു. അപ്പോൾ ആകാശം ഒറ്റത്തട്ട്, ഭൂമിയൊക്കെ ചേർന്നിരിക്കുകയാണ്. അവിടെ ആകാശത്തു നിന്നും വെള്ളവും വീഴില്ല, ഭൂമിയിൽ ഒന്നും മുളയ്ക്കുകയും ഇല്ല. വജഅൽനാ മിനൽ മാഇ, നാം ഉണ്ടാക്കി വെള്ളത്തിൽ നിന്നും, അന്നാസിലി മിനസ്സമായ, ആകാശത്ത് നിറങ്ങി വരുന്ന വെള്ളം, വന്നാബി മിനൽ അർള്, ഭൂമിയിൽ നിന്ന് ഉറവലിക്കുന്ന വെള്ളത്തിൽ നിന്ന്, കുല്ല ഷൈഇൻ ഹയ്യിൻ, എല്ലാ ജീവനുള്ള വസ്തുവിൻ, നബാത്ത് വഗൈരിഹി, സസ്യം അതല്ലാതെ, അതായത് ഫൽമാഉ സബബുൻ ലി ഹയാത്തിഹി, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെള്ളം എന്നുള്ളത് അതിൻ്റെ ജീവന് നിമിത്തമാണ്. അഫലാ യുഅ്മിനൂന ബിതൗഹീദിഹി, എന്നിട്ട് അവരെന്താവുന്നില്ല, ഉണ്ടല്ലോ, അപ്പോൾ എന്നിട്ട് അവരെന്താവുന്നില്ലേ, വിശ്വസിക്കുന്നില്ലേ എൻ്റെ ഏകത്വത്തെ സംബന്ധിച്ച് കുറിച്ച്. വജഅൽനാ ഫിൽ അർളി, ഭൂമിയിൽ നാം ഉണ്ടാക്കി, റവാസിയ, ഈ ജിബാലൻ പർവ്വതങ്ങളെ, സവാബിത്ത, നല്ല ഉറച്ച, അല്ലാ തമീദ, അൻതമീദ എന്ന് വെച്ചാൽ അല്ലാ തമീദ, തതഹറക ബിഹിം, ആ ഭൂമി ഇവരെയും കൊണ്ട് എന്താവാതിരിക്കാൻ വേണ്ടി, ഇളകാതിരിക്കാൻ വേണ്ടി ആണികളായിട്ട് പർവ്വതങ്ങളെ അവിടെ പടച്ചു വെച്ചു. വജഅൽനാ ഫിഹാ, എന്നിട്ട് ഈ പർവ്വതങ്ങളിലാക്കി നാം ഉണ്ടാക്കി, ഐ റവാസി പർവ്വതങ്ങളിൽ, വിജായം എന്ന് വെച്ചാൽ മസാലിക, മസ്ലക്കുകൾ, വഴികൾ, സുബലൻ അല്ലെ, അതിൻ്റെ പ്രവേശികൾ എന്താക്കി, സുബലൻ മാർഗങ്ങൾ, അഥവാ സുബലനാക്കി. ഫിജാജൻ എന്ന് വെച്ചാൽ അത് ബദലാക്കിയില്ല, അതായത് തുറുക്കൻ നാഫിദത്തൻ, വാസിയെ തുറന്ന വിശാലമായ വഴികൾ ഉണ്ടാക്കി പർവ്വതങ്ങളിലൂടെ. ലഅല്ലഹും യഹ്തദൂന, അവർ മാർഗങ്ങളിൽ, ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടി, ഇലാ മഖാസിദ, അവരുടെ ഉദ്ദേശങ്ങളിലേക്ക്, ഫിലസ്വാരി, യാത്രകളിൽ. വജഅൽന ആകാശത്തെ നാമാക്കി, സഖഫൻ ലിൽ അർളി, ഭൂമിക്ക് ഒരു മേലാപ്പാക്കി, മേൽക്കൂരയാക്കി, കസഖഫിൽ ബൈത്ത്, വീടിൻ്റെ മേൽക്കൂര പോലെ. മഹ്ഫൂദൻ അൻ വുഖൂഇ, അത് തന്നെ എന്താണ്, മഹ്ഫൂദൻ സംരക്ഷിക്കപ്പെട്ടതായ നിലയ്ക്ക് ആകാശത്തെ ആക്കി, സംരക്ഷിക്കപ്പെട്ടതായ തട്ടാക്കി, അനിൽ വുഖൂഇ, വീഴുന്നത് തൊട്ട്. ആകാശം അങ്ങനെ വീണാലോ, അങ്ങനെ ഒന്നുമില്ലല്ലോ. ബഹുമാനായത്തിഹ, എതിർസ്ഥിതി, അവർ തന്നെ നമ്മുടെ ആയത്തുകളെ, വിനശംസി, നമ്മുടെ ദൃഷ്ടാന്തങ്ങളായിട്ടുള്ള സൂര്യൻ, അതുപോലെ തന്നെ കമൽ, ചന്ദ്രൻ, നുജൂം, നക്ഷത്രങ്ങളിലൊക്കെ തൊട്ടൊക്കെ അവരെന്താണ്, അതിനെ തിരിഞ്ഞു കളയുന്നവരാണ്. മൊയ്തുവിന ലാ യതഫക്കറൂന ഫിഹ, അതിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഫയഅലമൂന, ചിന്തിക്കാതെ അവർക്ക് മനസ്സിലാക്കാറില്ല. അന്ന ഖാലിഖഹ, അതിൻ്റെയൊക്കെ സൃഷ്ടാവായ ആളല്ല, ശരിക്കലും അവനൊരു പങ്കാരൻ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടേനെ. വഹുവല്ലദീ, അല്ലാഹു യാതൊരുവനാണ്, അല്ലദീ ഖലഖൽ ലൈല വന്നഹാര, രാപ്പകലുകളെ സൃഷ്ടിച്ചു, വശംസ വൽ ഖമറ, സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ചു, കുല്ലുൻ അല്ലെ, തൻവീഹി, കുല്ലുൻ തൻവീനുഹു, അതെ, കുല്ലുൻ എന്നുള്ള തൻവീന് ഇവദുൻ അൻ മുളാഫിലി, മുളാഫിലി തൊട്ടുള്ള എന്താണ്, പകരം വന്നാണ്. അപ്പോൾ കുല്ലുൻ, അവകളൊക്കെ എന്ന്, കുല്ലുഹ എന്നാണ്. അപ്പോൾ അവകളൊക്കെ, മിനശംസി വൽഖമരി, സൂര്യനും ചന്ദ്രനും ഒക്കെ അർത്ഥം. രാത്രിയും പകലല്ല, സൂര്യനും ചന്ദ്രനും അത്രമാത്രം. കുല്ലുഹ എന്നല്ല, അപ്പം കുല്ലുഹുമ എന്ന് വരും എൻ്റെ അർത്ഥം. പിന്നെ താബിയു, സൂര്യൻ ചന്ദ്രൻ മാത്രമല്ല, പിന്നെ പലതും ഉണ്ട് അതിനെ തുടർന്ന് വരുന്നതെന്ന് വെച്ചാൽ പഴയ കാലത്തുള്ള ഇതാണ്, അല്ലാതെ നക്ഷത്രങ്ങൾ അതിനേക്കാൾ വലുതല്ലേ. പിന്നെ നമ്മുടെ ദൃഷ്ടിയിൽ ചെറുതാണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാഴ്ചയിൽ താബിയാണ് ഇത് നക്ഷത്രങ്ങൾ. അതുകൊണ്ട് അങ്ങനെ വഹുവിൻ നുജൂം, നക്ഷത്ര വഹുവിൻ നുജൂം, അതെന്താണ്, നക്ഷത്രങ്ങളാണ്.
എന്താ ലാവകളൊക്കെയും ഫി ഫലക്കിൻ ഒരു ഫലക്കിലാണ്, ഒരു ഓർബിറ്റിലാണ്. ഈ മുസ്തദീർ ഒരു വട്ടത്തിൽ എന്താണ് പരിക്രമണം ഇങ്ങനെ ചടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. കത്താഹൂനി ഫിസമ കത്താഹൂനത്തി താഹൂനത്ത് പോലെ അഥവാ താഹു എന്ന് പറയില്ല അതിനെ പറ്റിയ മറ്റേ ആസുകല്ല് പോലെ ഇങ്ങനെ കറങ്ങുന്ന ആസുകല്ലിൻ്റെ മറ്റേ സാധനം ഉണ്ടല്ലോ വടി വെച്ചിട്ട് ഇങ്ങനെ ചുറ്റൂലേ അതുപോലെ ഫിസമായി ആകാശത്തിൽ ഈ യസ്ബഹു അവരിങ്ങനെ എന്താണ് സഞ്ചരിക്കുക, നീന്തുക അഥവാ ഒഴുകുക, സഞ്ചരിക്കുക. യസീറൂന വിസുറത്തിൽ വളരെ വേഗം. കസാബിഹി ബില്ലായി വെള്ളത്തിൽ നീന്തുന്ന പോലെ. വല തഷ്ബീഹി ബിഹി അന്നി ബി ലമീരി ജംഇ മയ്യാക്കിലു അല്ലേ. വല തഷ്ബീഹി ബിഹി ഈ സാബിഹിനോട് നീന്തുന്ന വെള്ളത്തിൽ നീന്തുന്ന ആളോട് സദൃശ്യപ്പെടുത്തിയ കാരണത്താലാണ് അതാബി ലമീരി ജമ്മിൻ്റെ ലമീറിനെ കൊണ്ടുവന്ന്. തസ്ബഹു എന്ന് പറഞ്ഞാൽ പോരാ, ഇവകളൊക്കെ സഞ്ചരിക്കുന്നു. പക്ഷേ യസ്ബഹൂന ആണ് ജീവനുള്ളതിന് പറയുന്ന രൂപത്തിലല്ല പറഞ്ഞ. അപ്പോൾ ലമീരി ജമ്മീമിനെ മയ്യാക്കിലു ആക്കിലിൻ്റെ ബഹുവചനത്തിൻ്റെ ലമീർ കൊണ്ടുവന്നത് ഈ സാബിഹിനോട് സദൃശ്യപ്പെടുത്തിയ കാരണത്താലാണ്. വനതല ഇറങ്ങിയില്ല അമ്മ കാൽ കുഫാറു കാഫര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞപ്പോൾ ഇന്ന മുഹമ്മദൻ എന്താണ് ഇന്ന മുഹമ്മദൻ സയ്മൂത്ത് മുഹമ്മദ് എന്താണ് പിന്നീട് മരിക്കുന്നതാണ് എന്ന് കാഫര്യങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹ് ഇറക്കിയതാണ്. മമാജ എന്നാൽ ബഷീറിൻ കബലിക്കൽ ഹുൽദ് അങ്ങയുടെ മുമ്പുള്ള ഒരാൾക്ക് നാം ഹുൽദിനെ നൽകിയിട്ടില്ല. അതിൽ ബക്ക അവശേഷിക്കൽ ഫി ദുനിയാവിൽ നിന്നും അവശേഷിക്കുക എന്നുള്ള സംഗതി ആർക്കും നൽകിയിട്ടില്ല. ഫൈമിത്ത അങ്ങനെ മരിച്ചാൽ ഫഹുമുൽ ഖാലിദൂൻ അങ്ങ് മരിച്ചിട്ട് ഫഹുമുൽ ഖാലിദൂന ഫിഹ അവരവിടെ അങ്ങനെ ശാശ്വതരായിരിക്കും ഒരിക്കലും ഇല്ല. അങ്ങയുടെ മുമ്പുള്ള ആളുകളൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ അവശേഷിക്കുക എന്നുള്ള സംഗതി ഇല്ല. ഫിഹ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇല്ല. അപ്പോൾ ജുംലത്തുൽ അഖീറ അപ്പോൾ അവസാനത്തെ ജുംല എന്നുള്ളത് മഹലിൽ ഇസ്തിഫാമിൽ ഇൻകാരിയായ ഇസ്തിഫാമിൻ്റെ മഹലിലാണ് അല്ലെ. അല്ല എന്നൊരു ആൻസർ കിട്ടുന്ന ചോദ്യമാണ്. വല്ല നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഏതൊരു ശരീരം മരണത്തെ രുചിക്കുന്നതാണ് ദുനിയാവിൽ. വനബുലുവക്കും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. നഖ്തബർക്ക് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. ബിശരി വൽ ഖൈരി തിന്മ കൊണ്ടും നന്മ കൊണ്ടും. കഫക്കരും ദാരിദ്ര്യം പോലെ, വകനും സമ്പന്നത പോലെ, സഖമിൻ രോഗം പോലെ, വസിഹ ആരോഗ്യം പോലെ. ഫിത്തനത്തൻ ഒരു ഫിത്തന എന്ന രൂപം ഒരു ഫിത്തന മഫൂൽ ലഹു ഒരു ഫിത്തനയ്ക്കായിട്ട് അല്ലേ. അതായത് ഒരു പരീക്ഷണാർത്ഥം എന്നർത്ഥം. അതായത് ലിനന്ദുറ നമ്മൾ കാണാൻ വേണ്ടി തുബസിറൂന വതഷ്കുറൂന അല്ലേ. അഫ തസ്ബിറൂന തഷ്കുറൂന ഔല നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ, നിങ്ങൾ നന്ദിയുള്ളവരാവുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി കാണാൻ വേണ്ടി. വൈലൈന തുർജഊൻ എന്നിലേക്ക് നമ്മളിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഫനുജാസിക്കും എന്നിട്ട് നിങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്. ഇതാറ കല്ലദീന കഫറു അങ്ങേ കണ്ടാൽ കാഫര്യങ്ങളായ ആളുകൾ ഇല്ലാഹുസ്വ അങ്ങേ അവർ ഒരു പരിഹാസപാത്രമല്ലാതെ ആക്കുകയില്ല. അതായത് മഹുസ്വമ്പി പരിഹാസപാത്രമല്ലാതെ ആക്കുകയില്ല. യഖൂലുന അവർ പറയും ഇയാളാണോ യദ്കുറു ആലിഹത്തക്കും നിങ്ങളുടെ ഇലാഹിനെ പറ്റി പറയുന്നത് പലതും. അതായത് നിങ്ങളുടെ ഇലാഹിനെ പറ്റി മോശം പറയുന്നത് ഈ മുഹമ്മദാണോ. വഹും ബിദിക്രി റഹ്മാനി എന്നാൽ ആ ചങ്ങാതിമാർ ഈ കാഫര്യങ്ങളായ ആളുകൾ ബിദിക്രി റഹ്മാനി റഹ്മാനായ അള്ളാഹുവിൻ്റെ ദിക്റിനെ കൊണ്ട് ലഹും അല്ലേ റഹ്മാനായ അള്ളാഹു അവർക്കായിട്ട് നൽകിയ സാരോപദേശം അതിനെ കൊണ്ട് ഹും അവർ തന്നെ അത് തേക്കീതാണ്. ഒന്നാമത്തെ വഹും എന്ന് പറഞ്ഞാൽ അതിനെ തേക്കീതാണ്. കാഫിറൂന ബിഹി ആ സാരോപദേശത്തെയൊക്കെ അവർ നിഷേധിക്കുന്ന ആളുകളാണ്. ഇത് എപ്പോൾ കാലിയവർ പറഞ്ഞപ്പോൾ മാനാരിഫ് നമുക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വനതല ഇറങ്ങി ഫിസ്റ്റിജാലിഹിമുൽ അദാബ് അവർ ശിക്ഷയെ വേഗം വേണം എപ്പോഴാണ് ശിക്ഷ എന്നൊക്കെ ചോദിച്ച് വേഗത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ ഇറങ്ങിയതാണ്. ഹുലക്കൽ ഇൻസാനി മിൻ അജൽ മനുഷ്യനെ ധൃതിയോട് കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതായത് ഇന്നഹൂല കസീറത്ത് എന്താണ് കസറത്തു അജലിഹിയാണ്. ഇന്നഹൂല കസറത്തു അജലിഹിയാണെന്ന് വെച്ചാൽ ധൃതി കൂടുതലുള്ളവനാണ് മനുഷ്യൻ. ഫിയഹ്വാലി അവൻ്റെ അവസ്ഥകളിൽ കനഹു അവനായതുപോലെയുണ്ട്. ഹുൽക്ക മിൻഹു ആ ധൃതിയിൽ നിന്ന് തന്നെ പടക്കപ്പെട്ടതുപോലെയുണ്ട്. ഒരിക്കും ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിക്കുന്നതാണ് ആയാതി എൻ്റെ ആയത്തുകൾ. അതായത് മവാഈദി ബിൽ അദാബി ശിക്ഷ കൊണ്ടുള്ള എൻ്റെ താക്കീതുകൾ നിങ്ങളെ കാണിക്കുന്നതാണ്. ഫലാ തസ്തഅജിലൂന ബിഹി അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ധൃതി കാണിക്കൊന്നും വേണ്ട. ഫഅറാഹുമുൽ ഖത്ല ബി ബദർ അങ്ങനെ അവരെ ബദറിൽ കൊല്ലപ്പെടൽ കൊണ്ട് അവരെ അള്ളാഹു കാണിച്ചു കൊടുത്തു അള്ളാഹുവിൻ്റെ മവാഇദുകൾ. വയക്കൂലൂന അവർ ചോദിക്കുന്നു മതാഹാദൽ വഅദു ഈ വാഗ്ദാനം എപ്പോഴാണ്. ഈ ബിൽക്കിയാമ അന്ത്യദിനം കൊണ്ടുള്ള വാഗ്ദാനം എപ്പോഴാണ്. ഇൻകുന്തും സ്വാദിഖീൻ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഫി ആ വിഷയത്തിൽ കാലത്ത് അല്ലാഹു തആല പറഞ്ഞു അലമുല്ലദീന കഫറു കാഫിര്യങ്ങളായ ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ ഹീന ലാ യകുഫൂന യദ്ഫഊന അവർ തടയാത്ത സമയത്ത് അൻ വുജൂഹിഹിം അവരുടെ മുഖത്തെ തൊട്ട് അന്നാറ നരകത്തെ തീയെ അപശിക്ഷ തീ അത് അവരുടെ മുഖത്ത് പതിക്കുന്നതിനെ തൊട്ട് അവർക്ക് തടയാൻ കഴിയാത്ത ഒരു സമയത്തെങ്ങാനും കാഫിര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ
വല അൻ ളുഹൂരിഹിം അവരുടെ ളുഹൂർ അവരുടെ മുതുകുകളെ തൊട്ടും വലാഹും യുൻസർ അവരെ സഹായിക്കപ്പെടാത്ത ഒരു സമയം, ആ സമയം യുംനഊന മിൻഹാ ശിക്ഷയിൽ നിന്ന് തടയപ്പെടാത്ത ഫിൽ ഖിയാമ അന്ത്യദിനത്തിൽ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ ജവാബ് അതിൻ്റെ ആ ലൗവിൻ്റെ ജവാബ് മാ കാലു ദാലിക അവരിത് പറയുമായിരുന്നില്ല, അത് കളയപ്പെട്ടതാണ്. വല്ല നല്ല തീഹുൽ ഖിയാമ അവർക്ക് അവരുടെ അടുക്കൽ ഖിയാമത്ത് വരുന്നതാണ്, ഭക്തത്തെ പെട്ടെന്ന് തന്നെ പൊടുന്നനെ വരും. അങ്ങനെ ഒത്തബഹത്തുഹും അവരാകെന്താവും തുഹയ്യിറും അവ ഭയചകിതരാക്കും ഈ ഖിയാമന്നാൾ. ഫലായിസ്തീവന അപ്പോൾ അവർക്ക് കഴിയില്ല റദ്ദഹ അതിനെ തടയാൻ വേണ്ടി. വലാഹും യുൻദറൂൻ അവർക്ക് സാവകാശം നൽകപ്പെടുകയില്ല, അവരെ കാത്തിരിക്കപ്പെടുകയില്ല. യുമലൂന സാവകാശം നൽകപ്പെടുകയില്ല. ലിതൗബത്തിൻ ഔ മഅദിറത്തിൻ പശ്ചാത്താപത്തിനോ അല്ല ഒഴികഴിവ് ബോധിപ്പിക്കാനോ. വലഖദ് ഇസ്തുഹ്സിയ ബിറുസുലിൻ മുർസലീങ്ങളെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് മീൻ കബലിക്ക് അങ്ങയുടെ മുമ്പ് ഫീഹി. അപ്പോൾ ഈ പറയുന്നതിലുണ്ട് തസ്ലിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആശ്വാസമേകലുണ്ട്. ഫഹാക്ക എന്നിട്ട് നസല ഇറങ്ങി ബില്ലദീന സഹറു മിൻഹും അവരിൽ നിന്നും പരിഹസിച്ച ആളുകളിൽ ഇറങ്ങി. മാ കാനു ബിഹി യസ്തഹ്സിഊൻ അവരേതൊന്നിനെയാണോ പരിഹസിച്ചിരുന്നത് ആ കാര്യം തന്നെ ഇറങ്ങി. വഹുവൽ അദാബ് അതാ ശിക്ഷയാണ്, ശിക്ഷയെ പറ്റിയാണ് അവർ പരിഹസിച്ചിരുന്നത്, ആ ശിക്ഷ അവരിൽ തന്നെ ഇറങ്ങി. അള്ളാഹ് ഇതുപോലെ തന്നെ അപ്രകാരം തെറ്റി യഹീഖു ബിമൻ ഇസ്തഹ്സഅ ബിക അങ്ങനെ പരിഹസിക്കുന്ന ആളുകളിലും അത് ഇറങ്ങുന്നതാണ്. കുല്ലഹും അങ്ങ് അവരോട് പറയണം മയ്യക്കലക്കും യഹ്ഫദുക്കും ആരാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് ബില്ലയിൽ രാത്രിയിലും വനഹാരി പകലിലും മിൻ റഹ്മാൻ റഹ്മാനായ ആൾ അള്ളാഹുവിൽ നിന്നും. അഥവാ മിന്നതാബി അള്ളാഹു രാത്രി ശിക്ഷ കൊണ്ടോ നല്ല പകൽ ശിക്ഷ കൊണ്ടെന്നോ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ആരാണ് നിങ്ങളെ സംരക്ഷിക്കുക എന്ന് ചോദിക്കുക. ഇന്ന ചിലപ്പിക്കും ആരിശിത്തങ്ങളിൽ ഇറങ്ങിയാൽ അതായത് ലാഹദ ഒരാളില്ല എഫലതാലിക്ക് അത് ചെയ്യുന്നതായിട്ട്. ഒരു മുഖാത്തപ്പൻ ഇവിടെ അഭിസംബോധന ചെയ്യപ്പെടുന്ന ആളുകളിൽ ഹഫുൻ അതാബ് അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യം ഒരാ ശിക്ഷ നിരാകരിക്കുന്ന കാരണത്താൽ. വല്ലമൊന്നല്ലാവും അവർ ദിക്രി റബ്ബി അവരുടെ റബ്ബിൻ്റെ ഉപദേശത്തിൽ നിന്നും അതിൽ ഖുർആൻ തൊട്ട് മരുന്ന് അവഗണിക്കുന്നവരാണ്. രാജ്യത്തെ ഫുക്കറിന് അതിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഫിഹ അപ്പം അന്ന് പറഞ്ഞു ഫിഹ അതിലുണ്ട് മാനൽ ഹംസയുടെ അർത്ഥമുണ്ട്. ഏത് ഹംസ അല്ലെങ്കിൽ ഇൻകാറിൻ്റെ അതോ ഇങ്ങനെയാണോ അല്ല എന്നർത്ഥം അല്ലേ, അതെങ്ങനെയാണോ അങ്ങനെയല്ല എന്നർത്ഥം. അതായത് അല്ലേ അം ലഹും ആലിഹത്തുൻ തംനഉഹും അവർക്ക് അവരെ തടയുന്നതായ വല്ല ഇലാഹുകളുണ്ടോ മിമ്മ യസൂഹും അവരെ മോശമാക്കുന്ന കാര്യത്തിൽ നിന്നും അവരെ തടയുന്ന മിന്ദൂന്ന നമ്മളെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടോ. അതായത് അലഹും യംനഉഹും മിൻഹു ഒയ്റുന നാം അല്ലാതെ വേറെ ആരെങ്കിലും അവരെ ശിക്ഷയിൽ നിന്നും അവരെ മോശമാക്കുന്ന അവരെ പ്രയാസപ്പെടുത്തുന്ന കാര്യത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ആരിലുണ്ടോ. ഇല്ല. ഇസ്തിഫാമിൻ കാര്യമാണ്. ലായസ്തീന ആലിഹ ഈ ആലിഹത്ത് കണ്ടിട്ട് അവകൾക്കൊന്നും സാധിക്കുകയില്ല. നസ്രാംസി അവരെ തന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. ഫലായൻ സുറൂനഹും അപ്പോൾ എന്തായാലും അവരാരാധിക്കുന്ന ചങ്ങായ കാഫര്യങ്ങളെ സഹായിക്കുകയില്ല ഈ ആലിഹത്ത് നിന്നും. വലാഹും അയിൽ കുഫാറു ഈ കാഫര്യങ്ങൾ നമ്മിൽ നിന്നും മിനാദാവിന് നമ്മുടെ ശിക്ഷയിൽ നിന്നും യുസ്ഹബൂന് യുജാ റൗന അവർക്ക് ജിവാറ് അല്ലെ അല്ലെങ്കിൽ അഭയം നൽകപ്പെടുന്നതല്ല. യുക്കാലു സഹിബക്കല്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പറയപ്പെടാറുണ്ട്. സഹിബക്കല്ലാ എന്ന് വെച്ചാൽ എന്താണ്, ഹഫുലക്കല്ലാ അല്ലാഹ് നിന്നെ സംരക്ഷിക്കട്ടെ എന്ന്. വാജാറക്ക ഹഫുലക്ക വാജാറക്ക എന്ന് സംരക്ഷിക്കട്ടെ അഭയം നൽകട്ടെ എന്നർത്ഥത്തിൽ സഹിബക്ക പറയാറുണ്ട്. അപ്പോൾ ഈ സബ് എന്ന് വെച്ചാൽ അവർക്ക് സംരക്ഷണം അഭയം നൽകപ്പെടുന്നതല്ല. വൽമത്തായന മറിച്ച് നാം സുഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹൗലായി കൂട്ടരെയും ഇവരുടെ പിതാക്കന്മാരെ കബിമ ഒന്നുകൊണ്ട് അൻഅംനാലി അവരുടെ മേൽ നാം അനുഗ്രഹമായി ചെയ്ത് ഒന്നുകൊണ്ട് സുഖിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഏതുവരെ ഹത്താ താല അലൈഹിമുൽ ഉമുറു അവരുടെ മേൽ പ്രായം എന്താവുന്നു നീളുന്നിടം വരെ. അങ്ങനെ ഫഖത്തറു ബിദാലിക അങ്ങനെ അതുകൊണ്ട് ആ അനുഗ്രഹമൊക്കെ കിട്ടിയോണ്ടാവോ ഇത് തന്നെയാണ് ഇത് തന്നെ ശരി ഇത് മതി എന്നൊക്കെ വിചാരിച്ചിട്ട് അതുകൊണ്ട് അവർ വഞ്ചിതരായി. അഫലായ റൗന അവർ മനസ്സിലാകുന്നില്ലേ കാണുന്നില്ലേ അന്നാനത്തിലർന്ന നാം ഭൂമിയുടെ അടുക്കൽ ചെല്ലുന്നത്. ഞക്കസിദ് അർലഹും ഭൂമിയുടെ അടുക്കൽ ചെല്ലാന്ന് ഭൂമിയെ നാം ഉദ്ദേശിക്കുന്നത് ഞങ്കുസുഹ നാം തന്നെ അതിന് ചുരുക്കുന്ന നിലക്ക് മിനത്രാഫെ അതിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ നിന്നും ബിൽ ഫത്തഹി ഞങ്കുസുഹ മിൻ അത്തുറാഫിഹ ഹംസക്ക് ഫത്ത് അല്ല സോറി അങ്ങനെയല്ല ബിൽ ഫത്തി അല്ല നബിയുടെ മേൽ ഫത്ത് വിജയം നൽകൽക്കൊണ്ട്. അപ്പോൾ അവരുടെ ഭൂമി ഏതാണ് മക്കയാണ്. അപ്പം മക്ക ചുറ്റുഭാഗത്ത് നിന്ന് ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോയില്ലേ മുസ്ലിങ്ങൾ. അപ്പം നബി തങ്ങൾക്ക് ഫത്ത് ചെയ്യൽ കൊണ്ട് അവരുടെ ആ മക്കയുടെ ചുറ്റുഭാഗത്ത് നിന്ന് പാർശ്വഭാഗത്ത് നിന്ന് അവരുടെ അധികാരത്തെ ചുരുക്കി കൊണ്ടുവന്ന് അവരെ ശരിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നവർ കാണുന്നില്ല ഇപ്പോൾ. അഫഹമുൽ ഖാലിബൂൻ എന്നിട്ട് അവർ വിജയിക്കുന്നുണ്ടോ. ഇല്ല വിജയിക്കുന്നില്ല. ബലി നബി വസ്ഹബു മറിച്ച് വിജയിക്കുന്ന ആരാണ്, നബിയും സഹാബത്തുമാണ്. കുല്ലഹു നബിയെ അവരോട് പറയണം ഇന്നമാ ഉൻസിറുക്കും ബിൽ വഹി ഞാൻ നിങ്ങൾക്ക് വഹി കൊണ്ട് മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്യുന്നത്. കുല്ലഹും നബിയെ അവരോട് പറയണം ഇന്നമാ ഉൻസിറുക്കും ബിൽ വഹി ഞാൻ നിങ്ങൾക്ക് വഹി കൊണ്ടാണ് താക്കീത് നൽകുന്നത് മുന്നറിയിപ്പ് നൽകുന്നത്. അല്ലാഹു എന്നുള്ള വഹി കൊണ്ടാണ്. ലാമിൻ ഖിബലി നഫ്സി എൻ്റെ നഫ്സിൻ്റെ ഭാഗത്ത് നിന്നല്ല. വലാ യസ്മഉ സുമ്മ
വലാ യസ്മഉ സുമ്മു ദുആ, ഈ ബധിരരായ ആളുകൾ ഈ വിളിയ ക്ഷണത്തെ കേൾക്കുകയില്ല. ഇതാ ബിതഹ്ഖീഖിൽ ഹംസതൈനി, ദുആ ഇതാ രണ്ട് ഹംസ ഉണ്ടല്ലോ, ദുആയിലെയും ഇതയിലെ രണ്ട് ഹംസകളെ, രണ്ടിന് ഹംസ തഹ്ഖീഖാക്കിയിട്ട് നമ്മുടെ ഖിറാഅത്ത് അങ്ങനെയാണ്. പിന്നെ തസ്ഹീൽ സാനി രണ്ടാമത്തേനെ മാത്രം തസ്ഹീലാക്കിയിട്ട് ദുആ ഇതാ, ദുആ ഇതാ, ദുആ ഇതാ, അങ്ങനെ രണ്ടാമത്തെ തസ്ഹീലാക്കിയിട്ട് ബൈനഹ വ ബൈനൽ യായി, ഹംസയല്ല യാവും അല്ല, രണ്ടിൻ്റെ ഇടയിൽ ബൈനയായിട്ട് രണ്ട് ഖിറാഅത്താണ്. പിന്നെ മായുൻദറൂൻ, അവർ ഇദാ മായുൻദറു, അവരോട് മുന്നറിയിപ്പ് നൽകപ്പെടുമ്പോൾ, അതായത് ഹും ലി തർക്കിഹിമുൽ അമല ബിമാ സമിഉഹു, അവർ കേട്ട ഒന്നുകൊണ്ട് അമൽ ചെയ്യുന്നതിന് അവർ ഉപേക്ഷിച്ച കാരണത്താൽ, മിനൽ ഇൻദാരി, ഇൻദാറിൽ നിന്നും കേട്ട, ഇൻദാറിനാൽ കേട്ട മുന്നറിയിപ്പ് കേട്ടല്ലോ. കസുമ്മി, ബദിരെ പോലെ തന്നെ, വല ഇമ്മസത്തും, തീർച്ചയായും സത്യമായിട്ടും അവരെ ബാധിച്ചിട്ടുണ്ട്, നഫ്ഹത്തുൻ വഖഅത്തുൻ ഹഫീഫ, ഒരു ചെറിയ വഖഅത്ത്, അല്ല ബാധിച്ചിട്ടുണ്ടെന്നല്ല, ബാധിച്ചാൽ വഖത്ത് ചെറിയൊരു സംഭവം, ചെറിയൊരു സംഗതി ഉണ്ടായാൽ അവരെ ബാധിച്ചാൽ, പിന്നെ അതാബി റബ്ബിക്ക്, അങ്ങയുടെ റബ്ബിൻ്റെ ശിക്ഷയും കൂലിന് അവർ പറയും, വ്യാലി തമ്പി വൈദനാ, ഞങ്ങളുടെ നാശമേ, ഹലാക്കന ഞങ്ങളുടെ നാശമേ, ഇന്നാക്കുന്ന ലാലിമിൻ്റെ വിളിഷ്കാക്കി തകദീം മുഹമ്മദിനെ, ഞങ്ങൾ മുശ്രിക്കാവൽ കൊണ്ടും മുഹമ്മദിനെ കളവാക്കൽ കൊണ്ടും ലാലിമ്യങ്ങളായി പോയിരുന്നു. വനദ ഉൽ മവാസീനൽ ഖിസ്ത, നമ്മൾ കിസ്തായ അല്ലെ, ക്രിസ്തായ നീതി പൂർവ്വമുള്ള മവാസീൻ ത്രാസുകളുടെ മീസാനുകൾ നമ്മൾ വെക്കും, ദാത്തി അതിൽ നീതിയുള്ള ത്രാസുകളെ വെക്കും, ലിയോമിൽക്കാം അന്ത്യദിനത്തിനായിട്ട്, അതായത് ഫി അന്ത്യദിനത്തിൽ, ലിയോമിൽക്കാം ഫി യോമിൽക്കാം അന്ത്യദിനത്തിൽ, ഫലാത്തുല്ലുമിനുസ് ചെയ്യുക, അതുകൊണ്ട് തന്നെ കൃത്യം ത്രാസുള്ളതുകൊണ്ട്, നീതിയുക്തമായ ത്രാസുള്ളത് കൊണ്ട് തന്നെ, ഫലാത്തുല്ലുമിനുസ് ഒരു നഫ്സിനോട് ആക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല ചെയ്യുന്ന, ഒരു നിലക്കും പിന്നെ ഹസനത്ത് ഒരു നന്മ കുറയലിനാലോ ഔസിയാത്തിന് സയ്യിദ് ഒരു തിന്മ കൂടുതലിനാലോ, ഇൻ കാനൽ അമലു മിസ്കാല, എന്താണ് മിസ്കാല എന്ന് വെച്ചാൽ സിനത്ത ഹബ്ബ, ഇൻകാനൽ അമല് മിസ്കാല ഹബ്ബ എന്ന് വെച്ചാൽ സിനത്ത ഹബ്ബ, ഒരു ഹബ്ബത്തിന് ഒരു ധാന്യമണിയുടെ തൂക്കമാണെങ്കിലും ശരി, അമല് പിന്നെ ഹറദിന് എന്തിൻ്റെ കടുകിൽ നിന്നുള്ള ഒരു ധാന്യമണിയുടെ, അതൈന അഭിഹാ, നാം അവൻ്റെ അടുക്കൽ അതുകൊണ്ട് ചെല്ലുന്നതാണ്, ഇതായത് ബി മൗസൂനിഹി, അതിനോട് തൂക്കം കൊണ്ട് ചെല്ലുന്നതാണ്, അതായത് അതിനനുസരിച്ചിട്ട് നന്മയാണ് നന്മ, തിന്മയാണ് തിന്മ അനുസരിച്ചിട്ടുണ്ടാവും. വഖഫാ ബിനാ ഹാസിബീൻ, നാം തന്നെ മതിയാവുന്നതാണ്, ഹാസിബീൻ എന്താണ് കൃത്യം കണക്ക് നോക്കാനായിട്ട്, മുഹസിനീന ഫീ കുല്ലി ഷൈഇൻ, എല്ലാത്തിലും കൃത്യം ഇഹ്സാ ചെയ്യും അല്ലേ, മുഹ്സീന, മുഹ്സീന അല്ല മുഹ്സീന, അസായുസയുടെ ഇസ്മുഫായിലാണ്, മുഹ്സീന ജമ്മാണ് മുഹ്സീന, കൃത്യം കണക്ക് കൃത്യപ്പെടുത്താൻ വേണ്ടി ഞാൻ തന്നെ മതി. വലഖദ് ആതൈനാ മൂസ വഹാറൂന അൽ ഫുർഖാൻ, മൂസയ്ക്കും ഹാറൂനും നാം ഫുർഖാനെ നൽകി, തൗറാത്ത ഫാരിഖത്ത ബൈനൽ ഹഖ് വൽ ബാതിൽ, സത്യാസത്യത്തിൻ്റെ ഇടയിൽ വേർതിരിക്കുന്നതായ തൗറാത്തിനെ നൽകി, വൽ ഹലാലി വൽ ഹറാമി, അനുവദനീയമായ നിഷിദ്ധമായതിൻ്റെ ഇടയിൽ അതിനെ വേർതിരിക്കുന്ന, വലിയ ബിഹ, വലിയ അതുകൊണ്ടുള്ള ഒരു ലിയ, ഒരു പ്രകാശത്തെയും, ദിക്റൻ ഒരു ഉപദേശത്തെയും, അതായത് ഇളത്തംബിഹ അതുകൊണ്ടുള്ള സാരോപദേശം അതൊക്കെ നൽകി, മുത്തക്കീങ്ങൾക്കുള്ള, അല്ലദീന ഞങ്ങളുടെ മുത്തക്കീങ്ങളാണ്, അവരുടെ റബ്ബിനെ അവർ ഭയപ്പെടുന്നു, ബിൽ ഗൈബി ഗൈബോടുകൂടി, അതായത് അനിന്നാസി അള്ളാഹു ജനങ്ങളിൽ നിന്ന് മറിഞ്ഞു നിൽക്കലോടുകൂടി തന്നെ അവർ അള്ളാഹുവിനെ പേടിക്കുന്നു, ഐഫിൽ ഹലായിനും, അവരെ തൊട്ടുള്ള ഹലായിലാണല്ലോ അള്ളാഹ് ഉള്ളത്, ഒഴിവിലാണല്ലോ അള്ളാഹ് ഉള്ളത്. ഓമിന സാഅത്തി ഐ മിൻ അഹ്വാലി, അവർ അന്ത്യദിനത്തിന് ഐ അഹ്വാലി അതിൻ്റെ ഭയാനതകളൊക്കെ മുഷ്ഫിഖൂന ഈ ഹായിഫിനെ പേടിക്കുന്ന ആളുകളാണ്. വഹാദ ഇത് അൽ ഖുർആൻ, ഈ ഖുർആൻ ദിക്റുൽ മുബാറക് അനുഗ്രഹീതമായ ഉപദേശമാണ്. അൻസൽനാഹു നാം അതിനെ ഇറക്കി. അഫ അൻതും ലഹു മുൻകിറൂൻ, നിങ്ങളതിനെ നിരാകരിക്കുകയാണ്. അൽ ഇസ്തിഫാമു ഫീഹിൽ തൗബീഹ്, ഇതിലുള്ള ചോദ്യം പേടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. വലഖദ് ആതൈനാ ഇബ്രാഹിമിനെ നാം നൽകി റുശ്ദഹു, അദ്ദേഹത്തിൻ്റെ റുശ്ദിൻ്റെ ഒരു തൻ്റെ ഇടം, കൃത്യമായ മാർഗം, മിൻ ഖബൽ ഇതിൻ്റെ മുമ്പായി, അതായത് ഹുദാഹു ഖബല ബുലൂഗിഹി, ഹുദാനെ നൽകിയെന്ന്, റുസ്തഹു എന്ന് വെച്ചാൽ അദ്ദേഹത്തിനുള്ള സന്മാർഗമാണ് നൽകി, കബല ബുലൂഹി അദ്ദേഹത്തിന് കബല ബുലൂഹിഹി എന്ന് വെച്ചാൽ കുട്ടിയാവുന്നതിന് മുമ്പ്, മിൻ കബുലു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വലക്കത് ആത്തൈന ഇബ്രാഹിം റുസ്ദ്, അതിൻ്റെ മുമ്പ് എന്ന് പറയുമ്പോൾ ഏതിൻ്റെ മുമ്പ്, ഇവിടെ കൊടുത്തിരിക്കുന്ന കബല ബുലൂഹി, പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ്, കുട്ടിയാവുന്നതിന് മുമ്പേ റുസ്ദ് നൽകി ഇബ്രാഹിം നബിയുടെ. ചരിത്രം നോക്കുമ്പോൾ അറിയാമല്ലോ, ആദ്യം സൂര്യനെ കാണുന്നു, അതാണ് റബ്ബ് എന്ന് വിചാരിക്കുന്നത്, പിന്നെ ചന്ദ്രനെ കാണുന്നു, പിന്നെ ആദ്യം നക്ഷത്രത്തെ കാണുന്നു, പിന്നെ ചന്ദ്രനെ കാണുന്നു, പിന്നെ സൂര്യനെ കാണുന്നു, അങ്ങനെ. കുഞ്ഞാബി യാലിമീൻ അതിനെ സംബന്ധിച്ച് അദ്ദേഹം അതിന് അർഹനാണ്, ഏത് റുസ്ദിന് സന്മാർഗം കിട്ടാൻ അർഹനാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ അറിയുന്ന ആൾ തന്നെയാണ് എന്ന് പറയാണ്.
ഇത് കാല അബീഹി, ഇബ്രാഹിം തൻ്റെ പിതാവ് അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് പറഞ്ഞ വേള കൗമി തൻ്റെ കൗമിനോട് മാതി എന്താ ഇത് അത്തമാസീലു ഈ രൂപങ്ങളൊക്കെ ഈ വിഗ്രഹങ്ങൾ തിംസാൽ തമാസിൽ ജമ്മു അതായത് സ്തൂപം വിഗ്രഹം എന്നൊക്കെ അർത്ഥം അല്ല സലാം ഈ വിഗ്രഹങ്ങളൊക്കെ എന്താ അല്ലത്തി അങ്ങനെയുള്ള അന്തുലഹ ആക്കിഫ് നിങ്ങൾ അതിനെ ആരാധിക്കുന്നുണ്ടല്ല അതായത് അലായിബാത്തിഹ മുഖീമുൻ നിങ്ങൾ കഴിഞ്ഞു കൂടുന്നവരാണല്ലോ അതിന് ഇബാത്ത് ചെയ്തുകൊണ്ട് അതാണ് ഈത്തിക്കാഫിരിക്കുക പറയില്ലേ ഹാലു അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വചന അബാണ് ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ കണ്ടിട്ടുണ്ട് ലഹാബിദീൻ അതിന് ഇബാത്ത് ചെയ്യുന്നതായിട്ട് അപ്പം ഫക്കത് അതൈന അല്ല ഫക്ക് ഇഖ്തിദാ ചെയ്യുന്നല്ലേ ഫഖ്തദൈന ബിഹിം ഞങ്ങൾ അങ്ങനെ അവരെ പിൻപറ്റി കാലലഹും അവരോട് മൂസ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു ലഖത് കുന്തും അന്തും പറഞ്ഞു ലഖത് കുന്തും സത്യമായിട്ടും നിങ്ങളും അന്തും അബാകും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും വിഭാഗത്തിന് ആരാധിക്കൽ കൊണ്ട് ഫീൽ മുബീൻ പയ്യൻ വ്യക്തമായ വഴികേട് തന്നെയാണ് കാലു പറഞ്ഞു അജീതന ബിൽ ഹക്കി ഇബ്രാഹിമേ നീ സത്യവുമായിട്ടാണ് വന്നത് ഫീ കൗലിക ഹാദ നീ സത്യമാണ് കൊണ്ടുവന്നേക്കുന്നത് നിന്റെ ഈ കൗലിൽ അന്തമിനല്ല ഇബീൻ അതോ നീ വെറുതെ തമാശ പറയാണ് ഫീ നീ ഇത് കാര്യത്തിൽ പറയുന്നതാണോ തമാശക്ക് പറയുന്നതാണ് കാലബൽ റബ്ബുക്കും അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു ബൽ അല്ല റബ്ബുക്കും നിങ്ങളുടെ റബ്ബൽ മുസ്തഹിഖുൽ ഇബാദ ആരാധിക്കപ്പെടാൻ അർഹനായ നിങ്ങളുടെ റബ്ബു മലിക്കസമ ഈ വിഗ്രഹങ്ങളൊന്നല്ല പിന്നെ ആരാണ് റബ്ബു മലിക്കസമാവാതി വനഭവനങ്ങളുടെ രാജാവായ അള്ളാഹുവാണ് അല്ലത് ഇങ്ങനെയുള്ള പത്രഹുന്ന അവകളെയൊക്കെ സൃഷ്ടിച്ചാല ഒരു മിസാലി മുൻമാതൃക സബക്ക മുമ്പ് കഴിഞ്ഞു പോയൊരു മാതൃകയും കൂടാതെ തന്നെ വാനാല അദാലിക്കുമുല്ലതി കുൽത്തഹു ഞാൻ അതിൻ്റെ മേൽ അല്ലതി കുൽത്തു ഞാൻ പറഞ്ഞ ആ ഒരു ഇലാഹുണ്ടല്ലോ റബ്ബ് അല്ല ഞാൻ പറഞ്ഞ കാര്യമുണ്ടോ ഞാൻ പറഞ്ഞ കാര്യത്തിന് മേൽ ഞാൻ പിന്നെ ഷാഹിദീന് ബിഹി അതിന് സാക്ഷികൾപ്പെട്ട ആൾ തന്നെയാണ് ഞാൻ അള്ളാഹുവാണ് തന്നെ ലാക്കി തന്നെ ഞാൻ അടുക്കുക തന്നെ ചെയ്യും ലാക്കി തന്നെ അസ്നാമക്കും അല്ലേ പാതാം തുവല്ലു മുതുബിരി കൈത് തന്നെ ലാക്കി തന്നെ നാം തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും ലാക്കി തന്നെ അസ്നാമക്കും നിങ്ങളുടെ വിഗ്രഹങ്ങൾക്കെതിരെ ഞാൻ തന്ത്രം പ്രയോഗിക്കുക തന്നെ ചെയ്യും ലാക്കി തന്നെ അസ്നാമക്കും തുവല്ലു മുതുബിരീൻ നിങ്ങൾ എന്താണ് തുവല്ലു പിന്തിരിഞ്ഞതിന് ശേഷം മുതുബിരീൻ ചന്തിയും തിരിച്ചിട്ട് നിങ്ങൾ പോകുമല്ലോ അപ്പോഴേക്കും അങ്ങനെ ഫജഅലഹും ബഅദ ദഹബിഹിം അവർ പോയതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവകളെ ആക്കി എവിടെ കാണുന്നില്ല ഫജഅലഹും ബഅദ ദഹബി ഇല മുജ്തമീം അവരുടെ സമൂഹങ്ങളിലേക്ക് അവരുടെ ഒരുമിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയി ഫി യൗമി ഈദിൻ ലഹും അവരുടെ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് അവർ പോയി ഉത്സവ ദിവസമാണ് ഉത്സവത്തിൻ്റെ അന്ന് എന്ത് ചെയ്തു അവരൊരു സ്ഥലത്തേക്ക് പോയി എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് പോയി അങ്ങനെ പോയപ്പോൾ അവകളെ ആക്കി ജുദാദ് ചിലപ്പോൾ തമ്മിൽ ജീമി വക്കസ്രിഹ ജുദാദ് എന്ന് ഖിറാത്തുണ്ട് ജിദാദ് എന്ന് ഖിറാത്തുണ്ട് ഫത്താത്തൻ ഫത്തുകളാക്കി അതായത് കഷണങ്ങൾ പൊടികളാക്കി ഈ ഫാസ് ഒരു കോടാലി ഉപയോഗിച്ചിട്ട് മഴ ഉപയോഗിച്ചിട്ട് എല്ലാ കബീറല്ലഹും അവരിലുള്ള വലുതിനെ ഒഴികെ അല്ലക്കൽ ഫസ എന്നിട്ട് ഈ കോടാലിയെ തൂക്കിയിട്ട് ഫിയോനിക്ക് ആ വലുതിൻ്റെ കഴുത്തിൽ ലഅല്ലഹും ഇലേഹി അവർ ആവാൻ വേണ്ടി എർജിയൂൻ മടങ്ങാൻ വേണ്ടി ഇല്ലേ അതിലേക്ക് ഏതായത് ഇല്ല കബീറിലേക്ക് എന്നിട്ട് ഫയറൗൻ അപ്പം വലുതെവിടെയെന്ന് ലാസ്റ്റ് നോക്കും വലിയ വിഗ്രഹത്തെ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അങ്ങനെ അതിലേക്ക് തിരിയും എന്നിട്ട് അപ്പം ഫയറൗനെ കാണും മാ ഫാലബി വൈരിഹി അവർ മനസ്സിലാക്കും മാ ഫാലബി വൈരിഹി ഇതെന്ത് ചെയ്തു വലുത് ബാക്കിയുള്ളതിന് എന്ത് ചെയ്തു ആലു ബാദ റുജൂഹിം അവർ മടങ്ങി വന്നതിന് ശേഷം അവർ പറഞ്ഞു യദീം മാ ഫാല ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത കാര്യം കണ്ടപ്പോൾ അവർ പറഞ്ഞു മാ ഫാല ഹാദാ ബി ആലിയത്തിന ഫയറവന് മാ ഫാലബി വൈരി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ വലുതിനല്ലാത്ത ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്തു എന്ന് അവർ കാണും അങ്ങനെ ഈ ചെയ്ത കാര്യം അവർ കണ്ടപ്പോഴേക്കും അവർ പറഞ്ഞു മാ ഫാല ഹാദ ആരാ ഇത് ചെയ്തത് ബിയാലിയത്തിന് നമ്മുടെ ഇലാഹുകളോട് ഇന്നഹുലമിൻ ലാലിമീന ഫി ആ വിഷയത്തിൽ അവൻ അക്രമം ചെയ്തവരിൽ കൂട്ടപ്പെട്ടവൻ തന്നെയാണ് അവർ പറഞ്ഞു ബാദും ഈ ബാദും ഈ ബാദ് ചിലരോടായി പറഞ്ഞു സമീന ഫാത്ത ഞങ്ങളൊരു യുവാവിനെ പറ്റി കേട്ടു എതുക്കുറുഹും ഈ വിഗ്രഹങ്ങളെ പറ്റി പലതും പറയുന്ന ഒരു യുവാവിനെ പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതായത് ഐബുഹും അതിനെ ആക്ഷേപിക്കുന്ന ഒരു യുവാവിനെ പറ്റി യുക്കാലു ഇബ്രാഹിം ഇബ്രാഹിം എന്ന പേര് പറയുക കാര്യം അവർ പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഫാത്തുബി അവനെ നിങ്ങൾ കൊണ്ടുപോവാ അല്ല അതിന് ജനദൃഷ്ടികളിലായിട്ട് നിങ്ങൾ കൊണ്ടുപോവാ എല്ലാവരും കാണണ്ടേ അവനെ അതായത് ലാഹിർ പരസ്യമായിട്ട് അവനെ ഇങ്ങോട്ട് കൊണ്ട് നമുക്ക് വിചാരണ ചെയ്യാം അല്ലഹും യഷദൂൻ അലൈഹി അവരെല്ലാം അത് കാണട്ടെ അന്നഹുൽ ഫാല അവനാണ് ചെയ്തതെന്ന് അലൂലഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു ബാധയിത്തിയാനി ഇബ്രാഹിം നബിയെ കൊണ്ടുവന്നതിന് ശേഷം നീയാണോ ബിതഹ്ഖീഖുൽ ഹംസത്തൈനി അങ്ങനെ ഖിറാഅത്തുണ്ട് ബിദാൽ ഥാനിയ
രണ്ടാമത്തേന് അലിഫായിട്ട് മറിച്ചിട്ട് ആന്ത എന്നും ഖിറാത്തുണ്ട്. തസീലിയ അതിന് ആന്ത രണ്ടാമത്തേന് തസീലാക്കിയിട്ട് ഖിറാത്തുണ്ട്. വൈദ്ഹാലി അലിഫിൻ ബൈനൽ മുസഹലതി വൽ ഉഖറ. ആ മുസഹലായ അലിഫിൻ്റെയും മുസഹലല്ലാത്ത അല്ല ആ മുസഹലായ ഹംസയുടെയും മുസഹലല്ലാത്ത ഹംസയുടെയും ഇടയിൽ അലിഫിനെ പ്രവേശിപ്പിച്ചിട്ട് അതർക്ക് ഉപേക്ഷിച്ചിട്ടും ഖിറാത്തുണ്ട്. അപ്പം എത്ര ഖിറാത്തായി? 5 ഖിറാത്തായി. അപ്പം അന്ത എന്നുണ്ട്, ആ അന്ത എന്നുണ്ട്, അല്ല മുസഹലിൻ്റെ ഇടയിലുള്ളല്ലോ അല്ലേ. അപ്പം അന്ത എന്നുണ്ട്, ആന്ത എന്നുണ്ട്, ആന്ത എന്നുണ്ട്, ആന്ത എന്നുണ്ട്. അപ്പം 4 ഖിറാത്തുള്ളത്, 4 ഖിറാത്ത്. ഫഅൽതഹാദ നീയാണത് ചെയ്തത്, ബിആലതിന് ഞങ്ങളുടെ ഇലാഹുകളോട്, യാ ഇബ്രാഹിം ഓ ഇബ്രാഹിമെ, കാല സാക്കിത്തൻ അൻഫിഇലിഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൗനിയായി അതിൻ്റെ പ്രവർത്തനത്തെ പറ്റി പറയാതെ, തൻ്റെ പ്രവർത്തനത്തെ പറ്റി പറയാതെ ഇങ്ങനെ പറഞ്ഞു, ബൽ ഫാലു കബീർ, അത് ചെയ്തത് അതിലെ വലിയ വിഗ്രഹമാണ്, അതാ ഈ വലിയ വിഗ്രഹം, ഫസ് അലുഹു അതുകൊണ്ട് നിങ്ങൾ അൻഫായിലിഹി ഈ മറ്റേ പൊളിഞ്ഞ വിഗ്രഹങ്ങളോട് ചോദിച്ചു നോക്കുക, അത് ഇതിനെ ചെയ്താരാ, ഇങ്ങനെ നിങ്ങൾ നശിപ്പിച്ചാരാന്ന് ചോദിച്ചു നോക്ക്. ഇൻകാനു യന്തിഖൂന ഫീഹി അത് അതിൻ്റെ വിഷയത്തിൽ ഈ പൊളിച്ചതാരാണെന്നുള്ള കാര്യത്തിൽ അവൾ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ അതിനോട് ചോദിച്ചു. തഖദീമു ജവാബി ഷർത്തി. അപ്പോൾ ഇൻകാനു എന്തിക്കും എന്നുള്ളത് തഖദീമു ജവാബി ഷർത്തി, ഷർത്തിൻ്റെ ജവാബിനെ മുന്തിച്ചു കൊണ്ടുവന്നതാണ്. യന്തിക്കൂന ഫീ അല്ല, യന്തിക്കൂന അത്രേ ഉള്ളൂ. ഫീ തഖദീമു ജവാബി ഷർത്തി, അതിൽ ഷർത്തിൻ്റെ ജവാബിനെ മുന്തിക്കലുണ്ട്. ഇൻകാനോ ഫായി യന്തിക്കൂൻ അവറ്റകൾ സംസാരിക്കുന്നതാണ്, ആ അവറ്റകളോട് ചോദിക്കൂ എന്നർത്ഥം. വഫീമ ഖബലഹു അതിൻ്റെ മുമ്പുള്ളതിലുണ്ട് താരീദുല്ലഹു അവർക്കൊരു സൂചനയുണ്ട്, ബിഅന്ന സനമൽ മഅലൂമ ഈ അറിയപ്പെട്ട വിഗ്രഹം ഉണ്ടല്ലോ, എന്താണ് അത്, അജ്സുഹു അനിൽ ഫിഇലി ലാ യകൂനു ഇലാഹ. അപ്പോൾ അതിലുണ്ട് താഴെ ഒരു സൂചിപ്പിക്കലുണ്ട്, ലഹും അവർക്ക്, ബിഅന്ന സനമൽ മഅലൂമ അജ്സുഹു ഈ അജ്സ് ദൗർബല്യം അറിയപ്പെട്ട ഈ വിഗ്രഹം ഉണ്ടല്ലോ, അനിൽ ഫീലി സ്വന്തം പ്രവർത്തനം പോലും ചെയ്യാൻ പറ്റാത്ത, അതിലായക്കുനില്ല ഒരിക്കലും ഇലാഹാവുകയില്ല എന്നൊരു സൂചന ഇബ്രാഹിം നബിയുടെ ആ ഒരു പറച്ചിലുണ്ട്. ഫുസിഹിം ബി തഫക്കുരി അപ്പോൾ ചിന്തിക്കൽ കൊണ്ട് അവരിലേക്ക് തന്നെ അവരുടെ സ്വന്തങ്ങളിലേക്ക് മടങ്ങി. ഫഖാൽ എന്നിട്ട് അവർ പറഞ്ഞില്ലേ അംഫുസി അവരുടെ നഫ്സുകളോട്, ഇന്നക്കും അന്തുമുല്ലാലും നിങ്ങൾ അക്രമികൾ തന്നെയാണ്, ഏതായത് ബി ഇബാദത്തിക്കും മല്ലായന്തിക്കും സംസാരശേഷിയില്ലാത്ത ഒന്നിനെ ആരാധിക്കൽ കൊണ്ട്, സുമ്മനു കിസു മിനല്ലാഹി അലാ റൂസിഹിം പിന്നെന്ത് ചെയ്തു, നുക്കിസു അവർ മറിച്ചിടപ്പെട്ടു, അലാ റൂസിഹിം അവരുടെ തലകളുടെ മേൽ, അതായത് അവർ നേരെ തലതിരിക്കപ്പെട്ടു അള്ളാഹുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ അവരെ തലതിരിക്കപ്പെട്ടു. അതായത് റുദ്ദു ഇലാ കുഫ്രി അവരുടെ കുഫറിലേക്ക് തന്നെ അവർ മടക്കപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു അല്ലാഹി അള്ളാഹുവാണ് അലക്കതാലും നിനക്കറിയാലോ ഇബ്രാഹിം മഹാവല എന്തൊക്കെ ഒരു സംസാരിക്കില്ല എന്ന്, ഏതായത് ഫൈഫത്ത മുറിനെ എങ്ങനെ നീ ഞങ്ങളോട് കൽപ്പിക്കുക ആവശ്യപ്പെടുക, ബിസു ആലിഹിം ഈ പൊളിക്കപ്പെട്ട വിഗ്രഹങ്ങളോട് ചോദിക്കാൻ വേണ്ടി. കാലാപ്പ ഇബ്രാഹിം നല്ലൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അബുദൂരം ഇന്ദുവിനെ അള്ളാഹ് കൂടാതെ നിങ്ങൾ ആരാധിക്കണം, ഏതായത് ബദലും അള്ളാഹ് പകരം ആരായും ഫാക്കും ചെയ്യാം നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാത്തൊന്നിനെ, റിസ്ക്കോ അല്ലെങ്കിൽ വൈരി അതല്ലാത്ത ഒന്നും ചെയ്തു തരാത്ത, അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർ ഉപദ്രവം ഉണ്ടാക്കാത്ത, ഷെയ്ൻ ഒരു നിലക്കും ഇതാലും തബുദു നിങ്ങൾ അവരെ ആരാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാനോ അവറ്റകൾക്ക് കഴിയില്ല, അതിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ഉഫിൻ ബി കസറിൽ ഫായി ഇഫ് എന്ന് കറാത്തുണ്ട്, ഫത്തിഹിഹ അഫ് എന്ന് കറാത്തുണ്ട്, ബിമാന മസ്തറിൻ്റെ അർത്ഥത്തിലാണ്, അതായത് ബി കസറിൽ ഫായി സോറി ഹംസക്കല്ല, ഉഫിൻ വഫത്തിഹിയ ഉഫൻ അങ്ങനെയാകുമ്പോൾ മസ്തറാണ്, എങ്ങനെയാണെങ്കിലും മസ്തറാണ്, ബിമാന മസ്തർ അതായത് നത്തൻ വഖുബഹൻ, നത്തൻ എന്ന് വെച്ചാൽ ദുർഗന്ധം എന്നർത്ഥം, അല്ലെങ്കിൽ കുബഹൻ മോശം എന്നർത്ഥം. നിങ്ങൾക്ക് മോശം, വലിയ തഅബുദൂന മിൻ ദൂനില്ല അള്ളാഹിനെ കൂടാതെ എന്തിനാ നിങ്ങൾ ആരാധിക്കുന്നത്, അള്ളാഹ് അല്ലാത്തതിനെ. അഫലതാക്കുലോ നിങ്ങൾ ചിന്തിക്കുന്നില്ല, എന്ന ഹാദിഹിൽ അസ്നാം ഈ വിഗ്രഹങ്ങളില്ലാത്ത സ്തേഹുൽ ഇബാദിന് അർഹതയില്ലാത്തയാണെന്നും അല്ലാത്ത സ്ലഹുൽ ഹാദിന് പറ്റിയതല്ലെന്നും, വൈനമാത്ത സ്തേഹു അള്ളാഹു താല മാത്രമാണ് ഇബാദിന് അർഹനെന്നും. കാലു അവർ പറഞ്ഞു ഹരിഖുഹ ഇബ്രാഹിം നിങ്ങളെ കരിച്ചു കള, വൻസുർ ആലത്തും നിങ്ങളുടെ ഇലാഹുകൾ നിങ്ങളെ സഹായിക്കൂ, ഏതായത് ബിത്തഹരിക്ക് അവനെ കരിച്ചു കളക്കൊണ്ട്, ഇങ്കൊന്നും ഫായിലുന്ന നുസ്രതഹ ആ വിഗ്രഹങ്ങളെ സഹായിക്കുന്നതിന് നിങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ, അങ്ങനെ ഫജമാഉലഹുൽ ഹതബ ഇബ്രാഹിം നബിക്കെതിരെയായിട്ട് അവരെന്ത് ചെയ്തു, ഹത്തബുൽ കസീർ ഒരുപാട് വിറകുകളൊക്കെ ശേഖരിച്ചു. അവർ മുന്നാറ അവരെ തീ കൂട്ടി അല്ലേ, ഫി ജമീ മുഴുവൻ വിറകിലായിട്ട്. ഔസഖു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ബന്ധിച്ചു, ഇബ്രാഹിം നബീനെ ആക്കി ഫി ഒരു മിഞ്ചനീക്കിലാക്കി. മിഞ്ചനീക്ക് എന്ന് വെച്ചാൽ ഒരു മറ്റേ എന്താ പറയുക, ഒരു പീരങ്കി തെറ്റാലി പീരങ്കി എന്നൊക്കെ പറയാം, അതായത് പഴയ കാലത്തുള്ള സംഗതി.
ഇപ്പോഴത്തേനും എനിക്ക് പറയായിരിക്കും. എന്നാലും വറമാവു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അവർ എറിഞ്ഞു. ഏതിലേക്ക്? പിന്നാലെ തീയിലെറിഞ്ഞു. കാലത്താൽ അള്ളാഹു താല പറഞ്ഞു കുല്ലാ, ഞാൻ പറഞ്ഞു, അള്ളാഹ് പറയാണ്, നാം പറഞ്ഞു, യാ നാറോ തീയെ കൂനി നീ അവനെ ബർദൻ തണുപ്പാവണ വസലാമൻ രക്ഷയാവണ അല ഇബ്രാഹിം ഇബ്രാഹിമിന്. അങ്ങനെ ഫലം തുഹരിക് മിൻഹു തഹറക മിൻഹു ഗൈറ വസാഖിഹി, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിന്നും കരിഞ്ഞില്ല, അല്ലെങ്കിൽ തുഹരിക്ക് ഈ തീ കരിച്ചില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിന്നും ഗൈറ വസാഖിഹി, ഇബ്രാഹിം നബിയുടെ ബന്ധനം അല്ലാതെ, കെട്ടിയ സംഗതി ഉണ്ടല്ലോ അതല്ലാതെ, വദഹബത്ത് ഹറാറത്തു, അതിൻ്റെ ചൂടാണ് പോയിരുന്നത്, വബഖിയത്ത് ഇലാത്തു എന്ന അതിൻ്റെ ശോഭ, അതിൻ്റെ വെളിച്ചം അവിടെ ബാക്കിയായിട്ടുണ്ട്. അതിൻ്റെ കരിച്ചു കളയുക, ചൂട് എന്നുള്ള ഒരു വസ്തു മാത്രം അല്ല, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തീക്കില്ലാതായി. അബി കൗലിഹി വസലാമൻ എന്ന ആ അള്ളാഹുവിൻ്റെ കൗല് കൊണ്ട് സലിമ മിനൽ മൗത്തി, മരണത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടു. ബിബർദി, അതിൻ്റെ തണുപ്പോടുകൂടി തന്നെ. അറാദു ബിഹി കൈത, അവരിതുകൊണ്ട് കൈദിനെ ഒരു കുതന്ത്രത്തെയാണ് ഉദ്ദേശിച്ചത്. തഹരീക്ക്, കരിക്കുക എന്ന്. എന്നിട്ട് ഫജ അല്ലാഹുൽ അഖ്സരി, അവരെ പരാജിതരാക്കി കളഞ്ഞു. ഫി മുറാദി, അവരുടെ ഉദ്ദേശത്തിൽ. വനജീനാവും, ഇബ്രാഹിം നബി അലൈഹി സ്വലാം രക്ഷപ്പെടുത്തി. ലൂത്ത് നബി അലൈഹി സ്വലാമിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരപുത്രൻ അഥവാ സഹോദരനാരാണ് ഹാറാൻ എന്ന് പറഞ്ഞാൽ, മിനൽ ഇറാഖിൽ നിന്നും അങ്ങനെ രക്ഷപ്പെടുത്തി. ആ നാട്ടിൽ നിന്നും, കുഫറിൻ്റെ നാട്ടിൽ നിന്ന്, അർലി ഭൂമിയിലേക്ക്. എങ്ങനത്തെ ഭൂമി? അല്ലത്തി ബാറക്ന ഫിഹ, അവിടെ നാം അനുഗ്രഹം ചെരിഞ്ഞിട്ടുണ്ട്. അലാൽമീൻ, സർവ്വ ആളുകൾക്കായിട്ട്. ബി കസറത്തിൽ ഹാരി, ഒരുപാട് പുഴകൾ ഒഴുക്കൽ കൊണ്ട്, വല്ലാശ്ശാരി, ഒരുപാട് മരങ്ങൾ കൊണ്ട്. വഹിയ ഷാം എന്ന ഭൂമിയാണ്. നസല ഇബ്രാഹിം ബി ഫിലസ്തീൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഫിലസ്തീനിൽ കഴിഞ്ഞു. ലൂത്ത് നബി അലൈഹി സ്വലാം ബിൽ മുഅ്തഫിക എന്ന സ്ഥലത്തും കഴിഞ്ഞു. വബൈനഹുമ, അതിന് രണ്ടിൻ്റെ ഇടയിൽ യൗമുൻ, ഒരു ദിവസത്തെ വഴിദൂരമാണുള്ളത്. വവാഹബിനാലഹു, എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നൽകിയ ഏതാതിൽ ഇബ്രാഹിം വക്കാന സഅലവർദ്ധൻ, ഏതൊരു സ്ഥിതി അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നാലും ഒരു കുട്ടി ഉണ്ടാവണമെന്ന്. കമാദുക്കറ ഫി സാഫാത്ത് സൂറത്തിൽ പറഞ്ഞ പോലെ. റബ്ബി ഹബലി, എന്താണ് റബ്ബി ഹബലി ആനല്ല ബഷർനാ ബി ഗുലാമിൻ ഹലീമ, അതിൻ്റെ മുമ്പുള്ള ആയത്തിൽ പറയുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന് യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഇസ്ഹാഖ് ഒരു മകനാണ്, മകൻ്റെ മകനാണ് യാക്കൂബ്. നാഫിലത്തൻ, അത് എക്സ്ട്രാ ആയിട്ട് ഒരു മകൻ ചോദിച്ചപ്പോൾ എക്സ്ട്രാ ആയിട്ട് യാക്കൂബിനെയും കൂടെ കൊടുത്ത്, പേരക്കുട്ടിയും കൂടെ കൊടുത്തു. സിയാദൻ അല്ല സുആൽ, ചോദ്യത്തിനേക്കാൾ കൂടുതലായിട്ട്. അതായത് നാഫില എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? യാക്കൂബ് നബി സ്വന്തം മകനല്ല, മകൻ്റെ മകനാണ്, ചോദിക്കാത്ത കൂടെ കൊടുത്തല്ല. ജഅൽനാ സ്വാലിഹീൻ, വകുല്ലൻ എന്ന് വെച്ചാൽ ആയി ഹുവ വലദാഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ രണ്ട് കുട്ടികളെയും നാം ജഅൽനാ സാലിഹീങ്ങളാക്കി, അംബിയാക്കി. വജഅൽനാഹും അഇമ്മ, എന്നിട്ട് നാം അവരെ ഇമാമുമാരാക്കി. ബിതഹ്ഖീഖിൽ ഹംസതൈനി അഇമ്മ എന്ന് ഖിറാഅത്തുണ്ട്, നമ്മുടെ അങ്ങനെയാണ്. ഇബ്താലിസാനെ രണ്ടാമത്തേന് യാ ആയിട്ട് മാറ്റിയിട്ട് അയിമ്മ എന്ന് ഖിറാഅത്തുണ്ട്. അഥവാ യുഖ്തദാ ബിഹിം, അവരെ പിന്തുടരപ്പെടുന്ന ആളുകളാക്കി. ഫിൽ ഖൈർ, നന്മയിൽ. യഹ്ദൂന നാസ്, അവർ ജനങ്ങൾക്ക് ഹിദായത്ത് നൽകും. ബി അംരിനാ, നമ്മുടെ നിർദ്ദേശപ്രകാരം. ഇലാ ദീനിനാ, നമ്മുടെ ദീനിലേക്ക്. വഹീനയിലി, അവരിലേക്ക് നാം ദിവ്യബോധനം നൽകി. ഫിൽ ഖൈറാത്ത്, നന്മകളൊക്കെ ചെയ്യണമെന്നും. വൈഖാമ സ്വലാത്ത്, നിസ്കാരം നിർവഹിക്കണമെന്നും. സക്കാത്ത് കൊടുത്തു വിട്ടണമെന്നും. വഹീനയിലെയും ഫിൽ ഖൈറാത്ത് വൈഖാമസ്, നോക്കട്ടെ, യഹ്ദൂന ബി അംരിനാ വഹീന ഇലൈഹിം ഫിൽ ഖൈറാത്ത് വഇഖാമസ് സ്വലാത്തി വഇതാഅസ് സക്കാത്ത് എന്നല്ലേ, അതായത് തഫ്അലു വതുഖാം വതുത അല്ലേ. അപ്പം തുഫ്അലു ഹൈറുകൾ ചെയ്യപ്പെടൽ, അതുപോലെ തന്നെ നിസ്കാരം മുറ പോലെ നിർവഹിക്കപ്പെടൽ, സക്കാത്ത് കൊടുത്ത് വീട്ടപ്പെടൽ. മിനു, അവരിൽ നിന്നും. വമിൻ അത്ബാഇഹിം, അവരിൽ നിന്നും ഉണ്ടാവണം, അവരെ പിൻപറ്റുന്ന ആളുകളിൽ നിന്നുണ്ടാവണം. ഹദഫ ഇക്കാമത്തിലുള്ള ഉണ്ടല്ലോ, ഇക്കാമത്ത് എന്നല്ല പറയേണ്ടത് ശരിക്കും, അങ്ങനെയാണല്ലോ. കാരണം അജ്വഫായ ഫീലാണ് കാമ, അതിൻ്റെ അഫ്അല വസ്നാണ് അക്കാമ. അപ്പം അതിൻ്റെ മസ്തർ വരും ഇക്കാമത്ത്, ഇസ്തിഫാദത്ത്, അല്ലെ, അങ്ങനെയല്ല വേണ്ടത്. അങ്ങനെ വരുമ്പോൾ അവിടെ കളഞ്ഞത് തഖ്ഫീഫ്, ഒരു ലഘൂകരണത്തിനാണ്. അങ്ങനെ പ്രയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വക്കാനുല്ല ആബിദീൻ, അവരെ നമുക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിരുന്നു. ഒരു ലൂത്ത് നബി അലൈഹി സ്വലാമിന് അതിന് നാം അദ്ദേഹത്തിന് നൽകിയ ഹുക്മനെ നൽകിയ, അഥവാ ഫസ്ലൻ ബൈനൽ ഹുസൂമി, തർക്കങ്ങൾക്കിടയിൽ, അല്ലെ, താർക്കികന്മാർക്കിടയിലുള്ള ഒരു വിധി തീർപ്പിനുള്ള ഒരു ഹുക്കും, അഥവാ വിധി തീർപ്പാനുള്ള ഒരു ബൗദ്ധികമായ ഒരവസ്ഥ അദ്ദേഹത്തിന് നാം നൽകി. ഇൽമും നൽകി. വനജീനോ, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. കറിയത്തില്ലതി കാനത്ത് അമലു അൽ ഹബായിസ, വൃത്തികേടുകൾ ചെയ്തിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും, ഒരു ഗ്രാമത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. താമല, അതായത് അഹ്ലുഹൽ, അവരുടെ അതിലുള്ള ആളുകൾ ചെയ്യുമായിരുന്നു അല്ല അമൽ ഹബായിസ, വൃത്തികെട്ട പ്രവർത്തനങ്ങൾ. മിനൽ ലിവാത്ത്, ഗുദഭോഗം പോലത്തെ. റമി എന്താണ് ബുന്തുക്ക് കൊണ്ടുള്ള വെടിയുണ്ട എറിയ, വെടിവെക്കുക. അല്ല കളി, തുയ്യൂർ, പക്ഷികളെ പിടിച്ചുള്ള കളികൾ. അതല്ലാത്തതിനാലും ഇന്നവും കാനോ കോമസവൻ, അത് മോശത്തിൻ്റെ സമൂഹമായിരുന്നു. മസ്തർ സ അഹു എന്നതിൻ്റെ മസ്തറാണ് സൗ എന്നത്, അതായത്
നഖീലു നഖീലു സറഹു അല്ലെ, വിഷമിപ്പിക്കുക എന്നാണ് അതിനർത്ഥം. ശരിക്കും മോശത്തിന് ഉപയോഗിക്കും. അപ്പോൾ നഖീലു സറഹു എന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. സറ എന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കുക, അവനെ സന്തോഷിപ്പിച്ചു. സാഹു എന്ന് വെച്ചാൽ അവനെ വിഷമിപ്പിച്ചു. അപ്പോൾ സാ എന്നതിന് മസ്തറാണ് സൗ എന്നത്. ഫാസിഖീൻ അവരെന്താണ്, സൗഇൻ്റെ അല്ലെ തിന്മയുടെ വക്താക്കളായ തെമ്മാടികളായ ആളുകളായിരുന്നു. അത് ഹല്ല നാം അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു ഫിറമത്തിന് നമ്മുടെ കാരണത്തിൽ അഞ്ചീനാവും. എങ്ങനെ പ്രവേശിച്ച കാരണത്തിൽ എങ്ങനെ പ്രവേശിപ്പിച്ച ബിനഅൻജൈനാഹു കൗമിഹി അദ്ദേഹത്തിന്റെ കൗമിൽ നിന്ന് രക്ഷപ്പെടുത്തൽ കൊണ്ട് ഇന്നഹു മിനസ് സാലിഹീൻ അദ്ദേഹം സച്ചരിതരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. അത് ഖുർആൻ ഓർക്കണം. നബിയെ നൂഹ് നബി അലൈഹി സ്വലാമിനെ ഓമാ ബാദു നബി ശേഷം പരാമർശിക്കപ്പെടുന്ന ആളുകൾ ബദൽ മിൻഹു അതിൽ നിന്ന് ബദലാണ്, ആ നൂഹൻ എന്നതിൽ നിന്ന് ബദലാണ്. എപ്പോൾ അഥവാ എപ്പോൾ നൂഹ് നബിനെ ഓർക്കണം. ഇതിനാദാ അലാ ഖൗമി തന്റെ കൗമിനെ നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചപ്പോൾ ബി കൗലി തന്റെ കൗലി കൊണ്ട് റബ്ബേ ലാ തദർ നീ ബാക്കി വെക്കല്ലേ അല്ലേ മിനൽ കാഫിരീൻ ദിയ്യാറ കാഫിരീങ്ങളിൽ നിന്ന് ഒരാളെ ബാക്കി വെക്കരുതെന്ന് പറഞ്ഞില്ല, ഒരു വീട്ടുകാരെ. ആഹരി അതിൻ്റെ അവസാനം വരെ മീൻ കബലു അതിൻ്റെ മുമ്പ്, അതായത് യഹൂദ് നബിയുടെ മുമ്പാണ് നൂഹ് നബി, അതായത് കബൽ എല്ലാവരുടെയും മുമ്പാണല്ലോ. ഇബ്രാഹിം ലൂത്ത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ലൂത്ത് നബിയുടെ ഒക്കെ മുമ്പാണ് ആര്, ബഹുമാനപ്പെട്ട നൂഹ് നബി. എന്നിട്ട് ഫസ്റ്റ് പനാലഹു എന്നിട്ട് നാം അദ്ദേഹത്തിന് മറുപടി നൽകി ഫൻ ചെയ്യുന്ന രക്ഷപ്പെടുത്തി വാഹലോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അല്ലതീനെ ഇങ്ങനെയുള്ള ഫീ സഫീനത്തി അദ്ദേഹത്തിൻ്റെ കപ്പലിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആളുകളെ രക്ഷപ്പെടുത്തി മിനൽ കർബി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളുകൾ തന്നെയാണുള്ള കാര്യമായിട്ടുണ്ടായിരുന്നത്. കാരണം പറഞ്ഞിട്ടുള്ള ഒനജീനാഹു അഹ്ലഹു മിനൽ കർബിൽ അലി വജഅൽനാ ദുരിയതഹു ഹുമുൽ ബാഖി. അദ്ദേഹത്തിൻ്റെ സന്താനത്തിലുള്ള ആളുകളാണ് ഇന്ന് ലോകത്തുള്ളവരൊക്കെ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് സാഫാത്തിലുണ്ട്. മിനൽ കർബി പ്രയാസത്തിൽ നിന്നും, അല്ലാതെ വലിയ പ്രയാസത്തിൽ നിന്നും, അതായത് വലിയ പ്രയാസത്തിലുള്ള എന്താണ്, മുങ്ങിപ്പോലാണ്. വതക്ദീബി ഖൗമിഹി ലഹു പിന്നെ അദ്ദേഹത്തിന് മുങ്ങിപ്പോകുമായിരുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൗം അദ്ദേഹത്തിനെ കളവാക്കുമായിരുന്നു, അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. മനസർനാഹു മഅനാഹു അല്ല മനഅനാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, അഥവാ അദ്ദേഹത്തെ തടഞ്ഞു. മിന കൗമിൽ നിന്നും അല്ലതിന് ഇങ്ങനെയുള്ള കഥബൂബി അല്ലെ ബി ആയാത്തിന് നമ്മുടെ ആയത്തുകൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്ന സമൂഹത്തിൽ നിന്നും. എങ്ങനത്തെ ദൃഷ്ടാന്തങ്ങളാണ്, അദാലത്തി അല റിസാലത്തി അദ്ദേഹം മുർസലാണ് എന്ന് അറിയിക്കുന്നത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്ന ആളുകളിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അല്ലാ യുസൽ എന്താണ് എന്തിന് അല്ലാ യസിലു ഇലേഹി ബിസൂൻ ഒരു മോശമായ കാര്യവുമായിട്ട് അദ്ദേഹത്തെ സമീപിക്കാതിരിക്കാൻ വേണ്ടി ആളുകൾ. ഇന്നവും കാനു കൗമ സൗഇൻ അവർ സൗഇൻ്റെ മോശത്തിൻ്റെ വൃത്തികേടിൻ്റെ ആളുകളായിരുന്നു. ഫഅഗ്റഖനാഹും അങ്ങനെ അവരെ മുക്കിക്കളഞ്ഞു. അജ്മീൻ അവരൊക്കെയും. അത് അങ്ങ് ഓർക്കണം നബിയെ ദാവൂദ് നബി അലൈഹി സ്വലാം സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഏതായത് ഖിസ്സത്തും അവർ രണ്ടുപേരുടെ കഥ വയുബദൽ മിൻഹു ദാവൂദ് സുലൈമാൻ ആ രണ്ടുപേരിൽ നിന്നും ബദലാക്കപ്പെടും. ഇതിന് എന്ന് പറഞ്ഞ സംഗതി ഇത് യഹ്കുമാനി ഫിൽ ഹർസി ഒരു കൃഷിയുടെ വിഷയത്തിൽ അവർ രണ്ടുപേരും വിധിക്കുന്ന വേള ഹുവ സർഉ അത് സർഉ അല്ലെങ്കിൽ ഔ കർമ്മ, ഒന്നെങ്കിൽ എന്താണ് നമ്മുടെ നെല്ല് അതുപോലത്തെ കൃഷിയാണ്, അല്ലെങ്കിൽ ഔ കർമ്മ മുന്തിരി കൃഷിയാണ്, എന്തോ ഒരു കൃഷിയാണ്. ഇത് നഫശത് ഫിഹി ഗനമുൽ ഖൗം എന്താണ് അവിടെ എന്തായി, ഇത് നഫശത് ഫിഹി ഗനമുൽ ഖൗം ഒരു കൗമിൻ്റെ ആടുകൾ എന്ത് ചെയ്തു അവിടെ മേഞ്ഞു നടന്നു. ഈ കൃഷിയിൽ വേറെ കൗമിൻ്റെ ആളുകൾ വന്നിട്ട് മേഞ്ഞു, അതായത് അതിനെ മേഞ്ഞു. രാത്രിയിൽ ബിലറായിൻ ഇടയനില്ലാതെ അതിങ്ങനെ ബി അൻ ബി അനിൻഫലത്തത്ത് അതെന്തായി അഴിഞ്ഞു പോലും ഉണ്ടെന്നായിരിക്കും. അപ്പോൾ അന്തർ എന്നുള്ളത് ഈ ധാന്യങ്ങൾ കൂട്ടിയിടുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഫബാസ് അള്ളാഹു സഹാബത്തയിൽ രണ്ട് കാറ്റുകൾ അള്ളാഹു അയച്ചു. അഫറഖത്ത് ഇഹ്ദാഹുമ അതിലൊരു കാറ്റ് ചൊരിഞ്ഞു അല അന്തരി കുമഹി ഗോതമ്പ് കൂട്ടിയിട്ട സ്ഥലത്ത്, അത് സ്വർണ്ണത്തെയും. അഫറഖത്തിൽ പറയാം മറ്റേ കാറ്റ് ചൊരിച്ചു അല അന്തരി ഷൈരി ബാർലി കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് എന്താണ് അൽ വറക്ക വെള്ളിയെയും ഇങ്ങനെ ചൊരിച്ചു. അങ്ങനെ ഹത്താഫാൽ അത് കവിഞ്ഞൊഴുകി അവിടെ നിന്ന്. റഹ്മത്തൻ അത് മഫൂൽ ലഹു ആണ്, ഒരു കാരണത്തിന് വേണ്ടി ഇതെല്ലാം തിരിച്ചു കൊടുത്ത അദ്ദേഹത്തിന്. ഇനി എന്തിനാ നമ്മുടെ അടുക്കൽ നിന്നുള്ള കാരണത്താലാണ് സിഫ, അത് റഹ്മത്തിൻ്റെ സിഫത്താണ്. അത് ദിക്റല്ല ആബദീൻ അടിമകൾക്കുള്ള ഒരു ദിക്റായിട്ട്, ഒരു സ്മരണയായിട്ട്. ലിയസ്ബിറു അവരൊക്കെ എന്ത് ചെയ്യുക ക്ഷമിക്കാൻ വേണ്ടി. ഫൈസാബു അപ്പോൾ ദാവൂദ് നബി ക്ഷമിച്ച പോലെ അവർ ക്ഷമിക്കുമ്പോൾ എന്താവും അവർക്ക് പ്രതിഫലം ലഭിക്കും. അത് കിടന്ന് ഓർക്കണം നബി ഇസ്മായിൽ അലൈഹി സ്വലാമിന് ഇദ്രീസ് അലൈഹി സ്വലാമിന് അലൈഹി സ്വലാമിന് കുല്ലിന് അവരൊക്കെ മിനസാബിന് ക്ഷമാപ്പെട്ടവരായിരുന്നു. അല്ലാത്ത ആദില്ല അള്ളാഹുവിന് വഴിപ്പെട്ടതിന് മേൽ അള്ളാഹുവിനെതിരെ ചെയ്യുന്നതിന് തൊട്ടും അദ്ഖൽനാഹും നാം അവരെയൊക്കെ പ്രവേശിപ്പിച്ചു ഫിറഹമത്തിന് നമ്മുടെ കാലത്തിന് പിന്നെ നുബുവത്തി കാരണം എന്തിനാൽ നുബുവത്തിനാൽ ഇന്നും അവർ പിന്നെ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്. ലഹ സ്വാലിഹീന ലഹ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റഹ്മത്തിന് അർഹരായ യോഗ്യരായ ആളുകൾ തന്നെയാണ്
വസുമിയ ദൽക്കിഫിലിൻ്റെ പേര് വരാൻ കാരണം എന്നഹു തകഫല ബി സിയാമി ജമി നഹരി, തൻ്റെ പകൽ മുഴുവനും നോമ്പെടുക്കാൻ വേണ്ടി അദ്ദേഹം ഏറ്റെടുത്തു. ഖിയാമി ജമീ ലൈലി, തൻ്റെ രാത്രി മുഴുവൻ നിസ്കരിക്കാനും. വയ്യക്കലിയ ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ വിധി തീർപ്പാക്കാനും. വലായലിബു അദ്ദേഹം ദേഷ്യപ്പെടാറുണ്ടായിരുന്നില്ല, അങ്ങനെ ദേഷ്യപ്പെടുകയില്ല എന്നതിനെയും അദ്ദേഹം ഏറ്റെടുത്തു. വലായലീബ എന്ന് വായിക്കണം. എന്നിട്ട് ഫവാഫ ബിദാലക, അദ്ദേഹം അതിനെ പൂർത്തീകരിച്ചു. വക്കീല ലമിയക്കുൻ നബിയൻ, അദ്ദേഹം നബി അല്ല എന്നൊരു കീലുണ്ട്, ഇത് കീല മാത്രമാണ്. വധുക്കുറങ്ങ് ഓർക്കണം നബിയെ ദന്നൂൻ അലൈഹി സ്വലാമിനെ, അഥവാ സാഹിബുൽ ഹുത്ത്. നൂൻ എന്ന് വെച്ചാൽ ഹുത്താണ്, മത്സ്യത്തിൻ്റെ ആളെ ഓർക്കണം. യൂനുസ് മത്ത അലൈഹി സ്വലാമാണ്. വൈബുദൽ മിനു, അഥവാ അതിൽ നിന്ന് ബദലാക്കപ്പെടും. ഇത് ഹബ മുഖാദിം, അദ്ദേഹം ദേഷ്യം പിടിച്ച് പോയ പള്ളി കൗമി, തൻ്റെ സമൂഹത്തിൻ്റെ ദേഷ്യം പിടിച്ച് പോയി. ഒളബാൻ അലിഹിം, അവരുടെ അമ്മയിൽ ദേഷ്യം പിടിച്ചിട്ടാണ് പോയത്. മിമ കാസ മിൻഹും, അവർ നിന്നും എന്താണ് കാസ, അദ്ദേഹം ഏറ്റെടുത്ത, അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന മുഖാസാത്ത്, തിരിച്ചുള്ള നടപടിക്രമം, ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറാമെന്ന് കാസാമിൻഹു. അങ്ങനെ വലം ലഹു ഫിദാലിക, വലം യുദല്ലഹു, അദ്ദേഹത്തിന് സമ്മതം നൽകപ്പെട്ടിട്ടില്ല. ഫിദാലിക, അങ്ങനെ പോകാൻ വേണ്ടി, സമൂഹത്തെ ഒഴിവാക്കി പോകാൻ വേണ്ടി അള്ള സമ്മതം കൊടുത്തിട്ടില്ല. ആ സ്ഥിതിയിലാണ് അദ്ദേഹം ദേഷ്യം പിടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം വിചാരിച്ചു അല്ല നഖദർ അലഹി, നമുക്ക് അദ്ദേഹത്തെ പിടികൂടാൻ കഴിയില്ല എന്ന്. നഖദി അലഹി, അദ്ദേഹത്തിനെതിരെ വിധിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചു. ബിമാ കളയിന, നാം വിധിച്ച ഒന്നുകൊണ്ട്. മീൻ ഹബസി, അദ്ദേഹത്തെ പിടിച്ചിടലാൻ. ഫി ബത്തിൻ ലഹൂത്തി, ഒരു മത്സ്യത്തിന്. അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല, ഒരു മത്സ്യം തന്നെ പിടിച്ച് വിഴുകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അല്ലെങ്കിൽ നുവയ്യ കാലയി പിതാലിക്ക്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേലെ നമ്മൾ ഇടുക്കം സൃഷ്ടിക്കലിന് അദ്ദേഹം വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ ഫനാദാഫി ദുലുമാത്തി, അങ്ങനെ അദ്ദേഹം ഇരുട്ടുകളിൽ വെച്ചായിട്ട് വിളിച്ചു പറഞ്ഞു. ദുൽമത്തിൽ ലൈലി, ഇരുട്ടുകൾ എന്ന് പറയാൻ കാരണം ഒന്ന് ദുൽമത്തിൽ ലൈലി, രാത്രിയുടെ ഇരുട്ട്. ദുൽമത്തിൽ ബഹരി, സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തുള്ള ഇരുട്ട്. ദുൽമത്തിൽ ബത്തിനിൽ ഹുത്തി, മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇരുട്ട്. 3 ഇരുട്ടുകളുടെ ഉള്ളിലാണ് അദ്ദേഹം കഴിയുന്നത്. അപ്പോഴേക്ക് അദ്ദേഹം വിളിച്ചു പറയാണ് എന്ന് വെച്ചാൽ ബി അൻ, ലാ ഇലാഹ ഇല്ല അന്ത എന്നതുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയാണ്, ലാ ഇലാഹ ഇല്ല അന്ത, നീ ഒരു ഇല്ല പഠിച്ച സുബാന, നീ പരിശുദ്ധനാണ്. ഇന്നി കുന്തുമിന ളാലിമീൻ, ഞാൻ ആക്രമിക്കപ്പെട്ടു പോയി. ഫി ദഹാബി മിൻ ബൈനി ഖൗമിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ പോവലിൻ്റെ വിഷയത്തിൽ ബിലാ, ഇതിന് സമ്മതമേതും ഇല്ലാതെ. ഫസ്തജബനാ ലഹു, അങ്ങനെ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി. വനജീന, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. മിനൽ ഗമ്മിൽ നിന്നും, അല്ലെ ടെൻഷനിൽ നിന്നും, മനക്ലേശത്തിൽ നിന്നും, വിത്തിൽ ആ കലിമത്തുകളുടെ ഫലം കാരണത്താൽ. വകദാലിക, പ്രകാരം തന്നെ, കമാനജീന, നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ പോലെ, നുൻജിൽ മുഅ്മിനീങ്ങൾ നാം രക്ഷപ്പെടുത്തും. മിൻ കർബിഹിം, മിൻ കർബ്, അല്ലെ കർബ്, പ്രയാസത്തിൽ നിന്നും. ഇതസ്തഗാസൂബിന, നമ്മളോട് ഒരു സഹായം തേടിയാൽ ദാഇന, അവർ തന്നെ ദുആ ചെയ്യുന്നവരായ നിലയ്ക്ക്. അത് ഖുർആൻ ഓർക്കണം നബി സക്കരിയ അലൈഹി സ്വലാമിനെ വൈബുദിൽ, അഥവാ അതിലും ബദലാക്കപ്പെടും. ഇതിനാദാ റബ്ബഹു, അദ്ദേഹം തന്നെ റബ്ബിനോട് വിളിച്ച് പ്രാർത്ഥിച്ച വേള. ബിക്കോല്, തൻ്റെ കൗല് കൊണ്ട്. റബ്ബി, എൻ്റെ റബ്ബേ, ലാ തദർനി, നീ ഒഴിവാക്കല്ലേ, ഫർദൻ, ഒറ്റയ്ക്ക്. അതായത് ബിലാവാലതിന്, കുട്ടികളൊന്നും ഇല്ലാതെ, ഇരുത്തുനി, എനിക്ക് അനന്തരമെടുക്കുന്ന, എൻ്റെ ശേഷം ഈ ഇൽമിനെ, ഈ നുബുവത്തിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയില്ല, നീ എന്നെ മരിപ്പിക്കല്ലേ. വാന്ത ഖൈറുൽ വാരിസീൻ, നീ വാരിസീങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവനല്ലേ. വാരിസീൻ എന്ന് വെച്ചാൽ അൽ ബാക്കി, ബാക്കിയാവുന്ന ആളുകളിൽ വെച്ച് ഏറ്റവും നല്ലവനല്ലേ. ബാദ ഫനായി ഖൽഖിക, ബാക്കിയാണെന്ന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും നശിക്കും, നീ മാത്രം നശിക്കൂല. അതായത് അൽ ബാക്കി ബാദ ഫനായി ഖൽഖിക, നിന്റെ സൃഷ്ടികളൊക്കെ നശിച്ചതിന് ശേഷം നീ അവശേഷിക്കുന്നവനാണല്ലോ. അൽഹംദുലില്ലാ. അങ്ങനെ ഫസ്തജബ്നാ, ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകി, ഉത്തരം ചെയ്തു. ഇതാഹു, അദ്ദേഹത്തിന് വിളിക്കും. അൽഹംദുലില്ലാ. നാം അദ്ദേഹത്തിന് നൽകി നബി അലൈഹി സ്വലാമിന് വളരെ ഒരു കുട്ടിയായിട്ട്. വസ്ലഹ്നാ ലഹു സൗജ, അദ്ദേഹത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നാം സജ്ജയാക്കി, ചൊവ്വാക്കി. അങ്ങനെ ചൊവ്വാക്കാന്ന് വെച്ചാൽ പ്രായമുള്ള ഭാര്യയായിരുന്നു. എത്ര 98 അത്ര കണ്ടല്ല നമ്മൾ മറിയം സൂറത്തിൽ പറഞ്ഞിരുന്നത്. ഇവർക്ക് 110 അങ്ങനെയുണ്ട്. അങ്ങനെ ഫാത്തത് ബിൽ വലതി, ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ബാലാഖിമിഹ, അവർ മച്ചിയായതിനു ശേഷം, കുട്ടി ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടായതിനു ശേഷം പിന്നീട് കുട്ടിയായിട്ട് വന്ന് പ്രസവിച്ചു. ഇന്നഹും, അവരൊക്കെ, അതായത് മനക്കുറി പറയപ്പെട്ട ആളുകൾ, അമ്പിയാക്കൾ നിന്നും, അവരൊക്കെ യുസാരിഊന, ഇബാദർ, അവർ വേഗത്തിലാകുന്നവരായിരുന്നു. ഫിൽഖൈറാത്ത്, നന്മകളുടെ വിഷയത്തിൽ. ആദ്യം അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൻ്റെ വിഷയത്തിൽ. റഗബൻ, അവർ പ്രതീക്ഷയോടുകൂടി നമ്മളോട് ചോദിക്കുമായിരുന്നു. റഹ്മത്തിനെ, നമ്മൾ റഹ്മത്തിനെ പ്രതീക്ഷിച്ചിട്ട്. റഹബൻ, അതാവിന, നമ്മുടെ ശിക്ഷയിൽ നിന്നിട്ട് പേടിച്ചിട്ടുമായിരുന്നു അവർ ചോദിച്ചിരുന്നത്. വക്കാനുലന ഹാഷി, അവർ നമ്മളോട് പേടിക്കുന്നവരായിരുന്നു, ഭയഭക്തിയുള്ള ആളായിരുന്നു. മുത്തവാദീന, ബിരിയം കാണിക്കുന്നവരായിരുന്നു. ഫീ ബാത്തിയും, അവരുടെ ആരാധനകളിൽ. അത് ഖുർആൻ ഓർക്കണം. നബിയെ മറിയം ബീവി അലൈഹി സ്വലാമിനെ, അല്ലത്തി, എങ്ങനെയുള്ള മറിയം ബീവിയാണ്. അഹ്സനത് ഫർജഹ, അവരുടെ ഫർജിനെ, ഗുഹ്യഭാഗത്തെ വളരെ സൂക്ഷിച്ചു. ഹഫളത്തുഹു, അതിനെ അവർ സംരക്ഷിച്ചു. ഹഫിളത്തുഹു,
യഹ്ഫളു ഹഫളത്തുഹു സംരക്ഷിച്ചു മിൻ അയ്യനാല മിൻ അയ്യുനാല അത് കൈവശപ്പെടുത്തലിനെ തൊട്ട് വേറെ ആർക്കും അതിന് വിട്ടുകൊടുത്തില്ല. അതായത് മറ്റൊരാളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ നിന്നില്ല. പിന്നെ പല ഫീഹ അവരിൽ നാം ഊതി റൂഹിനെ നമ്മുടെ റൂഹിൽ നിന്നും അയിൻ ഫലത്ത് നിന്നാണ്. അപ്പോൾ ചങ്ങലയിൽ നിന്ന് അയിഞ്ഞു അല്ലേ, കെട്ടിൽ നിന്നും അയിഞ്ഞു പോലെ കൊണ്ട് മേയ്ക്കാൻ ഒരു ഇടയനൊന്നും ഇല്ലാതെ വന്ന് മേയിച്ചു ഈ ആടുകൾ. അപ്പോൾ കുഞ്ഞ നാം ആയിരുന്നില്ല ഹുക്കുമിഹിം ഷാഹിദീന ഫീഹി അല്ലെ, അവർ അതിൽ എന്താണോ അല്ലെ വിധിക്കുന്നത് എന്ന അവരുടെ ഹുക്കുമിനെ നാം എന്തായിരുന്നു, അത്രേ ഉള്ളൂ, ഷാഹിദീന ഫീഹി ഇല്ല. ലി ഹുക്കുമി അവരുടെ ഹുക്കുമിനെ നാം കാണുന്നുണ്ടായിരുന്നു, അവരെന്താ വിധിക്കുന്നത് നമുക്ക് കാണുന്നുണ്ടായിരുന്നു. ഫീഹി അതിലുണ്ട് ഇസ്തിമാർ ലമീറിൽ ജം ലിരിസ്ലൈനി ജംഇൻ്റെ ബഹുവചനത്തിന് ഉപയോഗിക്കുന്ന ലമീർ രണ്ടാളുകൾക്കായിട്ട് ഉപയോഗിച്ചു. കുഞ്ഞാലി ഹുക്കുമി ഹിമ എന്നല്ലേ പറയേണ്ടത്, ഹുക്കുമി ഹിം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. കാല ദാവൂദ് ലി സാഹിബിൽ ഹർസ്, അങ്ങനെ ഒരു പ്രയോഗം അവിടെ ഉണ്ട്. കാല ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു ലി സാഹിബിൽ ഹർസ്, ഈ കൃഷിയുടെ ആൾ കൃഷിക്കാരനുണ്ടല്ലോ, കൃഷിക്കാരനോട് പറഞ്ഞു റികാബുൽ ഗനം ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു ലി സാഹിബിൽ ഹർസി റികാബുൽ ഗനം, എന്താണ് ഗനമിനെയൊക്കെ ആടുകളൊക്കെ ഈ കൃഷിക്കാരനുള്ളതാണെന്ന് പറഞ്ഞു. വഖാല സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു അങ്ങനെ വേണ്ട, എന്തഫിഉ ബി ദരിഹ അതിൻ്റെ പാല് കൊണ്ട് ഉപകാരം എടുത്തോട്ടെ ആര്, കൃഷിക്കാരൻ. എന്നിട്ട് വനസ്ലിഹ അതിൻ്റെ കുട്ടികളെ കൊണ്ട്, ഉണ്ടാകുന്ന കുട്ടികളെ കൊണ്ട്, വസൂഫി അതിൻ്റെ പഞ്ഞി കൊണ്ടും, ഇല ഏതുവരെ അയ്യൗദൽ ഹറസു ഈ കൃഷി മടങ്ങുന്നിടം വരെ, കമാ കാനത് ഉണ്ടായിരുന്നത് പോലെ. അതെങ്ങനെ മടങ്ങുക, ബി ഇസ്ലാഹി സാഹിബിഹ ഈ ആടിൻ്റെ ആളെന്താക്കുക അതിനെ മെച്ചപ്പെടുത്തുക. എന്നിട്ട് ഫയറുദ്ദഹ ഇലഹി എന്നിട്ട് ഈ കൃഷി അല്ല ഈ ആടുകളെയൊക്കെ എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക ഇലഹി ആ ആടിൻ്റെ ആളിലേക്ക് തന്നെ. അപ്പം ആദ്യം ദാവൂദ് നബി ഇങ്ങനെ വിധിച്ച് എന്ത്, ഈ ആടുകളൊക്കെ ആർക്ക് കൊടുക്കട്ടെ ഇനി, കൃഷിക്കാരന്. അപ്പോൾ ആകെ ആടിൻ്റെ ആൾക്ക് ഫുള്ള് നഷ്ടമാവൂലേ. അപ്പോൾ കുറച്ചും കൂടെ ബുദ്ധിപരമായ നീക്കമായിരുന്നു. ആര് ഒരു കൊല്ലത്തേക്ക് എന്ത് ചെയ്യും, ആടും ആടിൻ്റെ മക്കളെയൊക്കെ അതിൻ്റെ പാലൊക്കെ തീട്ടട്ടെ, ഇവർക്ക് കിട്ടട്ടെ, ഈ കൃഷിക്കാരന് കിട്ടട്ടെ. എന്നിട്ട് കൃഷി ആ ഒരു കൊല്ലം കൊണ്ട് ഇവൻ നന്നാക്കട്ടെ ആടിൻ്റെ ആട്, എന്നിട്ട് തിരിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഫഫഹംനഹ അൽ ഹുക്കൂമത്ത ഈ വിധി പ്രസ്താവത്തിൽ നാം പഠിപ്പിച്ചു കൊടുത്തു സുലൈമാന് വഹുക്കുമ എന്താണ് ഹുക്കുമുഹും അവർ രണ്ടുപേരുടെ ഈ വിധിക്കൽ ബിജിത്തിഹാദിൻ ഓരോരുത്തരുടെ ഈ ജിത്തിഹാദ് കൊണ്ടാണ്. വറജ ദാവൂദ് അലൈഹി സുലൈമാൻ അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാമിലേക്ക് ദാവൂദ് നബി അലൈഹി സ്വലാം മടങ്ങി, അഥവാ ദാവൂദ് നബി അലൈഹി സ്വലാം സുലൈമാൻ നബീനെ അംഗീകരിച്ചു ഈ വിഷയത്തിൽ. വഖീല ഒരഭിപ്രായം ഉണ്ട് ബിവാഹീൻ വഹി മുഖേനയാണെന്ന്. വസാനി നാസിഹുൽ അവലി എന്തായാലും ഒന്നാമത്തെ രണ്ടാമത്തെ എന്ത് ചെയ്യുന്നതാണ്, നെസ് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. വക്കുല്ലമിനും അവരുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും നാം നൽകി ഹുക്കുമൻ അഥവാ നുബൂവത്തിനെ നൽകി. രണ്ടുപേരും നബിമാരായിരുന്നു. വൈൽമൻ ഇൽമിനെ ബി ഉമരുദ്ദീൻ ദീൻ്റെ കാര്യങ്ങളെ കൊണ്ട്. സഹർന നാം കീഴ്പ്പെടുത്തി കൊടുത്തു ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് പല ജിബാല പർവ്വതങ്ങളെ യുസബ്ബിഹിന വത്തൈറ അവകളെ തന്നെ തസ്ബീഹ് ചെല്ലുന്നവരായി നൽകി. വത്തൈറ പക്ഷികളെ കീഴ്പ്പെടുത്തി കൊടുത്തി. കദാലിക പ്രകാരം തസ്ബീഹ് ചെല്ലുന്നവരായി നൽകി. സഹറ ലി തസ്ബീഹി മാഹു സുഹിറ അവർ രണ്ടിനെയും കീഴ്പ്പെടുത്തപ്പെട്ട് തസ്ബീഹിനായിട്ട് മാഹു ദാവൂദ് നബിയോടൊപ്പം. ലി അംരിഹി ബിഹി ദാവൂദ് നബി അലൈഹി സ്വലാം അങ്ങനെ കൂടെ നിൽക്കാൻ വേണ്ടി കൽപ്പിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹു അതുകൊണ്ട് കൽപ്പിച്ചത് കൊണ്ട്. ഇതാ വജദ ഫത്രത്തൻ ദാവൂദ് നബിക്ക് ഒരു ക്ഷീണം അനുഭവപ്പെടുമ്പോൾ ലി എൻഷത്ത ലഹു ദാവൂദ് നബിക്ക് ഒരു ഉന്മേഷം ഉണ്ടാവാൻ വേണ്ടി തസ്ബീഹിനായിട്ട്. അപ്പോൾ തസ്ബീഹിൽ തളരും, മലക്കുകൾക്കല്ല തസ്ബീഹിൽ തളർച്ച വരാത്തത്. അപ്പോൾ തസ്ബീഹിൽ തളരുമ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഒരു ഉന്മേഷത്തിനായിട്ട് പക്ഷികളും ഒക്കെ ദാവൂദ് നബിയുടെ കൂടും. കുന്ന ഫായിലീന നമ്മൾ ചെയ്യുന്ന ആളാണ്, അള്ള പറയാണ് നമ്മൾ ചെയ്യുന്ന ആൾ തന്നെയാണ്. എന്തിനാ തസ്ഹീറ തസ്ബീഹി മാഹു അവകളൊക്കെ തസ്ബീഹ് ചെല്ലുന്നതിന് കീഴ്പ്പെടുത്തി കൊടുക്കുക. മാഹു ദാവൂദ് നബിയോടൊപ്പം തസ്ബീഹ് എല്ലാം വേണ്ടി കീഴ്പ്പെടുത്തി കൊടുക്കുന്നത് നമ്മൾ ചെയ്യുന്ന ആളാണ്. വ ഇൻ കാന അജബൻ അതത്ര അത്ഭുതകരമാണെങ്കിൽ ശരി, ഇന്ദക്കും നിങ്ങളുടെ അടുക്കൽ അതായത് മുജാവത്തുഹു ലി സയ്യിദി ദാവൂദ് മുജാവബത്ത് അതായത് ദാവൂദ് നബിയോടൊപ്പം മറുപടി കൊടുക്കുക സയ്യിദ് ദാവൂദ് നബി അലൈഹി സ്വലാമിന്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, തസ്ബീഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വാല്ലംനാഹു നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു സനഅത്ത ലബൂസിൻ്റെ നിർമ്മാണം.
വഹിയ ദർ, ലബൂസ് എന്ന് വെച്ചാൽ എന്താണ്, ദർ ആണ് എന്താണ് പടയങ്കി. എന്നാ കാരണം അത് തുൽബസ് ധരിക്കപ്പെടുന്നതാണ്, അതുകൊണ്ടാണ് ലബൂസ് എന്ന് പറഞ്ഞതിനെ പറ്റി. വഹുവ അവലു മൻ സനഅഹ, ദാവൂദ് നബി അലൈഹി സ്വലാമാണ് ആദ്യമായി പടയങ്കി ഉണ്ടാക്കിയത്. വകാന ഖബലഹ സഫാഇഹ്, അതിനു മുമ്പ് എന്തായിരുന്നു സഫാഇഹ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സഫാഇഹ് എന്ന് വെച്ചാൽ വെറും സാധാരണ. അപ്പോൾ എന്തായിരുന്നു, സഫായി ആയിരുന്നു ഈ എന്താ പറയുക, പലകളൊക്കെ ആയിരുന്നു. പലകളൊക്കെ വസ്ത്രത്തിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് ഒന്നും ഇതില്ല, പടയങ്കില്ല. ലക്കും നിങ്ങൾക്കുള്ള പടച്ചട്ട അല്ല പടയങ്കിയുടെ നിർമ്മാണം, പടച്ചട്ട അല്ല കേട്ടോ, പടയങ്കിയുടെ നിർമ്മാണം നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഫി ജുംലത്തിന്നാസി, ലക്കും എന്നുള്ളത് എന്താണ്, ജുംലത്തിന്നാസ് ജനങ്ങളുടെ കൂട്ടത്തിലായിട്ട് എല്ലാവർക്കും അതിന് ഉപകാരം കിട്ടിയില്ല പിന്നെയുള്ളവർക്ക്. ലി നുസാഹി എന്താണ്, ലി നുഹ്സിനക്കും, നാം നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, ബിന്നൂനി നൂനുണ്ട്, അപ്പോൾ ലില്ലാഹിയാണ്, അള്ളാഹുവിലേക്കാണ് അത് പോവുക. വബി തഹ്താനിയത്തി, ഇനി ലി യുഹ്സിനക്കും എന്നുണ്ട്, അങ്ങനെ ആകുമ്പോൾ ലി ദാവൂദ് നബി അലൈഹി സ്വലാം നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി. അവൽ ഫൗക്കാനിയത്തി, അത് അങ്ങനെ കിറാത്തുണ്ട്, അങ്ങനെ ആകുമ്പോൾ ലബൂസിലേക്ക് പോകും, ആ പടയേക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി. മിംബാസിക്കും, നിങ്ങൾക്കുള്ള പ്രയാസത്തിൽ നിന്നും, അതായത് ഹർബിക്കും, നിങ്ങളുടെ യുദ്ധത്തിൽ നിന്നും, ഇതായിക്കും, നിങ്ങളുടെ ശത്രുക്കളോടൊപ്പമുണ്ട്. ഫഹൽ അന്തും യാ മക്ക, അപ്പം നിങ്ങളോ യാ മക്കാരെ, ഷാക്കിറു, നിങ്ങൾ നന്ദിയുള്ളവരാണെന്നില്ല. ഇതൊക്കെ അള്ള കാണിച്ചു തന്ന കൊടുത്ത പണിയല്ലേ ഇതൊക്കെ. നിയമത്തെ എൻ്റെ അനുഗ്രഹത്തിന് നബി തസ്ദീഖ് റസൂലി മർസ, എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത്, ഈ റസൂലായ അള്ളാഹുവിൻ്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അംഗീകരിക്കൊണ്ട്, അതായത് ഉഷ്കുറൂനി ബിദാലിക, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാകുന്നു അർത്ഥം, ഉദ്ദേശം. വസഖർന, നാം കീഴ്പ്പെടുത്തി കൊടുത്തു, സുലൈമാൻ നബിക്ക് അരീഹിനെ, ആസിഫത്തിന് കൊടുങ്കാറ്റായിട്ട്. വഫി ആയത്തിൽ മുഹ്റ, മറ്റൊരായത്തിലുണ്ട് റഹ അൻ, വളരെ വന്ന മരത്തിന്, അല്ല റഹ എന്ന് വെച്ചാൽ ശദീദുൽ ഹുറൂബ്, ശക്തമായി വീശിയടിക്കുന്ന. ഹഫീഫത്തൻ, അങ്ങനെയാണ്. റഹ എന്ന് വെച്ചാൽ കീഴ്പ്പെടുത്തപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ശക്തമായി വീശിയടിക്കും. ഹഫീഫത്തുൽ ഹുബൂബായിട്ട്, വളരെ ലോലമായിട്ടും വീശും. ബി ഹസബി റാത്തി, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അനുസരിച്ചിട്ട്. അപ്പം ആസിഫത്ത് എന്ന് വെച്ചാൽ കൊടുങ്കാറ്റാണ്. ആസിഫത്ത് എന്ന് വെച്ചാൽ കൊടുങ്കാറ്റാണ്. അതല്ല തജ്രി ബി അംരിഹി, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒഴുകും, അല്ല തജ്രി ഒഴുകും, ഇലൽ അർദി, ഭൂമിയിലേക്ക് ഈ കാറ്റ് സഞ്ചരിക്കുന്നു. അല്ലത്തി, അങ്ങനെയുള്ള ബാറക്ന ഫിഹാ, ഭൂമിയിൽ നാം എന്ത് ചെയ്തത്, അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. ഷാമാണ്. വകുന്ന ബിക്കുല്ലി ഷൈഇൻ ആലിമീൻ, നാം എല്ലാത്തിനെ പറ്റി അറിയുന്നവനാണ്. മിൻദാലിക, അതിൽപ്പെട്ടതാണ് ഇൽമു തആല, അള്ളാഹുവിൻ്റെ അറിവ്. ബി അന്ന മാ യുഅ്തിയഹു സുലൈമാൻ നബിക്ക് നാം അള്ളാഹു നൽകിയ ഒന്ന്, യദ്ഉഹു ഇലൽ ഖുളൂഇ, അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്നതാണെന്ന്, വിനയം കാണിക്കുന്നതിലേക്ക് സുലൈമാൻ നബിയെ പ്രേരിപ്പിക്കുന്നതാണെന്നുള്ളതൊക്കെ അറിയാം. റബ്ബി, തൻ്റെ റബ്ബിന് വിനയമുള്ളവനാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹം. അങ്ങനെ ഇപ്പോൾ അല്ലാഹു താല അത് ചെയ്തു. അല മുഖത്തല്ല ഇൽമി, അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ നേട്ടത്തിനനുസരിച്ചിട്ട്. സഖർനാ, നാം കീഴ്പ്പെടുത്തി കൊടുത്ത്, മിന ഷയാത്തീനി, പിശാചുക്കളിൽ നിന്നും, ഒരു കൂട്ടരെ യഹൂസൂന ലഹു, സുലൈമാൻ നബിക്കായിട്ട് മുങ്ങൽ നടത്തും, മുങ്ങും വെള്ളത്തിൽ. യദ്ഖുലൂന ഫിൽ ബഹരി, സമുദ്രത്തിൽ പ്രവേശിക്കും. എന്നിട്ട് ഫയഖ്റുജൂന മിന, സമുദ്രത്തിൽ, യുഖ്രിജൂന മിന, അതിൽ നിന്നും പുറപ്പെടുവിക്കും. അൽ ജവാഹിറ, മുത്തുകൾ, ഈ സുലൈമാൻ നബിക്കായിട്ട്. വയഅമലൂന, എന്നിട്ട് അവർ ചെയ്യുന്ന വിഭാഗം പിശാചുക്കളെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അമലൻ ദൂന ദാലിക, അതല്ലാതെ മറ്റു പല പണികളും ചെയ്യുന്ന, അതായത് എന്താണ് മുങ്ങുക എന്നുള്ളത്, മുങ്ങൽ വിദഗ്ധരല്ലാത്ത വേറെ ചില പണികൾ. മിനൽ ബിന, ഈ കെട്ടിട നിർമ്മാണം. അതല്ലാത്തതിന് വകുന്നാലഹും ഹാഫിളീൻ, നാം അവരെയൊക്കെ സംരക്ഷിക്കുന്നതാണ്. മിൻ അൻ യുഫ്സിദു മാമിലു, അവർ ചെയ്തതിന് അവർ കേടാക്കി കളയുന്നതിന് നാം സംരക്ഷിക്കുന്നതാണ്. എന്നവും കാരണം കാനും, അവരായിരുന്നു ഇതാ ഫറഹു മിനൽ അമലി, ഒരു പ്രവർത്തനം നിന്നും അവർ മുക്തരായാൽ, വിരമിച്ചാൽ, അവരിൽ രാത്രിക്ക് മുമ്പ് വിരമിച്ചാൽ, അഫ്സദുഹു, അവരതിനെ കേടാക്കി കളയും. രാത്രിക്ക് മുമ്പ് ഒരു കാര്യം ഉണ്ടാക്കി വെച്ചാൽ അവർ രാത്രിക്ക് മുമ്പായിട്ട് അതിനെന്ത് ചെയ്യും, തീർത്താൽ അതിനെ നശിപ്പിച്ചു കളയുന്ന അവരുടെ പതിവ്. ഇല്ലം യശ്അലു ബി ഗൈരി, അവർ വേറൊന്ന് പണിയും കിട്ടിയില്ലെങ്കിൽ ഉണ്ടാക്കിയതിനെ പിന്നെയും പൊളിക്കുക, അങ്ങനത്തെ സ്വഭാവമാണ്. അപ്പോൾ അതിൽ നിന്നും നാം എന്ത് ചെയ്യുന്നതാണ്, അവരെ സംരക്ഷിക്കുന്നതാണ്. വദ്കുർ, എന്ന് ഓർക്കണം, നബിയെ അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ അതിൽ ബദലാക്കപ്പെടും. ഇതിനകത്ത് റബ്ബഹു, അയ്യൂബ് നബി അലൈഹി സ്വലാം തൻ്റെ റബ്ബിനെ വിളിച്ചപ്പോൾ, ലമ്മബുത്തിൽ, അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടപ്പോൾ, ഫഖദി ജമീ മാലി, തൻ്റെ സർവ്വധനവും നഷ്ടപ്പെടൽ കൊണ്ട്, വലതി, തൻ്റെ സർവ്വസന്താനങ്ങളും, ഉൽദിഹിൻ വായിക്കാം, വതംസീഖി ജസദിഹി, അള്ളാഹു അല്ലെ അദ്ദേഹത്തിൻ്റെ ശരീരം കീറപ്പെടുന്നത് കൊണ്ട്, അജ്രിയമി ഇന്നാസിലഹു, സർവ്വ ആളുകൾ അദ്ദേഹത്തിനോട് പിണക്കമാകുന്നത് കൊണ്ടും,
ഇല്ലാ സൗജത്തഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ സിനീന കുറേ കൊല്ലം, അല്ലെ സിനീന സലാസൻ അഥവാ സലാസൻ ഔ സബ കൊല്ലങ്ങൾ അതിൻ്റെ സിഫത്തായിട്ട് സലാസൻ ഔ സബ 3-7 കൊല്ലങ്ങൾ ഇങ്ങനെ പരീക്ഷണം തുടർന്നുകൊണ്ടിരുന്നു. ഔ സമാനി അല്ലെങ്കിൽ അത്ര 8 കൊല്ലങ്ങൾ, സമാനിതാശര 18 കൊല്ലവും ഐഷി അദ്ദേഹത്തിൻ്റെ ജീവിതം ഇടുക്കമാവൽ കൊണ്ടൊക്കെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞ അദ്ദേഹം ലാസ്റ്റ് അദ്ദേഹം പറയാണ് അന്നി ബി ഫത്തഹിൽ ഹംസതി ബി തക്കതീരിൽ ബാ ഉണ്ട് സങ്കല്പിച്ചിട്ട് ബി അന്നി എന്നുള്ള അർത്ഥത്തിൽ അന്നി പഠിച്ചവനെ ഞാൻ മസനി എനിക്ക് ബാധിച്ചു പഠിച്ചവനെ അള്ളൂർ പ്രയാസം ഈ ശുദ്ധ പ്രയാസം ബാധിച്ചിട്ടുണ്ട് എന്താ റഹ്മുറാഹിമീൻ കരുണ ചെയ്യുന്നവർ ഏറ്റവും കരുണ ചെയ്യുന്നതല്ല നീ. അങ്ങനെ ഫസ്തജബ്നാലഹു നിദാഹു അദ്ദേഹത്തിൻ്റെ നിദാ എനിക്ക് നമ്മൾ ഉത്തരം നൽകി, അഥവാ ദുആയിരുന്നത് നമ്മൾ കേട്ടു. ഫകശഫ്നാ നാം നീക്കിക്കളഞ്ഞു മാ ബിഹി മഹാനിൽ സ്ഥിരമായതായ ഒന്നിനെ അവന്നതിനാമിൽ നടങ്ങേറിനാൽ ഫാതൈനാഹു അഹ്ലഹു അദ്ദേഹത്തിൻ്റെ അഹ്ലിനെ മഹാനർക്ക് വീണ്ടും തിരിച്ചു നൽകി. ഔലാദഹു ദുകൂറ വല്ലിനാസ ആണ് പെണ്ണുമാവുന്ന മക്കളെ തിരിച്ചു നൽകി. ബിനുഹ്യൂലഹു അവർക്ക് ഹയാത്ത് നൽകപ്പെടൽ കൊണ്ട് ലഹു മഹാനർക്ക് വേണ്ടി. വകുല്ലും മിന സിൻഫൈനി സലാസുൻ ഔ സബ്ഉൻ ഈ 2 സിൻഫിൽ നിന്നുള്ളതും ഒന്നൊക്കെ 3 അല്ലെങ്കിൽ 7. പിന്നെ അപ്പോൾ 6 മക്കൾ 3 അല്ലെങ്കിൽ 7. വമിസിലഹും അത്രയും കൂടി കൊടുത്തു മാഹും ആദ്യണ്ടായതിൻ്റെ പുറമേ മിൻ സൗജത്തിഹി തൻ്റെ സൗജത്തിൽ നിന്ന് വസീദ ഫീ ശബാബിയ മാത്രവുമല്ല ആ ഭാര്യക്കുണ്ടല്ലോ അവിടെ ശബാബിൽ അങ്ങ് ഏറ്റപ്പെട്ടു, യുവത്വം ഒന്ന് കൂടി നല്ല ചൊങ്കത്തിയായി മാറി. വക്കാനലഹു മഹാനർക്ക് ഉണ്ടായിരുന്നോ അന്തറൂ ഒരു കളമുണ്ടായിരുന്നോ മരിക്കാനും അതുപോലെ തന്നെ അതൊക്കെ മതിച്ച് ശരിയാക്കാനും അവർ റെഡിയാക്കാനൊക്കെ ഉള്ളിൽ കുംഹി ഗോതമ്പിനിക്ക് കുംഹനിക്ക് ഉണ്ടായിരുന്നു ഒരു കളമുണ്ടായിരുന്നു. വന്തറിൽ ഷൈറിനിക്ക് വേറെ കളവുമുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ നല്ല ധാന്യങ്ങളൊക്കെ ഇട്ടൊക്കെ നല്ല വലിയ വലിയ കളുണ്ടായിരുന്നു. കളം എന്ന് പറയും മലയാളത്തിൽ. അങ്ങനെ ഫബഅസല്ലാഹു സഹാബത്തൈനി അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാർമേഘങ്ങളെ അയച്ചു. അഫറഖത്ത് ഇഹ്ദാഹുമാ രണ്ടിൽ നിന്ന് ഒന്ന് ഒഴിച്ചു. അല അന്തറിൽ കുംഹി ഈ ഗോതമ്പിൻ്റെതായ അന്തറിന്റെ മേൽ കളത്തിന്റെ മേൽ ചൊരിച്ചതാവാ സ്വർണവും. അഫറത്തിൽ ഓറാല അന്തരി ഷൈറിന്റെ അന്തറിന്റെ മേൽ മറ്റേ കാർമേഘം ചൊരിച്ചു. അൽ വരിക്ക വെള്ളിയും അതങ്ങ് ആ കളം അങ്ങ് നിറഞ്ഞൊഴുകുന്നത് വരെ. റഹ്മത്തം മഫൂലഹു ആണത്. നമ്മളൊക്കൽ നിന്ന് റഹ്മത്തായ നിലയിലാണത്. നമ്മളൊക്കൽ നിന്നുള്ള സിഫത്തുമാണ്. മിന്നിന്തിയറിന് നമ്മളെ വക്കൽ നിന്നുള്ളതായ റഹ്മത്തിന് വേണ്ടി റഹ്മത്ത് ചെയ്ത് ലഭിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു. ആബിദീങ്ങൾക്ക് ഒരു പാഠമായ നിലയിലും യസ്ബിറു വൈസാബു അവർ ക്ഷമിക്കാനും അവർക്ക് സവാബ് നൽകപ്പെടാനും. ഇവിടെ നിന്നല്ലെങ്കിൽ അവിടുന്ന് കിട്ടുട്ടോ ആബിദീങ്ങളെ എന്ന് ആബിദീങ്ങൾക്ക് നല്ലൊരു പാഠമാകാനും പാണ്ടിങ്ങാണ്ടാണ് നമ്മളിത് കൊടുത്തത്. കാരണം അതുവരെ മേനിയാകെ മാന്തി മുറിയാക്കി ആകെ ഇടങ്ങേറായിട്ട് മൂപ്പരെന്ത് ചെയ്തില്ല കുടുങ്ങിന്ന് പറയുന്നത്. അവസാനം ദിക്ർ ചെല്ലുന്ന നാവിനിക്ക് ബുദ്ധിമുട്ട് വരുന്നത് കണ്ടപ്പോഴാണ് മൂപ്പര് പറഞ്ഞത് എന്ത് പറഞ്ഞു വസനിയുറാഹിമി എന്ന് പറഞ്ഞു. പിന്നെ വദുക്കുർ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. നബിയ ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെയും ദുൽകിഫിൽ അലൈഹി ഇസ്ലാമിനെയും പറഞ്ഞു കൊടുക്കൂ നബിയെ. കുല്ലും മിനസ്സാബിരീൻ അവർ മുഴുവനും സാബിരീങ്ങളിൽ പെട്ടവരാണ്. എന്തിനു മേലെ ക്ഷമ? അലാ താഅത്തില്ലാഹി താഅത്തുല്ലാഹിന് മേലെ ക്ഷമയും വൻ മഅസിഹി മഅസിയത്തിന്റെ വീട്ടിലുള്ള ക്ഷമയും. അവർക്ക് ഇതേപോലത്തെ പരീക്ഷ ഉണ്ടായിട്ടില്ല. 3 ദിവസം ക്ഷമയാണുള്ളത്. ബലായിന് മേലുള്ള ക്ഷമ, താഅത്തുല്ലാഹിന് മേലുള്ള ക്ഷമ, മഅസിയത്തിനെയും വീട്ടിലുള്ള ക്ഷമ. ഈ 2 ക്ഷമയും ഇസ്മായിൽ ഇദ്രീസ് ദുൽകിഫിൽ അലൈഹി ഇസ്ലാമിനുണ്ട്. അയ്യൂബ് അലൈഹി ഇസ്ലാമിനിക്ക് മറ്റേ ക്ഷമയും ഉണ്ട്. ഏത്? ബലായിന് മേലെ ക്ഷമ. വലിയ ബലായിനെ ഇവിടെ എടുത്തു പറഞ്ഞുള്ളൂ. ചെറിയ ബല ഇല്ലാത്ത പോലെ ആരുമില്ല. വദ്ഖൽനാഹും ഫീ റഹ്മത്തിനാ ഈ പറഞ്ഞ പ്രവാചകന്മാർ മുഴുവനും നമ്മുടെ റഹ്മത്തിൽ പ്രവേശിപ്പിച്ചു. മിനൻ നുബുവത്തി എന്താണ് റഹ്മത്ത്? കാരണം നുബുവത്ത് നൽകി. ഇന്നഹും മിനസ്സാലിഹീന ലഹാ അവരെ കണ്ടല്ലോ
ആ നുബുവത്തിനെ നല്ല നിലക്ക് കൊണ്ടുകൊടുക്കുന്നവരുപ്പെട്ടവരാണ്. സുമ്യതൽ കിഫിൽ സമ്മാദൽക്കിഫിൽ. ദുൽക്കിഫിൽ അലൈഹി ഇസ്ലാമിനെ പറ്റി ദുൽക്കിഫിലി എന്ന് പേര് പറഞ്ഞത് ലി അന്നഹു പിന്നെ തക്ഫുലു ബി സിയാമി ജമീഇ നഹാരിഹി വ ഖിയാമി ജമീഇ ലൈലിഹി. എല്ലാ രാത്രി നിന്ന് നിസ്കരിക്കാനും എല്ലാ പകലും നോമ്പ് നിൽക്കാനും മൂപ്പര് ഏറ്റെടുത്ത ആളായിരുന്നു. അതാണ് ദുൽക്കിഫിൽ എന്ന് മൂപ്പർക്ക് പേര് വന്നത്. വായി യഖ്ലിയ ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ വിധി പറയാനും, വല യഗ്ലബ പിന്നെ മൂപ്പര് ദേഷ്യം പിടിക്കാതിരിക്കാനും. ആര് എന്ത് പറഞ്ഞാലും എനിക്ക് വിധി പറഞ്ഞിരിക്കും മൂപ്പര് ദേഷ്യം പിടിക്കാതെ. അതുപോലെ തന്നെ എന്നും പകൽ നോമ്പ് നോൽക്കും, എന്ന് രാത്രി നിന്ന് നിസ്കരിച്ചാനും മൂപ്പര് ഏറ്റെടുത്തു. കഫാലത്താണ്. അതുകൊണ്ടാണ് മൂപ്പര് ദുൽഖിഫിൽ എന്ന് പേരുള്ളത്. വഫാബിദാലിക്ക, മൂപ്പര പറഞ്ഞ വാക്ക് മൂപ്പര് പൂർത്തിയാക്കുകയും ചെയ്തു. വക്കീല പറയപ്പെടുന്നു ലമ്യക്കും നബിയൻ, നബി എന്ന പദവിയിൽ മൂപ്പര് എത്തിയിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ഇനി ബഹുമാനപ്പെട്ട ദുൽഖിഫിൽ അലൈഹി യൂനുസ് അലൈഹി ഇസ്ലാമുണ്ട്, ദന്നൂൻ എന്ന് പറയുന്ന എന്ന പേര് വീണ. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ നബിയെ, ആ സ്വഹാബത്തിനെന്ന് വിവരിച്ചു കൊടുക്കൂ നബിയെ. ദന്നൂനി, ആ സാഹിബൽ ഹൂതി, മീൻകാരനെ ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. വഹുവ, ആരാണ് ആളെന്നറിയോ? യൂനുസ് ബിൻ മത്താ അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനയുടെ യൂനുസ് അലൈഹിസ്സലാമിനെ കുറിച്ചാണ് ദന്നൂനി എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. എന്താ ഇബ്ദുൽ മിന്നു എന്ന് ബദലാക്കപ്പെടും. ഇദ്ദഹബ മുഗാളിബ എന്ന് പറയുന്നതിന്. നബിയെ ദന്നൂനിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കൂ. അഥവാ ഇദ്ദഹബ, മഹാന് പോയ രംഗം, മുഗാളിബല്ലി ഖൗമി, സ്വന്തം ജനതയോട് ദേഷ്യം പിടിച്ചവരാ നിലയിൽ, ഐ ഗളബാന അലൈഹിം, അവരുടെ മേൽ ദേഷ്യം പിടിച്ചവരാ നിലയിൽ, മിമ്മ കാസാമിന്, അവരിൽ നിന്ന് മഹാനര് സഹിച്ച ഒന്ന് കാരണമായി, മല്ലിട്ട ഒന്ന് കാരണമായി. ഏത് സിരിവലം യൂദൻ ലഹൂഫി ദാരിക്ക, അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് പുറപ്പെടാൻ അനുവാദം നൽകപ്പെട്ടിരുന്നില്ല. അങ്ങനെയാണ് മഹാൻ കപ്പലിൽ പോയി കയറിയതും അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് തള്ളപ്പെട്ടതും അങ്ങനെയാണ് മീനിൻ്റെ വയറ്റിലാക്കപ്പെട്ടതും. അതുകൊണ്ടാണ് സാഹിബുൽ ഹൂത്ത് മൂപ്പർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം. പിന്നെ ഫളന്ന, മഹാനര് ലന്ന് ചെയ്തു, അല്ലൻ നഖ്ദിറ അലൈഹി, നാം മഹാനരുടെ മേൽ കഴിവാകൂല എന്നാ മഹാനര് വിചാരിച്ചത്. ഐ നഖ്ലി അലൈഹി ബിമാ ഖളൈന, നാം വിധിച്ച ഒന്നുകൊണ്ടൊന്നും വിധിക്കുമായിരുന്നില്ല നാം ഉപരി വിചാരിച്ചത്. മിൻ ഹബ്സിഹി ഫി ബത്നിൽ ഹൂതി, ആവുന്നതിനാൽ മീനിൻ്റെ പള്ളയിൽ മഹാനരെ നമ്മൾ ഹബ്സ് ചെയ്യലിനാൽ, ഔ നളീക അലൈഹി വ നളീക അലൈഹി ബിദാലിക, അല്ലെങ്കിൽ ആ മീനിൻ്റെ വായിട്ടിട്ടുകൊണ്ട് മഹാൻ്റെ മേൽ നമ്മൾ ഇടുക്കം വക്കലിൻ്റെ മേൽ അദ്ദേഹം കയ്യുമായിരുന്നില്ല നാം ഉപരി വിചാരിച്ചത്. ഫനാദാ ഫിൽ ളുലുമാത്ത്, പല ലുലുമാത്തിൻ്റെ ജമ്മാണ്. അപ്പോൾ 3 ലുലുമെങ്കിലും ചുരുങ്ങിയതുമാണല്ലോ ഇരുട്ട്. ആ ഏതാണ് ആ 3 ലുൽമത്ത്? ലുൽമാത്തിലായിട്ട് മൂപ്പര് നാം വിളിച്ചു. ലുൽമത്തിൽ ലൈലി വലുൽമത്തിൽ ബഹരി വലുൽമത്തി ബത്തിനിൽ ഹൂത്ത്, രാത്രിൻ്റെ ഇരുള്, ബഹറിൻ്റെ ഇരുള്, മീനിൻ്റെ പള്ളൻ്റെ ഉള്ളിലാകുക എന്നുള്ള ഇരുള്. ഈ 3 ഇരുളിൽ കടന്നുകൊണ്ട് മൂപ്പര് വിളിച്ചു, അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഐ ബി അൻ, പിന്നെ കളയുടെ ബാഗിൻ്റെ മജ്റൂറാണ്, മധുഹദിയുടെ വസ്ത്രം എന്നർത്ഥം. ലാ ഇലാ, നിശ്ചയമായിട്ടും കാര്യം, ലാ ഇലാ ഇല്ലാ അന്ത, അല്ലാഹുവേ നീ അല്ലാതെ ഇലാഹില്ല കേട്ടോ. സുബ്ഹാനക, നീ പൂർണ്ണ പരിശുദ്ധനാണെന്ന് ഞാനിതാ സമ്മതിക്കുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നിശ്ചയം ഞാനാണ് ളാലിമീങ്ങളിൽ പെട്ടവൻ, നീ പരിശുദ്ധനാൻ. ഫീ ദഹാബി മിൻ ഖൗമി മിൻ ബൈനി ഖൗമി, എൻ്റെ ജനതക്കിടയിൽ നിന്ന് ഞാൻ പോകുന്നതിൽ ഞാൻ ളാലിമാണ്. ബിലാ ഇദ്നിൻ, നിന്റെ അനുവാദം കിട്ടാതെ ഞാൻ അവരിൽ നിന്ന് ഇറങ്ങിയോടിയെന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ ളാലിമീങ്ങളിൽ പെട്ടവനാണ്. ആയതുകൊണ്ട് റബ്ബേ, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി. ഫസ്തജബ്നാ ലഹു, മഹാനർക്ക് നമ്മൾ ഉത്തരം നൽകി. വനജ്ജയ്നാഹു മിനൽ ഗമ്മി ബിതിൽക്കൽ കലിമാത്ത്, ഈ കലിമത്തുകൾ കാരണമായി
ആ ഒമ്മിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷിച്ചു. മറ്റൊരാളുള്ള പറഞ്ഞിട്ടുണ്ട്, ഫലൗല അന്നഹു കാമിനൽ മുസബ്ബിഹീൻ, മൂപ്പര വാക്കിൽ സുബ്ഹാനക്ക എന്നൊരു വാക്കുണ്ടായിട്ട് മൂപ്പർ ഉച്ചരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലബിത ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, അന്ത്യനാൾ വരെ ആ മീനിൻ്റെ വള്ളൻ്റെ ഭാഗത്ത് അദ്ദേഹം കഴിയേണ്ടിയിരുന്നു എന്ന് വേറെ ആയത്ത് പറയുന്നുണ്ട്. അപ്പം ലാ ഇലാഹ ഇല്ലാത്ത തഹ്ലീലും സുബ്ഹാനക്ക എന്നുള്ള ഒരു തസ്ബീഹും ഇന്നി കുന്തുമിനൽ ളാലിമീൻ എന്നുള്ള ഇസ്തിഗ്ഫാറും അതും കൂടി മൂന്നും സമ്മേളിച്ച ഒരു വാക്ക് മൂപ്പരാണ് അള്ളാഹിൻ്റെ മുമ്പിലാണ് അവതരിപ്പിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അള്ള പറയാണ് നമ്മളെ മൂപ്പരെ രക്ഷിച്ചു. മീൻ വളർന്നിട്ട് പുറത്തേക്ക് മൂപ്പരനെ തള്ളി. ചരിത്രമൊക്കെ ശരിക്കും പറയുന്നുണ്ട് സ്വാവിയിൽ. വക്കദാലിക്കായി കമാ നജ്ജൈനാഹു, നാം മഹാൻ രക്ഷിച്ചതുപോലെ നുഞ്ചിൽ മുഅ്മിനീന മിൻ കർബിഹിം, അവരുടെ കർബിൽ നിന്ന് പിന്നെ അവർ നമ്മൾ രക്ഷിക്കും. ഇനി കുറബിഹി എന്ന് വായിച്ചാൽ കുർബത്തിൻ്റെ ജമ്മായിട്ട് അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് നവപർത്ഥം. ഇതസ്തൂബിന, നമ്മോട് അവർ സഹായം തേടിക്കഴിഞ്ഞാൽ ദാഴീന ദുആ ചെയ്യുന്നവരായി ഇങ്ങോണ്ട്. വദ്കുർ സക്കരിയ, നബിയെ സക്കരിയ നബിയെക്കുറിച്ച് സഹാബത്തിനെന്ന് വിവരിച്ചു കൊടുക്കുക. യുബദിന് ബദലാക്കപ്പെടും ഇതിനാഥാ റബ്ബഹു എന്നതിനെ, തൻ്റെ റബ്ബിനെ മഹാനിൽ വിളിച്ചതായ സന്ദർഭം എന്താ വിളിച്ചത്? ബി കൗലിഹി റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. റബ്ബി, എൻ്റെ റബ്ബേ, ലാ തദർനി, എന്നെ നീ ഒഴിച്ചിടല്ലേ, ഫർദന്നര് ഒറ്റയാക്കി ഒഴിച്ചിടല്ലേ എന്ന് വെച്ചാൽ ബിലാ ബലതി യരിസിനി, എനിക്ക് പിൻഗാമിയായിട്ട് എന്നെ അനന്തരം എടുക്കുന്നവർ മക്കളെ കൂടാതെ കുട്ടിയെ കൂടാതെ എന്നെ നീ ഇങ്ങനെ ഒറ്റയാക്കി ഒഴിച്ചിടല്ലേ എന്ന് മഹാനങ്ങ് ദുആ ചെയ്തു എന്ന്. പിന്നെ മൂപ്പര് അള്ളാഹിനോട് ഇങ്ങനെ വാക്ക് പറഞ്ഞു, വഅൻത ഖൈറുൽ വാരിസീൻ, പടച്ചോനെ നീ മാത്രമാണ് ഖൈറുൽ വാരിസീനാൻ. അതായത് വാരിസീൻ, നമ്മളൊക്കെ വാരിസാണ്, താൽക്കാലിക വാരിത. എന്താ പാപ്പാൻ്റെ വാരിസാണ് നമ്മൾ അസ്രായിൽ വന്ന് നമ്മൾ റൂഹാണ് പിടിച്ചാൽ നമ്മളെ മക്കൾ നമ്മളെ വാരിസും നമ്മൾ വാരിസുമായി മാറും. അങ്ങനെ ഓല് മരിച്ചുമ്പോഴോ നമ്മളെ വേറെ മക്കൾ നമ്മളെ മക്കളെ എടുക്കും. അപ്പോൾ വേറെ മക്കൾ വാരിസീങ്ങളും മക്കളോ ഓലും റസവും. എന്നാൽ മഹാനിൽ പറയാണ്, പടച്ചോനെ നീ ഖൈർ വാരിസിയാന്ന് പറഞ്ഞാൽ ബാക്കി വായദഫനായി ഹൽക്കിക്ക, നിന്റെ പടപ്പുകൾ മുഴുവനും നശിച്ചു പോയതിൻ്റെ ശേഷം ഇവിടെ ബാക്കി വന്ന യഥാർത്ഥ വാരിസി നീ മാത്രമാണ്. പക്ഷേ എൻ്റെ വേക്കിൽ പിന്നെ ഇർസെടുക്കാൻ ആരും ഉണ്ടാവില്ല, നീ മാത്രമാണ് എല്ലാം നശിച്ചിട്ട് അവസാനം ബാക്കി ഉണ്ടാവുന്നത്. കുല്ലുമന്നലിഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഫസ്തജബ്നാ ലഹു വനിദാഹു, മഹാനെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകി. വഹബ്നാ ലഹു യഹ്യ വലദൻ, മകനായിക്കൊണ്ട് യഹ്യ എന്ന് പറയുന്ന ഒരു കുട്ടിനെ നമ്മൾ മഹാനർക്ക് നൽകി. പിന്നെ വസ്ലഹ്നാ ലഹു സൗജഹു, തൻ്റെ ഇണയെ മഹാനിക്ക് വേണ്ടി നമ്മളെന്ത് ചെയ്തു? റെഡിയാക്കി കൊടുത്തു. കാരണം ആ ഭാര്യൻ്റെ ഗർഭാശയം ആദ്യം ഗർഭം ധരിക്കാൻ പറ്റിയ വിധത്തിലായിരുന്നില്ല, അതൊക്കെ റെഡിയാക്കി കൊടുത്തു. വാത്തത്ത് ബിൽ വലതി, അങ്ങനെ ആ മഹാദി ഒരു കുട്ടിയെ കൊണ്ടുവന്നു. മഹദി പിന്നെ മച്ചിയായതിന് ശേഷം ഗർഭധാരണത്തിന് പറ്റാത്ത പെണ്ണായതിന് പിറകിൽ അത് പറ്റുന്ന വിധത്തിലാക്കി കൊടുത്തപ്പോൾ എന്ത് ചെയ്തെന്നറിയോ? കുട്ടിയെ ആ മഹദി കൊണ്ടുവന്നു. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, അല്ല പറയാണ് മൻ ദിക്റ മിനൽ അംബിയാ, മേൽ പറയപ്പെട്ട അമ്പിയാക്കളൊക്കെയും നിശ്ചയം കാനു ആയിരുന്നു യുസാരിഊന യുബാദിറൂന ഫിൽ ഖൈറാത്ത്, ഞാൻ ത്വാഅത്തി, അള്ളാഹ്ക്ക് ത്വാഅത്ത് ചെയ്യുന്നതിൽ നല്ലോണം ധൃതി കാണിക്കുന്നവരായിരുന്നു, മുന്നോട്ട് എടുത്തു ചാടുന്നവരായിരുന്നു, പിന്നോക്കം നിൽക്കുന്നവരായിരുന്നില്ല. മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് വേണ്ടത്. ഖൈറായ കാര്യത്തിൽ എന്ത് ചെയ്യണം? മടിയില്ലാതെ മുന്നോട്ട് വരണം. വയദ്ഊനനാ റഗബൻ വറഹബാ, അവർ നമ്മളോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. റഗബൻ ഫി റഹ്മത്തിനാ, നമ്മുടെ സ്വർഗത്തിൽ പ്രതീക്ഷ വെച്ചും കൊണ്ടും, റഹബൻ മിൻ അദാബിനാ, നാം ശിക്ഷയെ തൊട്ട് ഭയപ്പെട്ടുകൊണ്ടും അവർ ദുആ ചെയ്യുന്നവരായിരുന്നു. ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും എന്ത് വേണം? റജായിൻ്റെയും ഖൗഫിൻ്റെയും ഇടയിൽ ഇങ്ങനെ കടന്ന് കളിക്കണം. സ്വർഗത്തിലേക്കാണല്ലോ എന്നെ കേടുത്തുന്നുള്ള ആ ഒരു പ്രതീക്ഷ എൻ്റെ കയ്യിലുണ്ടാവണം. നരകത്തേക്ക് പോകുമെന്നുള്ള ഖൗഫ് എൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. ഈ പറഞ്ഞ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ മുഴുവനും എങ്ങനെയാണ് ദുആ ചെയ്തത്? റഹബം റഹബാ, അവർക്ക് റഹബത്തും റഹബത്തും രണ്ടുള്ള രീതിയിലാണ്. വകാനൂ ലനാ ഖാശിഈൻ,
ഈ പ്രവാചകന്മാരൊക്കെയും നമ്മളെ പേടിക്കുന്നവരാണെന്ന് അറിഞ്ഞാൽ മുത്തവാദിഈന ഫീ ഇബാദത്തിഹിം, ഇബാദത്തിൽ വിനയം കാണിക്കുന്നവരാണല്ലാതെ ചെയ്ത ഇബാദത്ത് കൊണ്ട് തകബ്ബുറും ഉജ്ബും കാണിക്കുന്നവരല്ല. വദ്കുർ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ. അല്ലത്തി അഹ്സനത്ത് ഫർജഹാ, ഗുഹ്യഭാഗം ശരിക്ക് സൂക്ഷിച്ചു വെച്ചു. ഹഫിളത്തുഹു, ഫർജിനെ അവൾ മഹദി അവൾ സൂക്ഷിച്ചു. മിൻ അൻ യുനാല, അവിടെ എത്തിക്കപ്പെടൽ ഹലാലോ ഹറാമായ രീതിയിൽ, ഹലാലായ രീതിയിൽ കല്യാണം കഴിച്ചുകൊണ്ടോ ഹറാമായ രീതിയിൽ വിഭജിച്ചുകൊണ്ടോ ഒന്നും അവിടത്തേക്ക് ഒരാളും വരരുത് എന്നുള്ള ഒരു സംരക്ഷണം മഹദി വെച്ചിട്ടും ഫനഫഖ്നാ ഫിഹാ, ആ മഹദിയിൽ നമ്മളങ്ങ് ഊതി മിൻ റൂഹിനാ, നമ്മുടെ റൂഹിൽ നിന്നങ്ങ് ആവഹിച്ചു. ജിബ്രീല, ജിബ്രീലിനെ ഹൈസ് നഫഹ, മഹാൻ ജിബ്രീൽ അലൈഹി സ്വലാം ഊതിയപ്പോൾ ഫി ജൈബി ദർഇഹ, മഹദി അവളുടെ കുപ്പായത്തിൻ്റെ മാറിലൂടെ അങ്ങ് ഊതി. ഫഹമലത്ത് ബി ഈസാ, ഈസാ അലൈഹി സ്വലാമിനെ കൊണ്ട് മഹദി അവൾ ഗർഭിണിയായി, ഗർഭം ധരിച്ചു. വജഅൽനാഹാ, മഹദിയെ നമ്മളാക്കി. വബ്നഹാ, മകനാവുന്ന ഈസാ നബി അലൈഹി സ്വലാമിനെ ആക്കി മാറ്റി. ആയത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് ഒരു ദൃഷ്ടാന്തമാക്കി മാറ്റി. ഇൻസി വൽ ജിന്നി വൽ മലായികത്തി, എല്ലാവർക്കും ഒരായത്താക്കി മാറ്റി. വഹൈസു വലദത്തുഹു മിൻ ഗൈരി ഫഹരിൻ, ഒരു കൂറ്റനെ കൂടാതെ, ഒരു ഭർത്താവ് ഒരു ആണിനെ കൂടാതെ മഹദി അവറുകൾ ഒരു കുട്ടിക്ക് ജന്മം നൽകിയ സന്ദർഭത്തിൽ ലോകർക്ക് മുഴുവനും ഒരു ദൃഷ്ടാന്തമാണത്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, അല്ല പറയാൻ ഇന്നാദി മില്ലത്തൽ ഇസ്ലാം, ഇസ്ലാമാകുന്ന ഈ മില്ലത്ത് ഉമ്മത്തുക്കും ദീനുക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള മതമാണ് കേട്ടോ. അയ്യുൽ മുഖാത്തബൂന, ഈ ഖിതാബ് നിൽക്കുന്ന ലോക ജനതയോട് പറയാണ്, ഈ മതം ഒരാൾക്ക് മാത്രമുള്ള മതമല്ല, സർവർക്കുമുള്ള മതമാണ്. അയ്യജുബന്തക്കൂനു അലൈഹാ, ഈ മതത്തിൻ്റെ മേൽ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരും ജിന്നുകളും ആകൽ നിർബന്ധമാണ്, നിങ്ങളാകൽ നിർബന്ധമാണ്. ഉമ്മത്തം വാഹിദ, ഒറ്റ ഉമ്മത്താ നിലയിൽ ഹാൽ ലാസിമത്താണ്. വകൗനുഹു മുന്തഖിലം മുസ്തഖ യഗ്ലിബു ലാകിൻ ലൈസ മുസ്തഹിഖ, നൽഫി പറഞ്ഞത്. പിന്നെ കീറ മിമ്മഅരിഫത്തിൻ വമാ വജബ്ന, എന്തില്ല പിന്നെ വകൗനുഹു മുന്തഖിലും മുസ്തഖ, മുന്തഖിലും മുസ്തഖുമാകൽ വാലിബാണെങ്കിലും ലൈസ മുസ്തഹിഖ നിർബന്ധമല്ല. അതുകൊണ്ട് ഇവിടെ ഹാൽ ലാസിമത്താണത്. പിന്നെ വാന റബ്ബുക്കും ഫഅബ്ദൂൻ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്, നിങ്ങൾ എനിക്ക് മാത്രം ഇബാദത്തെടുത്തോളി. വഹിദൂനി, എൻ്റെ ഏകത്വം നിങ്ങൾ അംഗീകരിച്ചോളി. വതഖത്തഉ, അങ്ങനെയൊക്കെ ആയിട്ടും അവർ ഛിന്ന ഭിന്നമായി. അയൽ ബഅദുൽ മുഖാത്തബീന, നമ്മൾ ഈ ഖിതാബ് ആർക്കാണ്? ലോകത്തുള്ള ഇന്നുവരെ ജനിച്ചതും ഇപ്പോഴുള്ളതും വരാൻ പോകുന്നതുമായ സർവ്വ ജിന്നി ഇൻസിനോട് ഖിതാബ് ചെയ്തുകൊണ്ട് അല്ല പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒറ്റ മാത്രത്തിൽ നിൽക്കണം കേട്ടോ. എന്നിട്ട് അല്ല അപ്പം തന്നെ പറയാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും അവർ ജിന്ന മുഖാത്തബീങ്ങ് കുറച്ച് ആൾക്കാർ ചിന്ന ഭിന്നമായി. അമ്രഹും, അവരുടെ കാര്യത്തിൽ, ബൈനഹും, അവർക്കിടയിലായി, തഫറഖു അമ്രദീനിഹിം, അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ അവർ പല അഭിപ്രായക്കാരായി മാറി. മുതഹാലിഫീന ഫിഹി, ആ ദീനിൻ്റെ കാര്യത്തിൽ അവർ തർക്കമുള്ളവരായി. വഹും, അവരാന്നറോ തവായിഫുൽ യഹൂദി വൻ നസാറ, ഈ ആയത്തിറങ്ങുന്ന നേരത്ത് ഈ തായിഫത്തിലായി മാറിയ ജൂതന്മാർ ക്രിസ്ത്യാനികളുമാണ്. അതുകൊണ്ടാണ് മുഫസ്സിർ അങ്ങനെ ഇത് ആയത്തിൻ്റെ ഇറങ്ങുന്നതിനനുസരിച്ചാണല്ലോ തഫ്സീർ ചെയ്യുക. ഈ ആയത്തിറങ്ങുന്ന നേരത്ത് തായിഫത്തായി നിൽക്കുന്നത് യഹൂദന്മാരും പിന്നെ നസാറാക്കളോ. അല്ലാഹു തആല പറയാണ്, കുല്ലുൻ ഇലൈനാ റാജിഊൻ, ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരും. നുജാസിഹി ബിഅമലിഹി, അവനാ കാട്ടിക്കുട്ടിനനുസരിച്ച് നമ്മളവർക്കൊക്കെ പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. ഫമൻ യഅമൽ മിനസ് സ്വാലിഹാത്ത്, ആരെങ്കിലും സ്വാലിഹാത്തിന് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഓ മുഅ്മിൻ യസിൽ, അവൻ മുഅ്മിനാൻ. ഖൽബിനകത്ത് ഈമാൻ ഉറച്ചും കൊണ്ട് ആരെങ്കിലും സ്വാലിഹാത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലാ കുഫ്റാൻ സഈഹി ജുഹൂദ് സഈഹി, അവൻ ചെയ്ത അധ്വാനത്തിന് യാതൊരു നിഷേധവും ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ വഇന്നാ ലഹു കാതിബൂൻ, നമ്മൾ അതിനൊക്കെ ശരിക്ക് രേഖപ്പെടുത്തുന്നവരാണ്. പിന്നെ ഉമറൽ ഹഫലത്ത, നമ്മളല്ല എഴുതുന്നത്. പിന്നെയോ മജാസും ഫിൽ ഇസ്നാദാണെന്ന് അർത്ഥം. പിന്നെ ഉമറൽ ഹഫലത്ത, ഹാഫലീങ്ങളോട് നമ്മൾ കൽപ്പിക്കലുകൊണ്ട് ബികത്ബിയത് എഴുതലുകൊണ്ട്, അല്ലാതെ നമ്മൾ എഴുതുന്നല്ല. അപ്പം നുജാസിഹി അലൈഹി, അങ്ങനെ അവൻ ചെയ്ത അമലിൻ്റെ മേൽ അവർക്ക് നമ്മൾ ജസാവ് നൽകുകയും ചെയ്യുന്നതാണ്. അള്ളാഹു നമുക്ക് സ്വാലിഹായ അമൽ ചെയ്തതിന് ജസാവ് നൽകുമാറാവട്ടെ. ആമീൻ.
ഇതിന് മേലെ വഹറാമുൻ അലാ കറിയത്തിൻ അഹ്ലക്നാഹ, വഹറാമുൻ ഹറാമാണ് അലാ കറിയത്തിൻ, ഹറാമാണ് എന്നുകൊണ്ടുള്ള ഉദ്ദേശം പാടില്ലാത്തതാണ്, അതായത് അസംഭവ്യമാണ് എന്നർത്ഥം. ഹറാമൻ അസംഭവ്യമാണ് അലാ കരത്ത് ഒരു ഗ്രാമത്തിന് അഹ്ലക്നാഹ നാം അതിനെ നശിപ്പിച്ചു, ഒരു അഹ്ലുഹ അതിലെ ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അന്നഹും ലാ സായിദയാണ്, അന്നഹും യർജുന അവർ മടങ്ങി വരിക എന്നുള്ളത്. അപ്പോൾ ലാ എന്നുള്ള സായിദയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. യർജുന അവർ മടങ്ങി വരിക എന്നുള്ളത് അസംഭവ്യമാണ് എന്ന്, അതായത് ഒരു ഗ്രാമത്തെ നശിപ്പിച്ചാൽ പിന്നീട് അവരുണ്ടാവില്ല. അതായത് മുംതരീൻ അസംഭവ്യമാണ്, റുജു അവരുടെ മടക്കമില്ല ദുനിയാവിലേക്ക് ഹത്ത ഹത്ത ഹോയത്താണ് ലിംതിനായി റുജുഹി ഇതാ ഫുത്തിഹത്ത് യജൂജു, അതായത് അത് ഹോയത്താണ്. അങ്ങനെ പോയി എന്നർത്ഥം. ലിംതിനായ റുജൂഹിം എന്തിനുള്ള, ഓരോരുത്തരും പിന്നെ മടങ്ങി വരുമല്ലോ, മടങ്ങി വരൂല, അതായത് അവരുടെ മടങ്ങി വരൽ അസംഭവ്യമായത് കൊണ്ട് തന്നെ അങ്ങനെ പോയി ഇതാ ഫുത്തിഹത്ത് ബി തഖ്ഫീഫ് അദ്ദഹ്തി, ഫുത്തിഹത്തും ഫുത്തിഹത്തും ഖിറാഅത്തുണ്ട്. യജൂജിനെയും മഅജൂജിനെയും എന്താണ് തുറക്കപ്പെട്ടാൽ, അവരെ തുറന്നു വിടപ്പെട്ടാൽ, ബിൽ ഹംസി വതർക്കിഹി യാജൂജ് യജൂജ് എന്നുണ്ട്, രണ്ട് ഖിറാഅത്ത്. ആജമിയാണ്, രണ്ടും ആജമി പദങ്ങളാണ്. ഈ കബീലത്തിന് രണ്ട് കബീലകൾക്കുള്ള. യുഖദ്ദറു ഖബലഹു മുദാഫുൻ ഐ സദ്ദുഹും, അതിൻ്റെ രണ്ടിൻ്റെ മുമ്പ് എന്താണ് ഒരു മുദാഫിനെ സങ്കല്പിക്കും. അതായത് സദ്ദു യജൂജിൻ വ മഅജൂജ്, അല്ല സദ്ദു യജൂജ വ മഅജൂജ, ഒരു മുൻസരിഫായിരിക്കുമല്ലോ. ഈ അലമുകളാണ്, അതുപോലെ തന്നെ അജമിയാണ്. അപ്പം സദ് എന്ന് സങ്കല്പിക്കണം. സദ് എന്ന് വെച്ചാൽ അവരെ എന്താണ് അവരെ അടച്ചു വെച്ചേക്കായിരുന്നു, അവരെ അടച്ചു വെച്ചത് തുറക്കപ്പെട്ടാലെന്നർത്ഥം. ദാലിക്ക അതെപ്പോഴാണ്, കുർബൽ കിയാമ അന്ത്യദിനത്തിൻ്റെ അടുത്താണ്. അന്ത്യദിനത്തിൻ്റെ അടുക്കൽ അവർ അടച്ചു വെച്ചത് തുറക്കപ്പെടും. അഹും മീൻ കൊല്ലി ഹദബിൻ, അവർ ഓരോ ഹദബിൽ നിന്നും, അതായത് മുർത്തഫിമിലെ അർദ്, ഹദബ് എന്ന് വെച്ചാൽ ഭൂമിയുടെ ഓരോ ഉയർന്ന മടക്കുകൾ, പർവ്വത മടക്കുകളിൽ നിന്നും അവർ നിന്നാണ് യൻസിലൂൻ എന്ന് വെച്ചാൽ യുസ്രിഊന യസ്രിഊന അവരെന്താ വേഗത്തിൽ വരും. വക്കത്തറബൽ വായതു, അപ്പം പിന്നെന്താണ് മറ്റേ ആളുകളൊന്നും അല്ല മടങ്ങി വരിക എന്ന്, പിന്നെ ഇവർ മടങ്ങി വരും. വക്കത്തറബൽ വായതുൽ ഹക്കു അയ്യൗമുൽ ഖിയാമ, അൽ വായതുൽ ഹക്ക് എന്ന് വെച്ചാൽ അന്ത്യദിനം, സത്യമായ വാഗ്ദാനം അഥവാ അന്ത്യദിനം. അന്ത്യദിനം അടുത്തിട്ടുണ്ട്. ഫൈദാഹിയ അപ്പോഴേക്കും അത്, ഈ ഖിസ്സ ഷാഹിസത്തുൻ അബ്സാറുല്ലദീന കഫറു, ഫൈദാഹിയ എന്ന് വെച്ചാൽ അപ്പോഴേക്കും, അതിൻ്റെ അർത്ഥം ഇങ്ങനെ ആക്കാം, ഫൈദാഹിയ അപ്പോൾ കിസ്സ എന്നല്ല പറഞ്ഞത്, അപ്പോൾ കാര്യം എന്നർത്ഥം. കിസ്സയുടെ ലമീർ അല്ലെങ്കിൽ എൻ്റെ ലമീർ എന്നൊക്കെ പറയുന്ന സംഗതി ഒന്നാണ്. അപ്പോൾ അപ്പോഴേക്കും കാര്യം ഇതാ, ഷാഹിസത്തുൻ അബ്സാറുല്ലദീന കഫറു, ഷാഹിസത്തുൻ തുറിച്ചു നോക്കുന്നു. ഷഹസ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ദൃഷ്ടി ഉയർത്തുക, ഇങ്ങനെ തുറിച്ചു നോക്കുക എന്നർത്ഥം. അബ്സാറുല്ലദീന കഫറു, കാഫിര്യങ്ങളുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നതാണ്. ഫീദ അലിഹിലിയം അന്നത്തെ ദിവസം നിശ്ചിതത്തിഹി, അതിൻ്റെ എന്താണ് കടുപ്പം കാരണത്താൽ യഖൂലൂന അവർ തന്നെ പറയുന്നത് നൽകി തമ്പിഹിനുള്ളതാണ്, വൈലന ഹലാക്കന നമ്മളെ നാശമേ, കത് കുന്ന ഫി ദുനിയാവിൽ വെച്ച് നമ്മളായിരുന്നു, തീർച്ചയായും നിങ്ങൾ ദുനിയാവിൽ വെച്ചായിരുന്നു, ഫീ ഖഫ്ലത്തിൻ അശ്രദ്ധയിലായിരുന്നു, മിനഹദ ഇതിനെ തൊട്ട്, ഈ ദിവസത്തെ തൊട്ട്, അൽയമി ബൽകുന്ന ലാലിമീന എന്നല്ല നമ്മൾ അക്രമികളായിരുന്നു, അംഫുസന നമ്മുടെ ശരീരങ്ങളോട് തന്നെ, നബി തഖദീബിൻ മുർസല നമ്മൾ മുർസലിനെ എന്താക്കലുണ്ട്, അല്ലെങ്കിൽ റുസല മുർസലീങ്ങളെ കളവാക്കൽ കൊണ്ട്, ഇന്നക്കും നിശ്ചയം നിങ്ങൾ യാഹൽ മക്ക നിവാസികളെ, ഒമാ തഅബുദൂന നിങ്ങൾ ആരാധിക്കുന്ന സംഗതികളുണ്ടല്ലോ, മിന്ദുനില്ല അല്ലാഹനെ കൂടാതെ, അതായത് വേറെ അല്ലാഹു അല്ലാതെ, മിൻ ഔസാനി വാസനകൾ, അതൊക്കെ എന്താണ് ഹസബു ജഹന്നമിൻ്റെ ഹസബാണ്, വിറകാണ്. കൂതുഹ അതിൻ്റെ കൂതുമാണ്, അതിൻ്റെ ഇന്ധനവുമാണ്. അൻതും ലഹാ വാരിദൂൻ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ അതിലേക്ക് എന്താണ് ജഹന്നമിലേക്ക് എന്താണ് വാരിദൂൻ എത്തുന്നവരാണ്. ദാഖിലുന ഫി അതിൽ പ്രവേശിക്കുന്നവരാണ്. ലൗ കാന ഹൗലാ ഈ ഔസാനി ഈ വിഗ്രഹങ്ങൾ എങ്ങാനുമായിരുന്നുവെങ്കിൽ, ആദ്യത്തിന് ശരിക്കുള്ള ഇലാഹുകളായിരുന്നുവെങ്കിൽ, നിങ്ങൾ ജൽപ്പിക്കുന്നത് പോലെ ആയിരുന്നുവെങ്കിൽ, മാർദുഹ ദഖലുഹ ആ വിഗ്രഹങ്ങൾ എന്താവൂല, ജഹന്നമിൽ പ്രവേശിക്കുമായിരുന്നില്ല. വകുല്ലും മിനൽ ആബിദീൻ ഈ അടിമകൾ അല്ലെ, ആബിദീൻ ഇബാദത്ത് ചെയ്തിരുന്ന ആളുകൾ ഓരോരുത്തരും ഒരു മഅബൂദിനെ ഇബാദത്ത് ചെയ്യപ്പെട്ടിരുന്ന, അപ്പം ആബിദും മഅബൂദുമായി ഓരോരുത്തരും ഫിഹ അവിടെ ഖാലിദൂൻ പ്രവേശിക്കുന്നതാണ്. എല്ലഹും ലിൽ ആബിദീനെ ഈ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളൊക്കെ ആരാധിച്ചിരുന്ന ആളുകൾക്ക് ഉണ്ടാകും. ഫിഹ അവിടെ സഫീറുൻ ഒരു സഫീർ ഉണ്ടാകും, ഒരു ചെറിയൊരു മൂളൽ ഉണ്ടാകും. വഹും ഫിഹ ലാ യസ്മഊന ഷൈഅൻ, അല്ല സഫീർ എന്ന് വെച്ചാൽ നെടുവീർപ്പാട്ടോ, ഒരു തരത്തിലുള്ള നെടുവീർപ്പുണ്ടാകും. വഹും ഫിഹാ ലാ യസ്മഊൻ അവരവിടെ കേൾക്കുന്നതല്ല ഷൈഅൻ ഒന്നും, ലിശിദ്ദത്തി ഖല എന്താണ് ഹൊലയാനിഹ അതിൻ്റെ ഹൊലയാൻ കാരണത്താൽ, കൊല തിളക്കിൽ നരകം തിളച്ചു മറിയുന്നതിൻ്റെ ശക്തി കാരണത്താൽ അവരൊന്നും അവിടെ കേൾക്കുന്നതല്ല ഒരു സംഗതി.
അപ്പം നഫീർ എന്ന് വെച്ചാൽ നെടുവീർപ്പാണ്. വനത്തിൽ ഇറങ്ങി ലമാ കാല ബനുൽ സബ്അരി അബ്ദുൽ അസീസ് എന്ന ആള് പറഞ്ഞപ്പോൾ വൽ മസീഹു വൽ മലായ അല്ലല്ല എന്താണ് അപ്പം ലമാ കാലബിനു സബ്അരി എന്ന ആള് പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ പറഞ്ഞു ഉബൈദ് ഉസൈറും വൽ മസീഹു വൽ മലായിക്ക എന്ന് പറഞ്ഞു. ആര്? ഈ ഇബ്നു സബ് അരി എന്ന് പറഞ്ഞ ആള് പറഞ്ഞു ഉബൈദ ഉസൈർ, എന്നാൽ മഹാനായ ഉസൈറും അതുപോലെ മസീഹ് ഈസയും വൽ മലായിക്കത്ത് മലക്കുകളൊക്കെ ആരാധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഫഹും ഫിന്നാരി, അപ്പൊ അവരും നരകത്തിലായിരിക്കൂലേ? അല്ല മുഖത്തതാ മാ തക്കത്തപ്പ പറഞ്ഞതിന്റെ ധ്വനി പ്രകാരം ഇപ്പൊ കഴിഞ്ഞതിന്റെ ധ്വനി പ്രകാരം ഇവരൊക്കെ ആരാധിക്കപ്പെട്ടിരുന്ന ആളുകളാണ്, ഇവരൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. അപ്പൊ ഈ മഅബൂദുകളൊക്കെ നരകത്തിൽ പോകുമ്പോൾ ഇവരും നരകത്തിൽ പോകേണ്ടതല്ലേ എന്ന് അയാൾ ചോദിച്ചപ്പോഴാണ് ഇത് ഇറങ്ങിയത്. എന്ത്? ഇന്നല്ലതീന സബഖത് ലഹും മിന്നൽ ഹുസ്ന, ഇന്നല്ലതീന നിശ്ചയം ഒരു വിഭാഗം ആളുകൾ സബഖത് ലഹും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മിന്ന നമ്മിൽ നിന്നും അൽ മനസ്സിലത്തിൽ ഹുസ്ന ഏറ്റവും നല്ല സ്ഥാനം കഴിഞ്ഞു പോയിട്ടുണ്ട്. വഹും വമിനു അവരുടെ കൂട്ടത്തിലാണ് മന്ദുക്കറായി പറയപ്പെട്ടവർ. അതായത് ഈ നല്ല നല്ല ആൾക്കാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അതായത് ആരാധിക്കപ്പെട്ടിരുന്നവർ തന്നെ നല്ല നല്ല ആളുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടാണ് ഉസൈർ റളിയല്ലാഹു അൻഹു, ഈസാ നബി അലൈഹി സ്വലാം, മലക്കുകളൊക്കെ. ഉലായിക്കാന മുമ്പ് തന്നെ, എന്നാൽ അവർ ജഹന്നമിൽ തട്ട് വിരുദ്ധപ്പെടുന്നവരാണ്. ലാ യസ്മഊന ഹസീസഹ, അവരാ ജഹന്നമിന്റെ ശബ്ദം പോലും, സൗത്തഹദിന്റെ ശബ്ദം പോലും അവർ കേൾക്കൂല. വഹും ഫീഹാ മഷ്തഹത് അൻഫുസുഹും, അവരെവിടെയായിരിക്കും? ഫീമ ഒന്നിലായിരിക്കും. ഇഷ്തഹത് അൻഫുസുഹും അവരുടെ നഫ്സുകൾ കൊതിക്കുന്ന സ്ഥലത്തായിരിക്കും. മിനൻ നഈമി അനുഗ്രഹത്തിനാൽ, ആ അനുഗ്രഹത്തിൽ അവരെന്തായിരിക്കും? ഖാലിദുൻ എന്നൊന്നുമായിരിക്കും. ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ, ഏറ്റവും വലിയ ഭയാനകത അവരെ ദുഃഖിപ്പിക്കുന്നതല്ല, വിഷമിപ്പിക്കുന്നതല്ല. വഹുവ, അതാണ് അയ്യുമറ ബിൽ അബ്ദി ഇലന്നാർ, ഏറ്റവും വലിയ ഭയാനകമായ ഫസ എന്തായിരിക്കും? പേടിക്കുന്ന സംഗതി, ഭയപ്പാട്, അത് ഉമർ അബിൽ അബദിൽ നരകത്തിലേക്ക് ഒരു അടിമയെ കൽപ്പിക്കപ്പെടലാണ്. അതവർ ദുഃഖിപ്പിക്കുക പോലെയില്ല. തലക്കാഹും തസ്തഖബിലുഹും ഈ മലായിക്ക, അത്തലക്കാന്ന് വെച്ചാൽ അവരുടെ മുമ്പേ വരും. ആര്? അൽ മലക്ക്, മലായിക്കത്ത് മലക്കുകൾ. ഇന്ത ഹുറൂജിഹിം മിനൽ ഖുബൂരി, അവർ കബറിൽ നിന്നും പുറപ്പെടുന്ന ആ സമയത്ത് അവരുടെ മുമ്പിൽ ആരുണ്ടാവും? മലക്കുകളുണ്ടായി. കുലൂന അവരിലെ മലക്കുകൾ തന്നെ അവരോട് പറയുന്നവരാ നിനക്ക് അതായി നമുക്ക് ഉള്ളത് കുന്തും ദുആദൂന ഫി ദുനിയ, ദുനിയാവിൽ വെച്ച് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ആ ദിവസമാണിത്. യൗമ അഥവാ മൻസൂബും ബി ഉദ്കുർ എന്നുകൊണ്ട് നസ്ബ് ചെയ്തപ്പെട്ടാണ് യൗമ എന്നതിന്. മുഖദ്ദറിന് കബല, അതിന് മുമ്പ് സങ്കല്പിക്കപ്പെടുന്നത്. അപ്പോൾ ഉദ്കുർ അങ്ങ് ഓർക്കണം നബിയെ യൗമ ദിവസം. യദ്വിസമാ, നമ്മളെന്ത് ചെയ്യും? ചുരുട്ടും ആകാശത്തെ. കത്ത ഈ സിജിൽ, ഏതിന്? സിജിലിന് ചുരുട്ടുന്നു. സിജിൽ ഇസ്മു മലക്ക്, ഇസ്മു ഈ സിജിൽ എന്നുള്ളത് എന്താണ്? സിജിൽ കഥ ഈ സിജിൽ, ആ സിജിൽ എന്നുള്ളത് ഒരു മലക്കിന്റെ പേരാണ്. മൂന്നാം ആകാശത്തെ മറ്റുള്ള ഒരു മലക്കിന്റെ പേരാണ്. അപ്പം ഈ മലക്ക് ലിൽ കിതാബ് എന്നുള്ളത് സഹീഫത്ത് ഇബ്നു ആദം, മനുഷ്യന്റെ ഏടുണ്ടല്ലോ, കർമ്മങ്ങൾ എഴുതിയ, അതിന്റെ മൗതിഹി, മരണത്തിന്റെ വേളയിൽ അതിനെ ചുരുട്ടും ഒരു മലക്ക്. ആ മലക്ക് ആ ഏട് ചുമട്ടിട്ടുന്ന പോലെ ആകാശത്ത് നമ്മൾ ചുരുട്ടുന്ന ഒരു ദിവസം, ആ ദിവസത്തെ ഓർക്കണം. വല്ലാമു സായിദ, ലിൽ കിതാബ് എന്നുള്ളത് സായിദയായ ലാമാണ്. അവി സിജിൽ, അല്ലെങ്കിൽ അവി സിജിലിൽ സഹീഫ, അല്ലെങ്കിൽ സിജിൽ എന്നുള്ളത് എന്താണ്? സഹീഫത്താണ്. വൽ കിതാബ്, അപ്പൊ കിതാബ് ബിമാനൽ മക്തൂബ്, അല്ലെങ്കിൽ സിജിൽ എന്നുള്ളത് അല്ലെങ്കിൽ എന്താണ്? സിജിൽ എന്നുള്ള സഹീഫ എന്നുള്ള അർത്ഥം തന്നെ. എന്ത്? റെക്കോർഡ് എന്ന് അർത്ഥമില്ലേ തസ്ജീലിന്? അപ്പം ഈ സഹീഫത്ത് ഏട് തന്നെ. വൽ കിതാബ് എന്നുള്ളത് വിമാനിൽ മക്തൂബ്, മക്തൂബിന്റെ അർത്ഥത്തിൽ എഴുതപ്പെട്ടത്. അപ്പം വല്ലാമ അവിടെ ലാമ വിമാന അലയുടെ അർത്ഥത്തിലാണ്. അതായത് ഒരു ഏടിന് അത് എഴുതപ്പെട്ടതിനും മടക്കൂല. അതായത് ഒരു പേപ്പറാണ്, പേപ്പർ ചുരുട്ടി ചുരുട്ടി മടക്കൂലേ? അപ്പൊ ആ പേപ്പറിന് അതിന്റെ എഴുത്തിന്റെ മേലെ, ആ മക്തൂബിന്റെ മേലെ മടക്കപ്പെടലില്ലേ? ആ രൂപത്തിൽ മടക്കും. അതുപോലെ ആകാശത്ത് ഞാൻ ചുരുട്ടും. വഫീ ഖിറാഅത്തി, മറ്റൊരു ഖിറാഅത്തിലുണ്ട് ലിൽ കുതുബി എന്നുണ്ട്, ലിൽ കിതാബി എന്നുള്ള സ്ഥാനത്ത് ജമ്മാക്കിയിട്ട്.
കമാ ബദഅന നാം തുടങ്ങിയതുപോലെ തന്നെ അവല ഖൽഖ് സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തെ മിൻ അദ്മ ഇല്ലായ്മയിൽ നിന്നും നുഈദുഹു നാം അതിനെ മടക്കുന്നതാണ്. അവ തുടങ്ങിയതുപോലെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നാം അതിനെ മടക്കും. ബഅദ ഇഅദാമിഹി അതിനെ ഇല്ലാതാക്കിയതിന് ശേഷം ഫൽ കാഫ് അവ കാഫ് മുതഅല്ലിഖും ബി നുഈദു എന്നതിനോട് ബന്ധപ്പെട്ടാണ്. അപ്പം നാം മടക്കും കമാ ബദഅന അവല ഖൽഖ് സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിൽ നാം തുടങ്ങിയതുപോലെ നാം അതിനെ മടക്കുന്നതാണ്. ലമീറുഹു അതില്ല ലമീർ നുഈദുഹു എന്ന് പറഞ്ഞില്ലേ, ആ ലമീർ ഇതിലേക്ക് ആയിദുൻ ഇല അവൽ എന്നതിലേക്ക് മടങ്ങുന്നതാണ്. അപ്പം അവലിൻ്റെ തൃട്ടിപ്പിൻ്റെ തുടക്കഘട്ടത്തിലേക്ക് നാം മടക്കുന്നതാണ് എന്ന്. വമാ മസ്തരി കമാ എന്നതിലുള്ള മാ എന്താണ് മസ്തരിയാണ്. വഅദൻ അലൈന ഇത് നമ്മുടെ മേലുള്ള ഒരു വാഗ്ദാനം അത്ര മൻസൂബുൻ ബി വഅദ്ന എന്ന അല്ലെ മുഖദ്ദർ സങ്കല്പിക്കപ്പെട്ട ഖബലഹു അതിന് മുമ്പ് സങ്കല്പിക്കപ്പെടുന്ന വഅദ്ന എന്ന ഫീലിൻ്റെ മഫൂൽ മുത്തലഖ് എന്ന പേരിൽ മൻസൂബായതാണ് വഅദൻ എന്നുള്ളത്. അപ്പം നാം നമ്മുടെ മേലൊരു വാഗ്ദാനമായി ചെയ്തിരിക്കുന്നു. വാക്കാണ് വഹു മുഅക്കദ്. അപ്പം എന്താണ് അത് എന്നുള്ള എന്താണ് മുഅക്കിദ് തഅക്കീദ് ചെയ്യുന്നതാണ്. ലി മൽമൂനി മാ ഖബല അതിന് മുമ്പുള്ള ആ വഅദ്നാന്ന് സങ്കല്പിച്ചല്ലോ, അതിലുള്ള ആശയത്തെ മൽമൂനിന് അതിലുള്ള ആശയത്തെ തഅക്കീദ് ചെയ്യുന്നതാണ് വഅദൻ എന്നുള്ളത്. ഇന്ന കുന്ന ഫായിൽ തീർച്ചയായും നമ്മൾ ചെയ്യുന്ന ആൾ തന്നെയാണ്. മാ വാദിന നാം വാഗ്ദാനം ചെയ്തത്. വലഖദ് കതബ്നാ ഫി സബൂരി സത്യമായിട്ട് നാം സബൂറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിമഅനൽ കിതാബ് സബൂറിൻ്റെ അർത്ഥം എന്താണ്? കിതാബ് എന്നുള്ള അർത്ഥത്തിലാണ്. ഐ കുത്തുബല്ലാ അങ്ങനെ, അതായത് അള്ളാഹുവിൻ്റെ കിതാബുകളിലൊക്കെ നാം എഴുതിയിട്ടുണ്ട്, സബൂറിൽ നിന്ന് മാത്രമല്ല. മിംബാദി ദിക്രി ദിക്കറിൻ്റെ ശേഷം അല്ലേ വലഖദ് കതബ്നാ ഫി സബൂരി അപ്പം ദിക്കറിൻ്റെ ശേഷം എന്ന് വെച്ചാൽ ബിമാന ദിക്കറിൻ്റെ ശേഷം ബിമാന ഉമ്മിൽ കിതാബില്ലതി ഇൻദല്ലാ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഉമ്മുൽ കിതാബ് എന്ന അർത്ഥത്തിലാണ് ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഉമ്മുൽ കിതാബിൽ ദിക്റിൻ്റെ ശേഷം നാം ഈ കിതാബുകളിലൊക്കെ എഴുതിയിട്ടുണ്ട് എന്ത്? അന്നൽ അർല ഭൂമി എന്നുള്ളത് അർല ജന്ന സ്വർഗത്തിൻ്റെ ഭൂമി അല്ലേ, അതാണ് അൽ അർല. യരിസുഹ അതിനെ അനന്തരപ്പെടുത്തുന്നതാണ് ഇബാദിയ സ്വാലിഹൂൻ ഇബാദിയ എൻ്റെ അടിമകൾ അസ്വാലിഹൂൻ അല്ലെ, ഇബാദിയ എൻ്റെ അടിമകളെ എന്നല്ല, എൻ്റെ അടിമകൾ അതിന് അനന്തരമായിട്ടെടുക്കും. അസാലിഹൂൻ സച്ചരിതരായ ആമും ഫി കുല്ലി സാലിഹിൻ എല്ലാ സാലിഹ്യങ്ങളായ ആളുകളെയും ഉൾക്കൊള്ളിക്കുന്ന പദമാണിത്. ഇന്ന ഫി ഹാദിൽ ഖുർആൻ ഈ ഖുർആനിലുണ്ട് ബലാഗൻ കിഫായത്തിന് മതിയായതുണ്ട്. ഫി ദുഹുൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ മതിയായത് ഈ ഖുർആനിലുണ്ട്. ലിഖൗമിൻ ആബിദീൻ അല്ലേ, ആബിദീൻ എന്ന് വെച്ചാൽ ആമിലീൻ ബി ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്ന ഒരു കൗമിന്. അമാർ സല്ലാക്ക താങ്കളെ നാം അയച്ചിട്ടില്ല മുഹമ്മദ് ഇല്ല റഹ്മത്തിനായിട്ടല്ല അതില്ലാലും സർവ്വലോകർക്കും ജിന്നി ബിക്കാ താങ്കളെ കൊണ്ട് ജിന്ന് വർഗത്തിനൊക്കെയും റഹ്മത്തായിട്ടല്ലാതെ ഇൻകുൽ നബി എന്ന് പറയുക ഇന്നമാ യുഹായിലി എന്നിലേക്ക് വഹി നൽകപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് തീർച്ചയായും നിങ്ങളുടെ ഇലാഹ് ഒരൊറ്റ ഇലാഹ് മാത്രമാണ്. അതായത് മായൂഹ ഇലയ്യ ഫി അംരിൽ ഇലാഹിൻ്റെ വിഷയത്തിൽ എനിക്ക് വഹിയായിട്ട് നൽകപ്പെടുന്നത് ഇലാ വഹദാനിയത്ത് അവൻ്റെ ഏകദൈവത്വം മാത്രമാണ് എന്നർത്ഥം. ഫഹൽ എനിക്ക് വഹി നൽകപ്പെടുക മാത്രമാണെന്നല്ല, എനിക്ക് വഹിയായിട്ട് നൽകപ്പെടുന്നത് നിങ്ങളുടെ ഇലാഹ് ഒരൊറ്റ ഇലാഹ് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം അവൻ്റെ വഹദാനിയത്തല്ലാതെ എനിക്ക് ദിവ്യബോധനമായിട്ട് നൽകപ്പെടുന്നില്ല. ഫഹൽ അന്തും മുസ്ലിമോ നിങ്ങൾ വിശ്വസിക്കുന്ന മുസ്ലിങ്ങളാകുന്നില്ലേ? മുൻകാതൂനലിമാ യുഹായിലി എന്നിലേക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ട ഒന്നിനെ കീഴ്പ്പെടുന്നില്ലേ? വഹദാനിയത്തിൽ ഇലാഹി അള്ളാഹുവിൻ്റെ ഈ വഹദാനിയത്തെ ഏകദൈവത്തിനാൽ ഒരു ഇസ്തിഫാമിനടുത്ത് ഇസ്തിഫാ വിമാനൽ അമ്രൻ്റെ അർത്ഥത്തിലാണ്. അതായത് ആഗ് നിങ്ങൾ മുസ്ലിം ആഗ് എന്നർത്ഥം, കൂന മുസ്ലിമി എന്നർത്ഥം. ഫൈൻ തവല്ലു അതാലിക്ക നിങ്ങൾ അതിനകത്തോട്ട് തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫക്കുൽ നബി അല്ല അവരതിനകത്തോട്ട് തിരിഞ്ഞു കളയാണ് ഫക്കുൽ നബി എന്ന അവരോട് പറയണം ആലന്തുക്കും ബിൽ ഹർബി യുദ്ധം കൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അലാ സവാ ഹാലിമിനൽ ഫായിൽ വൽ മഫൂൽ അത് അലാ സവാ എന്നുള്ളത് ഫായിൽ നിന്നും മഫൂൽ എന്നുള്ള ഹാലാണ്. അതായത് മുസ്തവീന ഫി ഇൽമിഹി അപ്പം ഞാൻ നിങ്ങളോട് യുദ്ധം കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അലാ സവായി തുല്യമായ നിലയ്ക്ക് ഹാലിമിനൽ ഫായിൽ വൽ മഫൂൽ ഫായിൽ നിന്നും മഫൂൽ എന്നുള്ളത് ഞാൻ നിങ്ങളൊക്കെ സവാ ആയ നിലയ്ക്ക് അതായത് മുസ്തവീന നമ്മളൊക്കെ സെയിം ആയ നിലയ്ക്ക് ഫി ഇൽമിഹി അള്ളാഹുവിൻ്റെ ഇൽമിൽ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഇൽമിൽ ഈ ശരിയായ വിശ്വാസം സ്വീകരിച്ചാലേ രക്ഷപ്പെടുള്ളൂ എന്ന്. അതായത് ലാ അസ്തബിദ്ദു ബിഹി ഞാനതുകൊണ്ട് ഒറ്റക്കുള്ള ആളല്ല എന്ന്, ഞാൻ എന്താണ് ഏകാധിപതിയല്ല ഇൽമിൻ്റെ വിഷയത്തിൽ. ഇതുപോലൊക്കെ നിങ്ങളെ കൂടാതെ എനിക്ക് മാത്രമല്ല ഇൽമുള്ളത്. ഞാൻ നിങ്ങൾക്കിപ്പം പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളും ഞാനും ഒക്കെ സെയിമാണ്. ഇനി നിങ്ങൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിയാവില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ടു എന്നൊന്നും ഇനി പറയാൻ വരരുത്. അതാണ് സവാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ലിതത അഹബു നിങ്ങളെന്താ വേണ്ടി തയ്യാറാവാൻ വേണ്ടി. വ ഇൻ മാ അതിരി ഞാൻ അറിയുന്നില്ല തീർച്ചയായും അഖരീബുൻ അംബ ഇതും മാ തഅദുന നിങ്ങളോട് താക്കീത് അല്ലെങ്കിൽ വാഗ്ദാനമായി നൽകപ്പെട്ട ചെയ്യപ്പെട്ട സംഗതി അടുത്തു വരുന്നതാണ്, കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതെന്തിനാൽ നിങ്ങളുടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ശിക്ഷയാൽ അൽക്കിയാം അല്ലെങ്കിൽ അന്ത്യദിന അൽ മുസ്തമലത്തെ ഉൾക്കൊള്ളിക്കുന്ന ഈ ശിക്ഷ ഉൾക്കൊള്ളുന്ന അന്ത്യദിനം അത് ഒപ്പം വരുമോ കുറേ കഴിഞ്ഞിട്ടാണ് വരിക എനിക്കറിയില്ല. വൈനമായി അലമഹുല്ല അത് അള്ളാഹ് മാത്രമാണ് അറിയുന്നത്. ഇന്നഹു തആല തീർച്ചയായും അല്ലാഹു തആല യഅലമുൽ ജഹ്റ പരസ്യമായതിനെ അറിയുമില്ല കോലി പറച്ചിൽ നിന്ന് സംസാരത്തിൽ വൽഫീൽ പ്രവർത്തനത്തിൽ നിന്നും നിന്നുള്ള അവയൊരിക്കും നിങ്ങളല്ലാത്തവരും എന്നുള്ള വയഅലമു തക്തുമൂന നിങ്ങളെ രഹസ്യമാക്കി വെക്കുന്നതിനെ ഇവൻ അറിയുന്നുണ്ട്. അന്തും വകർക്കും നിങ്ങളല്ലാത്തവരും മിനസിരി രഹസ്യത്തിനാൽ മറച്ചു വെക്കുന്ന സംഗതികളൊക്കെ. അത് മാടാർത്ഥത്തിൽ അതിരീ തീർച്ചയായും ഞാൻ അറിയുന്നില്ല. ലഅല്ലഹു ഐ മാ അഅലമു തുകുംബിഹി വലം യുഅലം വഖ്തുഹു മാ അലം തുകുംബിഹി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്ന ഒരു കാര്യം എന്നാൽ അതിൻ്റെ സമയം വലം യുഅലം വഖ്തു അതിൻ്റെ സമയം അജ്ഞാതമാണ്. അങ്ങനത്തെ ഉള്ള സംഗതി ഫിത്നത്തുല്ലക്കും വമതാഉൻ ഇലാഹീൻ വഇൻ അതിനതിരി എനിക്കറിയില്ല. ലാലവ് ചിലപ്പോൾ ഒരു പക്ഷെ അത് ഫിത്നത്തുല്ലക്കും അത് ഇഖ്തിബാർ നിങ്ങൾക്കൊരു പരീക്ഷണം ലക്കും നിങ്ങൾക്കുള്ള ലേ യുറ കൈഫ അല്ലെങ്കിൽ ലിയറ അള്ളാഹു കാണാൻ വേണ്ടി കൈഫ സുൻഉക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ള അള്ളാഹ് കാണാൻ വേണ്ടി. മത്താ എന്ന് വെച്ചാൽ തമത്തൂൻ ഇലാഹിൻ ഒരു നിശ്ചിത സമയം വരെയുള്ള ഒരു സുഖാസ്വാദനം. ഇൻകിലായി ആജാലിക്ക് നിങ്ങളുടെ അവധി തീരുന്നോടം വരെ. അപ്പം അതാണോ എന്ന് നമുക്കറിയില്ല. വഹാദ ഇത് മുക്കാബിലിൽ അവലി ഒന്നാമത്തേന് മുക്കാബലയാണ്. ഏത് ഒന്നാമത്തേന്ന് വെച്ചാൽ മുത്തറജ ബില അല്ല കൊണ്ട് തർജിയായിട്ട് പറയപ്പെട്ട സംഗതി ഉണ്ടല്ലോ. വലൈസാനി മഹലലിൽ തർജി രണ്ടാമത് തർജിയുടെ ഇതല്ല, ഒന്നാമത്തെ തർജിയുടെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ ഒന്നാമത്തെ മുക്കാബലയാണെന്ന്. രണ്ട് അല്ല വന്നിട്ടില്ലേ. ഒന്നാമത്തത് എവിടെയാണ് അല്ല മുമ്പ് വന്നത്. അത് ഇതാണ് ലാല കൊണ്ട് തർജിയാക്കപ്പെട്ട ഏതാണ് ഇത് മാത്രമാണ് കേട്ടോ, ഫിത്തിനെയാണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഫിത്തിനെയായിരിക്കും, നിങ്ങൾക്ക് കുഴപ്പം പിടിച്ച പരീക്ഷനായിരിക്കും, ചിലപ്പോൾ ആവാതിരിക്കുക. പക്ഷേ മത്താവുനിലാഹി എന്നുള്ളത് കാര്യം എന്താണ് ഉറപ്പാണ്. അതാ പറഞ്ഞു വഹാദ ഈ രണ്ടാമത് പറഞ്ഞത് അതാ മത്താവുനിലാഹി എന്നുള്ളത് മുക്കാബിൽ അവലി, ഒന്നാമത് പറഞ്ഞ ഫിത്തിന എന്നതിൻ്റെ മുക്കാബിലയാണ്. അൽ മുത്തറജ ഫിത്തിനക്കാണ് ആ ബിലാല കൊണ്ട് തർജിയാക്കപ്പെട്ടത്. ഒരു പക്ഷേ ആയേക്കാം, നമുക്കറിയില്ല, ചിലപ്പോൾ ആയേക്കാം എന്നർത്ഥം. അലൈസാനി രണ്ടാമത്തെ മഹലിൽ തർജിയുടെ മഹലല്ല, എന്തായാലും തഹക്കുക്കിൻ്റെ മഹലാണ് അത് ഉറപ്പ്. അപ്പോൾ ഒന്നാമത്തത് തർജിയാണ്, രണ്ടാമത്തത് മഹലലിൽ തർജി അല്ല, അഥവാ അത് ഉറപ്പാണ്. മാത്രമാണ് ഒരു നിശ്ചിത സമയം വരെയുള്ള സുഖാസ്വാദനമാണ് ജീവിതം എന്നുള്ളത്. നബി അങ്ങ് പറയാ ഫീ ഖിറാഅത്ത് മറ്റൊരു ഖിറാഅത്തിലുണ്ട് കാല എന്നുണ്ട്. നബി പറഞ്ഞു അല്ലെങ്കിൽ നബിയോട് പറ എന്നർത്ഥം. റബ്ബി എൻ്റെ റബ്ബേ ഉഹ്കും നീ വിധിക്ക് ബൈനി വ ബൈന മുക്കദ്ദിബിയ്യ അല്ലെ മുക്കദ്ദിബി എന്നെയും എന്നെ കളവാക്കുന്ന ആളുകളുടെ ഇടയിൽ നീ വിധിക്ക് ബിൽ ഹക്കി യഥാവിധം ബിൽ അദാബി ഹക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ ശിക്ഷ കൊണ്ട് ലഹും അവർക്ക് അവൻ നസരി അലഹിം അല്ലെങ്കിൽ അവർക്കെതിരെ എന്നെ സഹായിക്കൽ കൊണ്ട് അവരിൽ നിന്ന് രക്ഷപ്പെടുത്തൽ കൊണ്ട്. അങ്ങനെ ഫൗസിബു അവരെ ശിക്ഷിക്കപ്പെട്ടു. ബദരിലോ ജോഹദിലോ ജോ അലഹദാബിദിലോ ഹനിനി മോഹൻ എന്നൊക്കെ ആരെ കൊണ്ട് വനസരി അലഹിം അവർക്കെതിരെ വിധങ്ങൾ സഹായിക്കപ്പെടൽ കൊണ്ട് അള്ളാഹു സഹായിക്കൽ കൊണ്ട്. റബ്ബുന റഹ്മാനു ഞങ്ങളുടെ റബ്ബ് റഹ്മാനായ ഞങ്ങളുടെ റബ്ബ് അൽ മുസ്തആനു അവൻ സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവനാണ്. അലാമാ തസിഫു നിങ്ങൾ വർണ്ണിച്ച് പറയുന്ന കാര്യത്തിൻ്റെ മേൽ യാതൊരു കാര്യത്തിന്മേൽ എന്താ നിങ്ങൾ വർണ്ണിച്ച് പറയുന്നത് നിങ്ങൾ കിദിപ്പിക്കും അല്ലെങ്കിൽ കദിപ്പിക്കും നിങ്ങളുടെ കളവിനാൽ അല്ലാഹ് അള്ളാഹുവിൻ്റെ മേൽ ഫീ കൗലിക്കും നിങ്ങളുടെ കൗലിലുള്ള ഇത്തഹദ വലദ അവനൊരു കുട്ടിയെ സ്വീകരിച്ചു എന്ന്. വാലയ്യ എൻ്റെ മേലുള്ള നിങ്ങളുടെ കളവ് ഫീ കൗലിക്കും നിങ്ങളുടെ കൗലിലുള്ള എന്താണ് സാഹിറു ഞാൻ മാരണക്കാരനാണ്. വാൽ ഖുർആൻ്റെ മേലുള്ള നിങ്ങളുടെ കളവ് ഫീ കൗലിക്കും നിങ്ങളുടെ കൗലിലുള്ള എന്താണ് ഷാർ ഖുർആൻ കവിതയാണ് ഷിയറാണ് ഖുർആൻ കവിതയാണ് എന്നും ഞാൻ മാരണക്കാരനാണെന്നും അള്ള കുട്ടിയെ സ്വീകരിച്ചു എന്നുമുള്ള നിങ്ങളുടെ ഇത്തരത്തിലുള്ള കളവിനാൽ നിങ്ങളെ മെനഞ്ഞുണ്ടാക്കി തസിഫുൻ നിങ്ങൾ പറഞ്ഞു പരത്തുന്ന നിങ്ങൾ വർണ്ണിച്ചു പരത്തുന്ന കാര്യത്തിൻ്റെ മേൽ സഹായം അഭ്യർത്ഥിക്കപ്പെടാൻ പറ്റുന്ന റഹ്മാനാണ് ഞങ്ങളുടെ റബ്ബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.